അപ്പോൾ നമുക്കിന്ന് ത്രില്ലടിക്കുന്ന ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കേട്ടാലോ? ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. ഒരു ജനുവരി മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച. കോളേജിന് 2 ദിവസം ലീവാണ്. വൈകുന്നേരത്തോടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകുവാൻ ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയിൽ അലീന, ദിവ്യ, സ്നേഹ, മിയ എന്നിവരെ കൂടാതെ തൊട്ടടുത്ത മുറിയിലെ പെൺകുട്ടി ജാൻവിയും കൂടെ ഉണ്ടായിരുന്നു. കളിയും ചിരിയുമായി അവർ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ വൈകുന്നേരം ആഘോഷമാക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പോഴാണ് അലീന ജാൻവിയോട്, ജാനു ആ ഫോണൊന്നതാ, എൻ്റെ ഫോണിൽ നെറ്റില്ല, അവന് മെസ്സേജ് ഇട്ടെ, ഇല്ലെങ്കിൽ അവൻ പിണങ്ങും. കുറച്ച് സമയത്തിന് ശേഷം മൊബൈലിൽ കണ്ണും നട്ടിരുന്ന അലീന, ഡി ഇത് വായിച്ചു നോക്കിയേ. എല്ലാവരും മൊബൈലിലേക്ക് നോക്കി. ഓരോരുത്തരുടെ മുഖത്തും ഭയവും ടെൻഷനും മാറി മാറി വന്നു. ഇത് എഴുതിയിരിക്കുന്നത് സത്യമായിരിക്കുമോ? അറിയില്ലടി, നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ ഈ ഗെയിം? ഡി വേണ്ട, എനിക്ക് പേടിയാ, എനിക്ക് ഭൂതത്തെയും പ്രേതത്തെയും ഭയങ്കര പേടിയാ. അലീനയ്ക്ക് അതൊരു തരം ഹരമായിരുന്നു. ഒന്ന് പോടി, ഈ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? ഇതൊക്കെ ഒരു രസമല്ലേ? ഈ സ്നേഹേ, നീ ആ മെഴുകുതിരി ഒന്ന് കത്തിച്ചു വയ്ക്കേ. ഈ ഞാനില്ല, എനിക്ക് പേടിയാ. മിയ നീ വരുന്നോ? എനിക്ക് ബസ്സുണ്ട് ഇപ്പോൾ. അലീന നിനക്കെല്ലാം കുട്ടികളിയാണ്, പോടി. അലീന പൊട്ടിച്ചിരിച്ചു. കുറേ പേടിത്തൊണ്ടികൾ, നീയൊക്കെ എങ്ങനെ നാളെ ഒരുത്തിനെ കിട്ടി ജീവിക്കും? കഷ്ടം. അലീന ഒഴിച്ച് ബാക്കി എല്ലാവരും ഫോണിൽ കണ്ട ഗെയിം കളിക്കാൻ പേടിയായിരുന്നു. അലീന വിട്ടില്ല. അലീന എല്ലാവരെയും പിടിച്ചു നിർത്തി ആ റൂമിൽ ടേബിളിന് ചുറ്റും നിന്ന് കണ്ണടച്ച് ആ ഗെയിം കളിച്ചു. കണ്ണടച്ച് നിൽക്കുമ്പോഴും ദിവ്യയുടെയും സ്നേഹയുടെയും മേയയുടെയും മുഖം പേടിച്ചു വിറച്ചിരുന്നു. ജാൻവി നിശബ്ദയായി നിൽക്കുന്നു. അലീനയുടെ മുഖത്ത് ഒരു ചിരി മാത്രം. കുറച്ചു സമയത്തിന് ശേഷം ഗെയിം പൂർത്തിയായി. അവർ കണ്ണു തുറന്നു. എവിടെയടി ഭൂതം, എവിടെയടി പ്രേതം? ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലത്തെ പല ഗെയിംസും എല്ലാവരും ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ കളിക്കുന്നതാണെന്ന്. എന്തേലും സംഭവിച്ചോ? ഇല്ലല്ലോ, പേടിത്തൊണ്ടികൾ. ഓ, ഇപ്പോഴാ സമാധാനമായത്. ഇത്രയും നേരം പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു എൻ്റെ കർത്താവേ. മിയയുടെ സംസാരം കേട്ട് സ്നേഹയും ദിവ്യയും പറഞ്ഞതും അത് തന്നെയായിരുന്നു. അപ്പോൾ മണ്ടേ കാണാം, ലേറ്റായി, എല്ലാവരും ഇറങ്ങിയേ. ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയടച്ച് അവർ 5 പേരും പുറത്തിറങ്ങി. ജാൻവി അവളുടെ മുറിയിലേക്ക് പോയി. പുറത്തിറങ്ങിയതും അടച്ചിട്ട ജനാലയുടെ ഗ്ലാസ്സിൽ കൂടെ ആ മുറിക്കകത്ത് ഒരു വെട്ടം കണ്ടു. അത് കണ്ട അലീന ചോദിച്ചു, സ്നേഹ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ നീ? അവർ 4 പേരും വീണ്ടും വാതിൽ തുറന്നു. ഈ മെഴുകുതിരി കെടുത്തിയതാണല്ലോ, ദിവ്യ പറഞ്ഞു. ഏയ്, കെടുത്തി കാണില്ല. അലീന അത് പറഞ്ഞ് മെഴുകുതിരി കെടുത്തി അവളുടെ കൈ ചെറുതായെന്ന് പൊള്ളി. ഓ പണ്ടാരം. അവർ വീണ്ടും വാതിലടിച്ച് പുറത്തിറങ്ങി. ഡീ സ്നേഹേ, ആ മെഴുകുതിരി കെടുത്തിയതാണല്ലോ. ഏയ് പേടിക്കണ്ട, തോന്നിയതാവും. സ്നേഹയും ദിവ്യയും പരസ്പരം ആരും കേൾക്കാതെ സംസാരിച്ചുകൊണ്ട് ഹോസ്റ്റലിന് പുറത്തേക്കിറങ്ങി. ബസ് കയറിയും ട്രെയിൻ കയറിയും അവർ 4 പേരും അവരുടെ വീട്ടിലേക്ക് മടങ്ങി. മമ്മി, ദിവ്യ ചേച്ചി വന്നു. നീ എന്താടി വൈകിയത്? ബസ് കിട്ടിയില്ല അമ്മ. അകത്ത് ചെന്ന് മുഷിഞ്ഞതൊക്കെ മാറി വല്ലതും എടുത്ത് കഴിക്കേ. ഹോസ്റ്റലിൽ പോയതിൽ പിന്നെ എല്ലും തോലുമായി പെണ്ണ്. രാത്രി അച്ഛനോടും അമ്മയോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ കുഞ്ഞുവാവയെ കുറച്ചു നേരം എടുത്തു നടന്ന് കളിപ്പിച്ച ശേഷം ദിവ്യ അകത്തേക്ക് പോയി. കൂട്ടുകാരികളെ വീഡിയോ കോൾ ചെയ്തു. ഏയ്, എന്ത് വേഷമാടി അലീനത്? ഛേ, നാണക്കേട്. പിന്നെ ഈ ചൂടിലെല്ലാം വാരി വലിച്ചിട്ട് കിടക്കുമല്ലേ, ഒന്ന് പോടി. അവർ പരസ്പരം തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ദിവ്യ പറഞ്ഞത്, ഡീ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ഗെയിമും ആ മെഴുകുതിരി കത്തിയതും അലീന നിന്റെ കൈ പൊള്ളിയതുമൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കിടക്കാൻ. നീ ഒന്ന് പോടി, വെറുതെ ഓരോന്ന് ചിന്തിച്ചിട്ട്. ഞാനത് വിട്ടതായിരുന്നു. ഇവളില്ലേ മിയ, അവളെനിക്കൊരു പ്രേതകഥയുടെ ലിങ്ക് അയച്ചു തന്നു. അത് വായിച്ചത് മുതൽ പേടിയാണ് എനിക്ക്. ജസ്റ്റ് പോയി കിടന്ന് ഉറങ്ങടി പോത്തും കൂട്ടങ്ങളെ. ഗുഡ് നൈറ്റ്, ഞാൻ പോവാ. അലീന അത് പറഞ്ഞിട്ട് കിടക്കാൻ പോയി. കോൾ കട്ട് ചെയ്ത് എല്ലാവരും പോയി. ലൈറ്റ് ഓഫ് ചെയ്ത് 11 മണിയോടെ ദിവ്യയും കിടന്നു. അന്നത്തെ സംഭവവും വായിച്ച പ്രേതകഥയും ദിവ്യയെ വല്ലാതെ ഭയപ്പെടുത്തി. ദിവ്യ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നാമ്പുറത്തെ വിറകുപുരയിന്മേൽ കശുവണ്ടി ഇടയ്ക്കിടയ്ക്ക് വീഴുമ്പോൾ ദിവ്യ ഞെട്ടി ഉണരും. എന്താണാവോ ആ ശബ്ദം? അവളുടെ ധൈര്യം മുഴുവനും ചോർന്നുപോയി എന്ന് മനസ്സിലായ ശേഷം അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. ഇന്നെന്തായാലും ലൈറ്റിട്ട് കിടക്കാം. ലൈറ്റിട്ടതോടെ അവൾക്ക് സമാധാനമായി. എല്ലാ ധൈര്യവും സംഭരിച്ച് അവൾ സുഖമായി ഉറങ്ങി. കുറച്ചു കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്നും അവൾ ഞെട്ടി ഉണർന്നു. ശരീരമാകെ വിയർത്തിരിക്കുന്നു. ഓ നാശം, കറണ്ട് പോയോ? വീണ്ടും അവളെ ഭയം പിടികൂടി. അവൾ ഫോണെടുത്ത് സമയം നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ എഴുന്നേറ്റ് ടേബിളിൽ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, പുറത്ത് ജനാലയ്ക്കരികിൽ ആരുടെയോ വിരലുകൾ പോലെ. ചെറിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ അത് വ്യക്തമായി കാണാം. തൻ്റെ ഉള്ളിലുള്ള പേടി കൊണ്ട് തോന്നിയതാണോ? ചെന്ന് നോക്കണോ വേണ്ടയോ, അതോ ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പാണെങ്കിലോ? അവൾ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ സ്വയം മനസ്സിൽ വിചാരിച്ച് വീണ്ടും കിടന്നുറങ്ങി. ഇതുവരെ കസ്റ്റമർ കെയറിൽ പോലും വിളിക്കാത്ത ദിവ്യ അന്ന് പാതിരാത്രി KCBയിൽ വിളിച്ചു കറണ്ട് വരാൻ വേണ്ടി. നിർഭാഗ്യവശാൽ ആരും ഫോണെടുത്തില്ല. സമയം ഏതാണ്ട് 2 മണിയായി കാണും.
ദിവ്യക്ക് ഉറക്കം വന്നില്ല. കശുവണ്ടി വീഴുന്ന ശബ്ദം അവളെ ഭയപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ട് പട്ടികൾ ഓരിയിടുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അസ്വാഭാവികമായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴാണത്രേ പട്ടികൾ ഓരിയിടാറ്. അമ്മാമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് അവളുടെ മനസ്സിൽ പിന്നീട് വന്നത്. അവളുടെ വീടിനടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കുഞ്ഞിനെയും എടുത്ത് പൊട്ടക്കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അത്രേ. പിന്നീടുള്ള എല്ലാ രാത്രികളിലും ആ പറമ്പിൽ പട്ടികൾ ഓരിയിടാറുണ്ടത്രേ. അതേ പറമ്പിലാണ് ഒരു ചെറുപ്പക്കാരൻ പ്രണയനൈരാശ്യത്താൽ പ്ലാവിൻ്റെ കൊമ്പിൽ ആത്മഹത്യ ചെയ്തതും. അങ്ങനെ ആ പറമ്പ് ഒരു ശവപ്പറമ്പായി. രാത്രികാലങ്ങളിൽ പൊട്ടക്കിണറ്റിൽ നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു നടക്കാറുള്ളതും അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് വിറകെടുക്കാൻ പോയ അവളുടെ വീടിനടുത്തുള്ള ചേച്ചി എന്തോ കൊണ്ട് പേടിച്ചിട്ട് തളർന്നു പോയതും അമ്മാമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകളാണ്. ഭയം അവളെ കാർന്ന് തിന്നുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ കണ്ണടച്ചുപോയി. പിന്നെയാണ് അവൾ ശരിക്കും ഞെട്ടിയത്. മുറ്റത്തുകൂടെ ആരോ നടക്കുന്ന പോലെ. മാത്രവുമല്ല, നേരത്തെ ജനാലക്കരികിൽ കണ്ട വിരലുകൾ അപ്പോൾ കാണാനുമില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു മെഴുകുതിരിവെട്ടം അവളുടെ അടുത്തേക്ക് വന്നു. അമ്മേ! അടുത്ത ദിവസം ശനിയാഴ്ച പകൽ ഒരു മരണവാർത്തയോടെയാണ് ആ നാട് ഉണർന്നത്. തൃശ്ശൂരിൽ 21 വയസ്സുള്ള പെൺകുട്ടി വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ദിവ്യയുടെ മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ സ്നേഹയെയും അലീനയെയും മിയയെയും ഞെട്ടിച്ചു. അവർ 3 പേരും പേടിച്ചു പരിഭ്രാന്തിയിലായി. ആ വീടിനും പരിസരത്താകിയ ജനങ്ങൾ തടിച്ചുകൂടി. അകത്ത് കൂട്ടക്കരച്ചിലിൽ. പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പോലീസ് നായ സ്മെൽ പിടിച്ച് മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്കോടി. പുറകുവശത്തെ പറമ്പിലൂടെ ഇടവഴി കഴിഞ്ഞു പോയ പോലീസ് നായ നിന്നത് മുൻപ് ശവപ്പറമ്പെന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ പൊട്ടക്കിണറിൻ്റെ അടുത്തായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥനായ ശ്രീജ മാഡം പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ശരീരത്തിൽ എവിടെയും വലിയ മുറിവുകളോ ചതവുകളോ കാണാനില്ല. മരണകാരണം മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള വലിയൊരു മുറിവുണ്ട്. അതാണ് മരണകാരണം. അത് പക്ഷേ ഒരു കത്തി കൊണ്ടോ മറ്റോ കുത്തിയ പാടൊന്നുമല്ല. പിന്നെ എന്താണ് മേഡം? അത് പറഞ്ഞു വരുന്നത്, ആ മുറിവിൻ്റെ ആഴവും മറ്റും പരിശോധിക്കുമ്പോൾ ഒരു മൂർച്ചയുള്ള കൂർത്ത ആയുധം, ഈ കൂർത്ത നഖം പോലെയുള്ള ഒരു ആയുധമോ മറ്റോ ഉണ്ടാക്കിയ മുറിവുകളാണ്. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ മുറിക്കുള്ളിൽ കുറച്ച് ബ്ലഡ് മാത്രമേ ഡ്രോപ്പായിട്ട് കാണുന്നുള്ളൂ. മുറിക്കുള്ളിൽ ബലപ്രയോഗം നടന്ന ലക്ഷണമോ ഒന്നും കാണാനില്ല. ബാക്കി വിവരങ്ങൾ ഓട്ടോപ്സിക്ക് ശേഷം പറയാം. പോലീസിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായി. ആ നായ എന്തിനാവും ആ ശവപ്പറമ്പിലെ പൊട്ടക്കിണറ്റിനടുത്തേക്ക് പോയത്? നാട്ടുകാരിൽ ചിലരിൽ അഭ്യൂഹങ്ങളുണ്ടായി. ശവപ്പറമ്പിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് നായ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ SI സുരേഷ്, ആ നായ പോയ പറമ്പിലെ പൊട്ടക്കിണറും ചുറ്റും നന്നായി പരിശോധിക്കണം. ആ വീടും പരിസരവും നന്നായി സെർച്ച് ചെയ്യണം. സാർ, ആ പോലീസ് ഡോഗ് ചത്തു. വാട്ട്? യെസ് സാർ. ഇന്നലെ ആ സെർച്ച് കഴിഞ്ഞ് വന്നതിൽ പിന്നെ നായക്ക് ഒരുതരം അസ്വസ്ഥത പോലെയായിരുന്നു. ആ പൊട്ടക്കിണറിനടുത്ത് വെച്ച് നായ അസാധാരണമായി കുരയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മരിച്ചുപോയി. എന്താണോ ഇതൊക്കെ? ദിവ്യ മരിച്ച് 3-ാം ദിവസം അലീനയും മിയയും സ്നേഹയും ദിവ്യയുടെ വീട്ടിൽ പോയി. ദിവ്യയുടെ അമ്മ അവർ 3 പേരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമോ ഹോസ്റ്റലിലേക്ക്? ദിവ്യയുടെ ചേച്ചി കണ്ണു തുടച്ചുകൊണ്ട് അവർ 3 പേരോടും ചോദിച്ചു. പോകാനൊരു മനസ്സില്ല ചേച്ചി, അവളില്ലാതെ നമ്മൾ. മിയ പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ പോകണം, എക്സാം എടുത്തില്ലേ, വിഷമിക്കരുത് മക്കളെ. അതും പറഞ്ഞ് ദിവ്യയുടെ ചേച്ചി അകത്തേക്ക് പോയി. അവർ 3 പേരും ഇറങ്ങാൻ നേരമാണ് ജാൻവി അവിടേക്ക് വന്നത്. നിങ്ങൾ പോവാണോ? നീ കയറിയിട്ട് വാ, നാളെ നമ്മൾ ഹോസ്റ്റലിലേക്ക് വരും. നീ വരില്ലേ? ഞാൻ വരും. നീ ഒറ്റയ്ക്കാണോ ജാനു വന്നത്? അല്ല, കസിൻ ബ്രദറുണ്ട് വിഘ്നേഷ്. ശരി, പോട്ടേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ശേഷം SI സുരേഷ് പറഞ്ഞു, മരിച്ച പെൺകുട്ടിക്ക് എന്തെങ്കിലും അഫെയറും മറ്റോ ഉണ്ടെന്നറിയണം. പെൺകുട്ടി പഠിച്ച കോളേജ്, ഹോസ്റ്റൽ റൂം, റൂംമേറ്റ്സ് എല്ലാവരെയും കാണണം. മോഹൻ, ആ പോലീസ് ഡോഗിന് എന്തായിരുന്നു മരണകാരണം? സാർ, അതേതോ ഒരു ജീവി കടിച്ചതാണ്. നായയുടെ കഴുത്തിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചടോ അത്? സാർ, അതാ പറമ്പിൽ വെച്ചോ മറ്റോ. ശരി, അന്വേഷണം നടക്കട്ടെ. അടുത്ത ദിവസം ബുധനാഴ്ച അലീനയും സ്നേഹയും മിയയും ഹോസ്റ്റലിലെത്തി. ദിവ്യയുടെ കളിയും ചിരിയും നിറഞ്ഞിരുന്ന അവരുടെ റൂം തീർത്തും അവർ 3 പേരെയും അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അലീന, ഞാനിന്ന് പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അലീന, അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് നീ അറിഞ്ഞതല്ലേ? എനിക്ക് ആ ഗെയിം തന്നെയാണ് ഇപ്പോഴും പേടി. നീ ഒന്ന് വെറുതെ ഇരുന്നേ മിയ. അങ്ങനെയെങ്കിൽ നമ്മൾ 4 പേരും മരിക്കേണ്ടതല്ലേ? ഇത് മറ്റെന്തോ ആണ്. അലീന, സ്നേഹ, മിയ, നിങ്ങളെ കാണാൻ പോലീസ് വന്നിട്ടുണ്ട്, താഴേക്ക് വരൂ. വാർഡൻ വന്ന് അവരോട് താഴേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ SI സുരേഷ്. കൂട്ടുകാരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. ഒരു 5 മിനിറ്റ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ബുദ്ധിമുട്ടിക്കില്ല. ഈ ദിവ്യയ്ക്ക് ആരെങ്കിലുമായി അടുപ്പമുണ്ടായിരുന്നോ? പ്രണയം? നോ സാർ, അങ്ങനെ ഒരു അടുപ്പം അവൾക്ക് ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് മാത്രം. അന്ന് പതിവ് പോലെ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയി അല്ലേ? അന്നത്തെ ദിവസം ദിവ്യയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ളതായിട്ടോ മറ്റോ തോന്നിയിരുന്നോ? ഇല്ല സാർ, അങ്ങനെ ഒന്നുമില്ല. ഹാപ്പി ആയിരുന്നു അവൾ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. 4 പേരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത്.
ഓക്കെ, നമുക്ക് നിങ്ങളുടെ റൂമൊന്ന് കാണാം. ഓക്കെ സാർ. റൂമിൽ കയറി സുരേഷ് റൂമാകെ ഒന്ന് കണ്ണോടിച്ചു. അടുക്കും ചിട്ടയും ഇല്ലാത്ത വാരി വലിച്ചിട്ട കുറച്ച് ബുക്സ്, പിന്നെ കുറച്ച് ഡ്രസ്സ്, അതൊക്കെയല്ലാതെ കേസിന് വേണ്ട ഒരു തുമ്പും ആ റൂമിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. നിങ്ങൾ 4 പേരുമായിരുന്നല്ലേ റൂം ഷെയർ ചെയ്തിരുന്നത് അല്ലേ? അലീന, സ്നേഹ, മിയ, പിന്നെ ദിവ്യ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ആരെയെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഞങ്ങൾക്കറിയില്ല സാർ, ഞങ്ങൾ ഇപ്പോഴും ഷോക്കിലാണ്. മിയ ഗെയിം കളിച്ചത് പറയാനൊരുങ്ങവേ അലീന അവളെ പിടിച്ചു നിർത്തി. പോലീസ് പോയപ്പോൾ അലീന പറഞ്ഞു, നിനക്കെന്താ വട്ടുണ്ടോ മിയ? ഓരോന്ന് വിളിച്ചു പറയാൻ. ഗെയിം കളിച്ചിട്ട് മരിച്ചതാണെന്ന് ആരാണ് വിശ്വസിക്കുക? കളിച്ച ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ പൊട്ടത്തനം വിളിച്ചു പറഞ്ഞാൽ അവൾ മരിക്കാനുണ്ടായ കാരണം അതാണ് പിന്നെ ഇല്ലാതാവുക. കൊലപാതകമാണെങ്കിൽ ആ കൊലയാളി രക്ഷപ്പെടും. അലീന, നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് ഇത് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് സംഭവിച്ചത്. അന്ന് രാത്രി വീഡിയോ കോൾ ചെയ്തപ്പോൾ നീ ഓർക്കുന്നുണ്ടോ? വീഡിയോ കോളിൽ ഓരോരോ പ്രശ്നങ്ങൾ. അന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. ആ പോലീസ് ഡോഗ് ഓടിപ്പോയത് ആ ശവപ്പറമ്പിലെ പൊട്ടക്കിണറ്റിലേക്കാണത്രേ. അലീന, നീ ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനെയുള്ള മരണങ്ങൾ നിരവധി കേട്ടിട്ടുണ്ട്. നമുക്കിത് തുറന്നു പറയാം പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. 2 ദിവസങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച പതിവ് പോലെ അവർ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അവർ 4 പേരും പിരിഞ്ഞത്. ഇന്ന് 3 പേർ, ഒരാളില്ല. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങവേ ജാൻവി അവരുടെ റൂമിലേക്ക് വന്നു. ജാനു, പോട്ടടി, മണ്ടേ കാണാം. വിഷമത്തോടെ അവർ ഇറങ്ങി. വാതിലടയ്ക്കാൻ നേരം അലീനയുടെ കൈ അറിയാതെ വാതിലിൻ്റെ ഇടയിൽ ചെറുതായിരുന്നു കുരുങ്ങി. അയ്യോ! ഈ അലീന, എന്തു പറ്റി? ഒന്നുമില്ല, ചെറുതായെന്നും മുറിഞ്ഞു. നീ വാതിലൊന്ന് തുറന്നേ. അകത്ത് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദമല്ലേ കേൾക്കുന്നത്? അതാരാണ് തുറന്നത്? വീണ്ടും വാതിൽ തുറന്ന് അവർ അകത്ത് കയറി. ബാത്റൂമിലെ പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്നു. സ്നേഹ അത് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാരടി പൈപ്പ് തുറന്നത്? വന്ന എൻ്റെ കൈ നല്ല വേദന. അത് ഓഫ് ചെയ്യാൻ മറന്നിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇത്ര നേരം വീഴാത്ത വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വന്നത്? നമ്മൾ വാതിലടച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഓണായത് എങ്ങനെയാണെന്ന് അതാലോചിച്ച് തല പോയിക്കേണ്ട. ടാങ്കിൽ വെള്ളം തീർന്നു കാണും. നമ്മൾ ഇറങ്ങാൻ നേരെ വാർഡൻ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ടാവും. വന്നേ, ഓരോരോ സംശയങ്ങൾ. അവർ 3 പേരും ബസ് സ്റ്റാൻഡിൽ വെച്ച് പിരിഞ്ഞു. വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേക്കും മിയ വീട്ടിലെത്തി. മിയ കുളിക്കാൻ കയറിയപ്പോഴും അവൾക്ക് ആ ഗെയിമും പ്രേതവും മാത്രമായിരുന്നു മനസ്സിൽ. ആ ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയിൽ പ്രേതമുണ്ടെന്ന് മിയ വിശ്വസിച്ചു. അവൾക്ക് വിശ്വസിക്കാനുണ്ടായ കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആദ്യ വെള്ളിയാഴ്ച അവർ വാതിലടച്ച് പുറത്തിറങ്ങുമ്പോൾ മെഴുകുതിരി കത്തിയിരുന്നു. അന്ന് അലീനയുടെ കൈ പൊള്ളിയിരുന്നു. ഇന്ന് അവർ വാതിലടച്ച് പുറത്തിറങ്ങിയപ്പോൾ ബാത്റൂമിലെ പൈപ്പ് തുറന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് അലീനയുടെ കൈ വാതിലിൻ്റെ ഇടയിൽ കുരുങ്ങി പരിക്കുപറ്റി. മിയ സംശയങ്ങൾ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു. അലീന പതിവ് പോലെ മിയയെ ആട്ടിപ്പായിച്ചു. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു മിയയുടെ വീട്. റബ്ബർ മരങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമ്പൽ സമൃദ്ധമായ ഒരു ഗ്രാമം. ചാച്ചൻ എന്തി അമ്മച്ചി ഇതുവരെ വന്നില്ലല്ലോ? ഇടവകപ്പള്ളിയിലെ ധ്യാനത്തിന് തിരക്കല്ലയോ? ചാച്ചൻ ഇനി നാളെ വെളുപ്പിനെ വരൂ. ആ കുര്യൻ്റെ കൂടെ പോയതാ. മൂക്കറ്റം കയറ്റുമെന്ന്. നീ വരുന്നു അറിഞ്ഞുകൊണ്ട് വരത്തില്ല. എൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് ചാച്ചനറിയാം. വെള്ളിയാഴ്ചയായിട്ട് സിബിച്ചായനും പിള്ളേരും വന്നില്ലല്ലോ അമ്മച്ചി. കൊച്ചേ, അവന് കോട്ടയത്തെന്തോ ആഫീസിൽ പോകേണ്ട കാര്യമുണ്ടെന്ന് കേട്ടു. ലില്ലിയും പിള്ളേരും നാളെ കാലത്തിങ്ങ് വരും. മോള് പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അമ്മച്ചി കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. അമ്മച്ചിയുടെ കാലിൻ്റെ വേദനയ്ക്കൊരു കുറവുമില്ലല്ലേ? വാങ്ങിച്ചു തന്ന കുഴമ്പും തൈലവും അതുപോലെ ഇരിക്കുന്നു. പിന്നെ എങ്ങനെയാ മാറുക? അത് പറഞ്ഞ് മിയ അടുക്കളയിലേക്ക് നടന്നു. മിയയും അമ്മയും മാത്രമായിരുന്നു വീട്ടിലന്നുണ്ടായിരുന്നത്. മിയയ്ക്ക് 2 ചേച്ചിമാരും ഒരു ചേട്ടനുമാണുള്ളത്. ചേച്ചിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്, വല്ലപ്പോഴും വരും. ചേട്ടൻ കോട്ടയത്താണ്. കഴിച്ചു കഴിഞ്ഞ് വന്ന അമ്മച്ചിക്ക് കാലിൽ തൈലം പുരട്ടിക്കൊടുത്ത് മിയ കിടക്കാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് പോയി. വീടിന് വടക്കുവശത്തെ മുറിയിലാണ് മിയ കിടന്നിരുന്നത്. ജനാല തുറന്നാൽ വീടിൻ്റെ പുറകുവശം നന്നായി കാണാം. ചെറുതും വലുതുമായ മരങ്ങൾ ഇടതൂർന്നു വളർന്നു വീടിൻ്റെ പുറകുവശം കാട് പോലെയായിരിക്കുന്നു. ദൂരെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു വെളിച്ചം മാത്രം കാണാം. കള്ളുകുടിച്ചെന്നും രാത്രി കുന്നിൻ മുകളിലേക്ക് പാട്ടും പാടി നടന്നു പോകുന്ന ചൊകവൻ്റെ കയ്യിലെ ചൂട്ടിൻ്റെ വെളിച്ചമാണത്. അയാൾ എന്നും കള്ളുകുടിച്ച് കുന്നിൻ മുകളിലെ കരിമ്പാറമേൽ ചെന്നിരുന്ന് പാട്ടുപാടും. അട്ടപ്പാടിയിൽ നിന്നും കുടിയേറി വന്നതാണവൻ. അമ്മച്ചി ഒരിക്കൽ പറഞ്ഞതായി അവൾ ഓർക്കുന്നു. ആവശ്യത്തിലധികം കള്ളും അല്പം വട്ടും നല്ല ജീവിതം. മിയ അയാളെക്കുറിച്ചോർത്ത് മനസ്സിൽ പറഞ്ഞു. ഒരു വൃശ്ചിക കാറ്റ് മരങ്ങൾക്കിടയിൽ കൂടെ ചില്ലകളെ ചുറ്റിപ്പിഴഞ്ഞു വരുന്ന ശബ്ദം അവളുടെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചു. വല്ലാത്ത കാറ്റ്. അമ്മച്ചി അമ്മച്ചി കാറ്റടിച്ചപ്പോഴേക്കും കറണ്ട് പോയി. അവൾ മെഴുകുതിരി കത്തിച്ച് അമ്മച്ചിയുടെ റൂമിലേക്ക് നടന്നു. മോളെ, മഴക്കോളം ഉണ്ടെന്ന് തോന്നുന്നു. മോൾ ആ വിളക്ക് കത്തിക്ക്. പിന്നാമ്പുറത്ത് കോഴിക്കൂട് നനഞ്ഞു പോവും. ആ ടാർപ്പായി കോഴിക്കൂടിന് മേലെ ഇടണം. മോള് വാ. അമ്മച്ചി വയ്യാത്ത കാലം കൊണ്ട് വരണ്ട. മാത്രവുമല്ല, മഴച്ചാറ്റിലുമുണ്ട്. ഞാൻ പോയി ഇട്ടോളാം. ഒറ്റയ്ക്ക് പോകണ്ട മോളെ, ഞാനും വരാം. അമ്മച്ചി അടുക്കളയിൽ നിന്നാൽ മതി, ഞാൻ പോയി ഇട്ടേക്കാം. അമ്മച്ചിയെ അടുക്കളയിൽ നിർത്തിച്ച് തലയിൽ ചുരിദാറിൻ്റെ ഷാളിട്ട് അവൾ പുറകുവശത്തെ കോഴിക്കൂടിനടുത്തേക്ക് പോയി. ചായ്പിൽ നിന്നും ടാർപ്പോയി എടുത്ത് കോഴിക്കൂടിന് മേലെ അവൾ വിരിച്ചു.
ഉടനെ വന്ന വലിയൊരു ഇടിമുഴക്കത്തിൽ അവൾ അയ്യോ അമ്മച്ചി എന്ന് ചെവി പൊത്തി വിളിച്ചു. അകലെ കുന്നിമുകളിൽ നിന്നും വരുന്ന ശക്തിയായ കാറ്റ് പറമ്പിൻ്റെ പ്ലാവിൻ്റെ ഇലകളെ കൂട്ടത്തോടെ പിഴുതെറിഞ്ഞ് മുറ്റത്തേക്കിട്ടു. വലിയൊരു പ്ലാവിൻ്റെ കൊമ്പ് മുറ്റത്ത് വീണത് കണ്ടവൾ പേടിച്ചു. കാറ്റിനെ വകവയ്ക്കാതെ മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചു വിറച്ച് തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിൽ അഭയം പ്രാപിച്ചു. മുറ്റത്തെ ബാത്റൂമിൻ്റെ വാതിലടച്ചു. അവൾ അകത്തേക്ക് കയറി അമ്മച്ചിയെ മുറിയിൽ കൊണ്ടു ചെന്നാക്കി. അവൾ വടക്കുവശത്തെ അവളുടെ മുറിയിൽ കയറി കിടന്നു. വിളക്ക് അണച്ചിരുന്നില്ല. കട്ടപ്പനയിൽ നിന്നും ചാച്ചൻ വാങ്ങിച്ചു കൊണ്ടുവന്ന 2 LED ലൈറ്റായിരുന്നു അത്. ചാർജിലിട്ട് കറണ്ട് പോയാൽ കത്തിക്കാവുന്ന ലൈറ്റ്. കാറ്റു മഴയെ കൊണ്ട് എവിടേക്കോ പോയി. മഴ നിന്നെങ്കിലും കാറ്റും ഇടിമുഴക്കവും ചെറുതായി ഉണ്ടായിരുന്നു. ഉറക്കം അവളെ നന്നായി അനുഗ്രഹിച്ച സമയത്തായിരുന്നു അടുക്കളയുടെ വാതിലിൽ ആരോ തട്ടി വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. അവൾ ഞെട്ടി ഉണർന്ന് കാറ്റിൻ്റെ ശക്തിയിൽ ശരിക്കും കേൾക്കാനും പറ്റിയില്ല. അവൾ കണ്ണടച്ചു കിടന്നു. അടുക്കളയുടെ വാതിലിൽ തട്ടിയ ശബ്ദം പിന്നീട് അവൾ കേട്ടത് അവൾ കിടന്നിരുന്ന മുറിയുടെ ജനാലിലായിരുന്നു. ആരോ കൈകൊണ്ട് തട്ടി വിളിക്കും പോലെ. അവൾ ബെഡിനടുത്തുള്ള ചുവരിനോട് ചേർന്ന് ചുരുണ്ടുകൂടി കിടന്നു. ചുവരിനോട് ചെവിയോർത്ത് കിടന്നപ്പോഴാണ് അവൾ കേട്ടത് പുറത്തു മുറ്റത്തൊരാളുടെ ശ്വാസം കേൾക്കുന്നു. വളരെ വേഗത്തിൽ കിതച്ചുകൊണ്ടുള്ള ശ്വാസം. ചുവരിനോട് ചെവി കൂടുതൽ അടുപ്പിക്കുമ്പോഴും ആ ശ്വാസത്തിൻ്റെ വേഗത കൂടി വരുന്ന പോലെ അവൾക്ക് തോന്നി. ആ സമയം അവൾ നന്നായി ഭയപ്പെട്ടു. അമ്മച്ചിയുടെ അടുത്ത് പോയി കിടക്കാമെന്ന് കരുതി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. പൂർണ്ണമായും അടച്ചിടാതെ ചാരിയ നിലയിലായിരുന്നു മുറിയുടെ വാതിലടച്ചിരുന്നത്. ചാരിയ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഹാളിലെ വെട്ടം മുറിയിലേക്ക് ചെറുതായി അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ വാതിലിനിടയിൽ കൂടെ നോക്കിയപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. പുറത്തൊരു നിഴൽ നടന്നു നീങ്ങുന്ന പോലെ. ഹാളിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. വാതിൽ തുറന്ന് അമ്മച്ചിയുടെ മുറിയിലേക്ക് പോകാൻ അവൾക്ക് ധൈര്യം വന്നില്ല. ഒരു നിഴൽ നടക്കുന്നത് പോലെ അവൾക്ക് ആ ചെറിയ വട്ടത്തിൽ നന്നായി കാണാമായിരുന്നു. അമ്മച്ചി എന്ന് ഉറക്കെ വിളിക്കാൻ നോക്കുമ്പോഴും ശബ്ദം പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധം അവൾ പേടിച്ച് പരിഭ്രമിച്ചു പോയിരുന്നു. അമ്മച്ചി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കണ്ണടച്ച് ഹാളിലേക്ക് ഓടാൻ അവൾ തീരുമാനിച്ചു. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറക്കാനൊരുങ്ങവേ ആ വാതിലിനിടയിൽ കൂടെ രക്തം ഒലിച്ചു വരുന്നതായി അവൾ കണ്ടു. രക്തം അവളുടെ കാലിനടിയിലെത്തിയപ്പോഴേക്കും അവൾ നിലവിളിച്ച് ബെഡിൽ കയറിയിരുന്നു. കണ്ണുപൊത്തി കരഞ്ഞുകൊണ്ട് കുറേ നേരം ബെഡിലിരുന്ന അവളുടെ മുന്നിൽ ഒരു വലിയ കറുത്ത നിഴൽ വന്നതായി അവൾക്കറിയാൻ കഴിഞ്ഞു. ഒരു ദീർഘശ്വാസം തൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലായി. ആ ശ്വാസത്തിന് വേഗത കൂടി. അവൾ കണ്ണു തുറന്നതും അമ്മച്ചി. അടുത്ത ദിവസം പള്ളിയിൽ നിന്നും തിരിച്ചെത്തിയ ചാച്ചൻ പൊന്നുമോളെ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ചാച്ചൻ്റെ നിലവിളി കേട്ടാണ് അമ്മച്ചിയും അയൽപക്കത്തുള്ളവരും ഉണർന്നത്. ഓടിക്കൂടിയവരെല്ലാം ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങളുടെ കണ്ണുപൊത്തി വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. വീടിന് പുറകുവശത്തെ ബാത്റൂമിൻ്റെ മുന്നിൽ നഗ്നമായി ചോര വാർന്നൊലിച്ച് മിയയുടെ മൃതദേഹമാണ് ആ നാട്ടുകാരും വീട്ടുകാരും കണ്ടത്. സ്വന്തം മോളുടെ ചേതനയേറ്റ ശരീരം കണ്ട അമ്മച്ചി ബോധം കെട്ട് വീണു. ആരൊക്കെയോ താങ്ങി പിടിച്ച് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. മരണവാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. ഇടുക്കി CI സാബുവും കൂട്ടരും സംഭവസ്ഥലത്തെത്തി. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും SI സുരേഷും സംഘവും ഇടുക്കിയിലേക്ക് തിരിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥരായ ഗോപകുമാറും ഗീതാമേഡവും പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. 2 മരണങ്ങളും ഒരേപോലെ തന്നെ. പക്ഷേ ഈ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കൂടുതലായി കാണപ്പെട്ടു. ആദ്യത്തെ പെൺകുട്ടിയെ അപേക്ഷിച്ച് രണ്ടാമത്തെ ഈ പെൺകുട്ടി വളരെ ക്രൂരമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത്. ആദ്യത്തെ പെൺകുട്ടിയുടെ കഴുത്തിൽ കണ്ട പോലുള്ള ആഴത്തിലുള്ള 2 മുറിവുകൾ ഈ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിലും ഇരുവശങ്ങളിലും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മൂർച്ചയുള്ള ഒരു ആയുധം. ഈ കൂർത്ത മൃഗത്തിൻ്റെ പോലുള്ള നഖം പോലെ അങ്ങനെ എന്തോ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, വിവസ്ത്രമാക്കപ്പെട്ട പെൺകുട്ടിയുടെ ദേഹത്ത് ഈ കൂർത്ത നഖം പോലെയുള്ള ആയുധം കൊണ്ട് കൂടുതൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാറിടം മുതൽ കാലിൻ്റെ തുടയോളം വരെ 10 നഖം കൊണ്ട് വരഞ്ഞ പോലെയുള്ള മുറിവുകളാണ് കാണപ്പെട്ടത്. ബട്ട് ഇത് മനുഷ്യൻ്റെ കൈകളിൽ നിന്നുള്ള നഖം കൊണ്ടാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ആഴത്തിലാണ് മുറിവുകൾ. പെൺകുട്ടിയുടെ വയറിലുള്ള മുറിവിൽ കുടൽമാല പോലും അത്രയും ക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. ബാക്കി നിങ്ങൾ അന്വേഷിക്കുക. ഇത് 2ാമത്തെ കേസല്ലേ മേഡം? വ്യവസ്ഥയാക്കപ്പെട്ട രീതിയിലെന്ന് പറഞ്ഞില്ലേ? റേപ്പ് അങ്ങനെ എന്തെങ്കിലും? നോ, അങ്ങനെ ഒന്നുമില്ല. മാത്രമല്ല, ആദ്യ കേസിലെ പോലെ ബലപ്രയോഗം നടന്ന പോലെയോ ഒന്നും ഈ കേസിലില്ല. ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്. രക്തം വാർന്നിട്ട് തന്നെയാണ് മരണകാരണം. ബാത്റൂമിൻ്റെ തറയിൽ തലയിടിച്ച് വീണിട്ടുണ്ടാവാം. കാരണം തലയിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്. വേറെ മുറിയിലും മറ്റും മറ്റൊരാളുടെ ഫിംഗർ പ്രിൻ്റ് നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ദിവ്യയുടെ കേസിലും അങ്ങനെയായിരുന്നു. മേഡം, ഇതൊക്കെ വച്ചിട്ട് 2 കൊലപാതകങ്ങളും ചെയ്തത് ഒരാളാണ്, അല്ലെങ്കിൽ ഒരേ സംഭവമാണിതെന്നും പറയാമോ? വാട്ട് എ ഫൂളിഷ്നെസ്. സാർ, സംശയം എന്താ? 2 പേരും കൂട്ടുകാരികൾ കൂടാതെ അടുത്തടുത്തായുള്ള മരണങ്ങൾ. ഒരുമിച്ച് പഠിക്കുന്നവർ. ബാക്കിയുള്ള പെൺകുട്ടികളുടെ ജീവനെങ്കിലും പെട്ടെന്ന് രക്ഷിക്കാൻ നോക്ക്. ദിസ് ഈസ് വെരി ഡേഞ്ചറസ് കേസ്. മീഡിയയും സോഷ്യൽ മീഡിയയും സംഭവം ഏറ്റെടുത്തു. മാത്രമല്ല, ഭയം കൊണ്ട് ഗെയിം കളിച്ച കാര്യവും മറ്റുള്ള സംഭവങ്ങളൊക്കെ അലീനയും സ്നേഹയും ജാൻവിയും പോലീസിനോട് പറഞ്ഞു. അലീനയുടെയും സ്നേഹയുടെയും വീട്ടുകാർക്ക് ഭയം കൂടി.
ഗെയിം കളിച്ചതും അസ്വാഭാവിക മരണവും തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതും സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് വഴിയൊരുക്കി. ഒരു വിഭാഗം പ്രേതത്തിലും ഭൂതത്തിലും വിശ്വസിച്ച് പറഞ്ഞു ആ ഗെയിം കളിച്ചിട്ടാണ് മരിച്ചത്. കുറേ പേര് പറഞ്ഞു മുൻപ് ഓജോ ബോർഡ് കളിച്ചിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. മറ്റു ചിലർ പറയുന്നു ഇത് ക്ലിയർ കൊലപാതകമാണെന്ന്, സൈക്കോ ആണ്, കേസ് CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ചുപേർ ഡിറ്റക്റ്റീവ് ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. പോലീസാണെങ്കിൽ ഇരുട്ടിൽ തപ്പിയ അവസ്ഥയിലായി. അലീനയുടെയും സ്നേഹയുടെയും കൂടെ എല്ലാവരും ഉറക്കമൊഴിച്ചിരുന്നു. ഇനി വരുന്ന വെള്ളിയാഴ്ച ആര്? സ്നേഹയുടെ വീട്ടിൽ പൂജയും മന്ത്രവാദവും നടന്നു. പ്രേതത്തെ ഒഴിപ്പിക്കൽ. അലീനയും കൂട്ടി അവളുടെ അച്ഛനമ്മമാർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അലീന സ്നേഹയെ വിളിച്ചു. സ്നേഹ, അലീന, പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നടി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാനൊരാളെ വിളിക്കട്ടെ. ആരേ? ഇവർക്കാർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിലോ? സ്നേഹ, എനിക്ക് വിശ്വാസമുണ്ട്. അയാൾക്കൊരു പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എല്ലാം കണ്ടെത്തും. സ്നേഹ, വിളിക്കട്ടെ? വിളിക്കേ. അടുത്ത ദിവസം പകൽ പോലീസ് സ്റ്റേഷനിൽ. സാർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. യെസ്, വരാൻ പറയൂ. ആരാണ്? സാർ, എൻ്റെ പേര് മൈക്കിൾ ജോൺ. അടുത്തിരുന്ന പോലീസുകാരൻ അയാൾക്ക് കൈ കൊടുത്ത് SIനെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ സാറിന് ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പോലീസ് വകുപ്പിലെ പല കേസിലും നിർണായകമായ തെളിവുകൾ കണ്ടെത്തിത്തുന്ന ഒരാളാണ്. ഇരിക്കൂ, എന്താണ് താങ്കളുടെ ജോലി? സാർ, ഐ ആം എ മെൻ്റലിസ്റ്റ്, ക്രിമിനോളജിസ്റ്റും കൂടിയാണ്. സാർ, ഈ ഭൂതത്തിലും പ്രേതത്തിലും അജ്ഞാത രൂപത്തിലുമൊക്കെ തുമ്മുണ്ടാക്കാൻ ഈ പുള്ളിയാ ബെസ്റ്റ്. സാർ, ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദിവ്യയുടെയും മിയയുടെയും കേസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. തീർച്ചയായിട്ടും ഏറെ കുഴപ്പിക്കുന്ന കേസാണത്. ഒരു ഫിംഗർ പ്രിൻ്റ് ഒന്നും സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെളിവുകളില്ലാത്ത കേസ്. സാർ, റിപ്പോർട്ട് തരൂ, ഞാനൊന്ന് നോക്കട്ടെ. ശരി, താങ്കൾ നോക്കൂ. താങ്കളുടെ സൈക്കോളജിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാലോ? സാർ, ഞാൻ അലീനയുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. എൻ്റെ സുഹൃത്തും ഫാമിലി ഫ്രണ്ടും കൂടിയാണ് അവൾ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ താങ്കളെ അറിയിക്കാം. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ മൈക്കിൾ അടുത്ത ദിവസം പകൽ വടക്കാഞ്ചേരിയിലുള്ള അലീനയുടെ വീട്ടിലെത്തി. തടിച്ചുകൂടി നിൽക്കുന്ന നാട്ടുകാരെയും ലോക്കൽ പോലീസിനെയുമാണ് ആ വീടിനും പരിസരത്തൊക്കെ കണ്ടത്. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന നാട്ടുകാരുടെ മുഖത്ത് ഭീതിയും പരിഭ്രമവും കാണാം. വണ്ടിയിൽ നിന്നിറങ്ങിയ മൈക്കിൾ അടുത്ത് നിന്ന് ഒരു ചേട്ടനോട് കാര്യങ്ങൾ തിരക്കി. എന്താ ചേട്ടാ പ്രശ്നം? അത് സാറേ, ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രദേശങ്ങളിൽ ഒരു അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. പല വീടുകളിലെ പിന്നാമ്പുറത്തും മുമ്പുറത്തും കൂടെയൊക്കെ ഇരുട്ടിൽ ഓടി മറയുന്നത് ചിലർ കണ്ടു എന്ന് പറയുന്നു. അജ്ഞാത ജീവിയോ? എന്താ അജ്ഞാത ജീവി? സാറേ, 7 അടി പൊക്കമെങ്കിലുമുണ്ട്. വലിയ കൂർത്ത പല്ലും തലയിൽ വലിയ കൊമ്പ് പോലുള്ള എന്തോ കണ്ടു എന്നൊക്കെയാണ് കണ്ടവർ പറയുന്നത്. കണ്ടവരാണ് സാറേ പോലീസിനോട് കാര്യങ്ങൾ പറയുന്നത്. ശരി, ഈ വീട്ടിൽ എന്താണ് ഇത്രയധികം ആൾക്കാർ? ഈ വീട്ടിലാണ് ആ അജ്ഞാത രൂപം കൂടുതൽ അപകടമുണ്ടാക്കിയത്. കണ്ടില്ലേ, കല്ലുകൊണ്ട് ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ എറിഞ്ഞു തകർത്തത്. മൈക്കിൾ പോലീസിൻ്റെ അടുത്തേക്ക് നടന്നു. അജ്ഞാത രൂപത്തെ വ്യക്തമായി കണ്ടു എന്ന് പറയുന്ന ഒരു വീട്ടിലെ ചേച്ചി ഇപ്പോഴും അവർ പേടിയിൽ നിന്നും പൂർണ്ണമായി മുക്തിയായിട്ടില്ല. അവർ പറഞ്ഞത്, സാറേ, രാത്രി മക്കൾക്ക് ചോറ് കൊടുത്ത് പാത്രം കഴുകുവാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പറമ്പിലെ തെങ്ങിൻതോപ്പിൽ ഒരു ശബ്ദം കേട്ടത്. കയ്യിലുണ്ടായിരുന്ന ടോർച്ചെടുത്തടിച്ചപ്പോൾ 2 ആൾ പൊക്കത്തിൽ എന്തോ ഒരു ജീവി. മനുഷ്യനെ പോലെയുണ്ട്. കാരണം അത് ചുവന്ന പല്ലുകൾ കാണിച്ചു ചിരിച്ചു. കറുത്തു കുഴിഞ്ഞ കണ്ണുകളാണ്. ഒരു മൃഗത്തിൻ്റെ പോലത്തെ ശബ്ദം അത് പുറപ്പെടുവിച്ചു. തലയിൽ കൊമ്പ് പോലെ എന്തോ ഉണ്ട് സാറേ. ഞാൻ ദിനേശേട്ട എന്ന് വിളിച്ചപ്പോൾ അത് കാലുകൾ പൊക്കി ഓടി. ഒരൊറ്റ ഓട്ടത്തിൽ മുന്നിലെ 4 പറമ്പും ചാടിക്കടന്നു. പിന്നെ അതിനെ കണ്ടില്ല. ആ രാത്രി പല വീട്ടുമുറ്റത്തും മതിലിൻ്റെ മുകളിലും ജനാലയുടെ അരികിലേക്ക് കണ്ടു എന്ന് പറയുന്ന ആർക്കും അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ബ്ലാക്ക് മാൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാർ. മൈക്കിൾ അലീനയുടെ വീട്ടിലേക്ക് കയറി. ജനൽ ചില്ലുകൾ എറിഞ്ഞുടച്ചിരുന്നു. അകത്ത് കയറിയപ്പോൾ അലീനയുടെ ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മൈക്കിളിനെ കണ്ടതോടെ പേടിച്ചു വിറച്ചിരുന്ന അവരുടെയൊക്കെ മുഖത്ത് കുറച്ചൊരു ആശ്വാസമുണ്ടായി. മൈക്കിൾ മോൻ, എൻ്റെ മോൾ. അങ്കിൾ കരയാതെ, പേടിക്കണ്ട, ഞാൻ വന്നില്ലേ. പേടിച്ച് അകത്ത് പനിച്ചു കിടന്ന അലീനയുടെ അടുത്തേക്ക് മൈക്കിൾ നടന്നു. മൈക്കിൾ, എന്നെ കൊല്ലും, ഉറപ്പാണ്, എന്നെ കൊല്ലും. ഞാൻ കണ്ടതാ ഇന്നലെ ആ രൂപത്തെ. പേടിച്ചു വിറച്ച് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനയുടെ കൈകൾ മുറുകെ പിടിച്ച് മൈക്കിൾ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല. സെലിൻ, എന്താ ഉണ്ടായതെന്നല്ലേ? സെലിൻ അലീനയുടെ ചേച്ചിയാണ്. ആ വീട്ടിൽ അന്ന് രാത്രി അലീനയും അപ്പനും അമ്മച്ചിയും സെലീനയും അവളുടെ ഭർത്താവും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും നേരത്തെ അത്താഴം കഴിച്ച് കിടന്നിരുന്നു. റോഡിൽ എന്തൊക്കെയോ വാഹനങ്ങളുടെ ബഹളവും ദൂരത്ത് നിന്ന് ആരുടെയൊക്കെയോ ശബ്ദവും കേട്ടിരുന്നു. അവർ അത് കാര്യമാക്കിയില്ല. എവിടെയെങ്കിലും കള്ളം കയറിയതാവുമോ എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ അരികത്ത് തന്നെ സെലീനയും കിടന്നു. രാത്രി 1 മണിയായപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സെലിൻ അവളുടെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് അലീനയുടെ നിലവിളി. അവൾ കിടന്നിരുന്ന ജനാല ആരോ പിടിച്ചു വലിച്ചു തുറന്നു. അലീന തിരിഞ്ഞ് ജനാലയ്ക്ക് നേരെ നോക്കിയപ്പോൾ പുറത്ത് കറുത്ത കണ്ണും കറുത്ത മുഖവും ചുവന്ന രക്തക്കറ പറ്റിയ പോലുള്ള പല്ലുകളുമായി വലിയൊരു രൂപം ചിരിക്കുന്നു. എത്ര വലിയ ധൈര്യശാലി കണ്ടാലും പേടിച്ചു വിറച്ചു പോകുന്ന ഭീകര രൂപം. അലീന അത് കണ്ടപ്പോൾ തന്നെ പേടിച്ചു ബോധം കെട്ടു വീണു.
എല്ലാവരും ഉണർന്ന് ലൈറ്റിട്ടപ്പോൾ ജനാലയ്ക്ക് നേരെ ആ രൂപം കല്ലെറിയുകയായിരുന്നു. ഒരേ സമയം വീടിന് ചുറ്റുമുള്ള എല്ലാ ജനാലയിലേക്കും കല്ലെറിഞ്ഞു. ഒടുവിൽ പരിസരവാസികൾ ഓടി വരുമ്പോൾ ഒരു വലിയ അജ്ഞാത രൂപം വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നതായിട്ട് കണ്ടു. മൈക്കിൾ പുറത്തിറങ്ങി വീടിന് ചുറ്റും നടന്നു. സാർ, ഞാൻ മൈക്കിൾ ജോൺ, മെൻ്റലിസ്റ്റാണ്. യെസ്, പറയൂ. സാർ, ഫിംഗർ പ്രിൻ്റോ ഈ രൂപത്തിൻ്റെ കാലിൻ്റെ അടയാളങ്ങളോ ഒന്നും ഇവിടെ കണ്ടില്ലേ? മിസ്റ്റർ മൈക്കിൾ, ഒരു സ്ഥലവും കാല് പതിഞ്ഞതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല. ഈ നാട്ടുകാരിൽ ചിലർ പറയുന്നത് അതിന് കാലില്ല എന്നാണ്. സാർ, പിന്നെ എങ്ങനെ? മൈക്കിൾ, ഇത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനോ മറ്റോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാവാം. മാത്രവുമല്ല, മറ്റുള്ളവരെ പേടിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു തരം മനോഭാവമുള്ള വ്യക്തികൾ അങ്ങനെയുമാവാം. DCP ഹേമ മേഡം ഈ കേസിനെ കൂടുതൽ ഗൗരവമായിട്ട് തന്നെ കാണുകയുണ്ടായി. സുരേഷ് ഇന്നലെ അലീനയുടെ വീടിൻ്റെ പരിസരത്ത് നടന്ന് ആ സംഭവം അങ്ങനെ തള്ളിക്കളയേണ്ട. കാരണം ആ 4 കൂട്ടുകാരികളിൽ 2 പേർ കൊല്ലപ്പെട്ടു. ബാക്കി 2 പേരാണ്. അവരിൽ ഒരാളുടെ വീട്ടിലാണ് ഇന്നലെ പ്രശ്നമുണ്ടായത്. അവരെ നമുക്ക് രക്ഷിച്ചേ മതിയാവൂ. ഓരോ കൊലപാതകത്തിനും ഓരോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ചയുടെ കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. മേഡം, അപ്പോൾ അലീനയുടെ വീട്ടിൽ ഇന്നലെ നടന്ന സംഭവം? ആ രൂപത്തിന് നാട്ടുകാർ പറയുന്നത് വലിയ നഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അതായിരിക്കില്ലേ മേഡം കൊലയാളി? അതാണ് പറഞ്ഞത്. ആ സംഭവം അങ്ങനെ തള്ളിക്കളയണ്ട. എന്തായാലും നമുക്കതിനെ പഠിച്ചേ പറ്റൂ. മേഡം, നാളെയാണ് വെള്ളിയാഴ്ച. ഇന്നലത്തെ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അലീന ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. വേറൊരു കുട്ടിയില്ലേ, സ്നേഹ? അവളുടെ അവസ്ഥ എന്താണ്? ആ കുട്ടി സേഫാണ് മേഡം. അവിടെ ഇത്തരം സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നാളെ രാത്രി അലീനയുടെ വീട്ടിലും പരിസരത്തും നമ്മുടെ എല്ലാ ഫോഴ്സും ഉണ്ടായിരിക്കണം. ഓക്കെ മേഡം. മൈക്കിൾ കാണാൻ വന്നിരിക്കുന്നു. മൈക്കിൾ, എന്താണ്? താങ്കളെല്ലാം വായിച്ചു നോക്കിയില്ലേ? ഒരു ഗെയിമിൽ തുടങ്ങിയ സംഭവങ്ങളാണ്. ഇതൊരു അജ്ഞാത ജീവിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? മേഡം, ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. അവരുടെ ഹോസ്റ്റൽ റൂമും പിന്നെ മറ്റൊരു കുട്ടിയില്ലേ സ്നേഹ, അവളെയും ഒന്ന് കാണണം. ആ ഹോസ്റ്റൽ റൂമിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം ഞാൻ മേഡത്തെ വന്ന് കാണാം. വെള്ളിയാഴ്ച പകൽ മൈക്കിൾ ഹോസ്റ്റൽ റൂമിൽ പോയി കാര്യങ്ങൾ നിരീക്ഷിച്ചു. അതിനുശേഷം അയാൾ പെരിന്തൽമണ്ണയിലുള്ള സ്നേഹയുടെ വീട്ടിലേക്കാണ് പോയത്. പഴയ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വീട്, ഒരു വലിയ പാടത്തിനറ്റത്ത് മനോഹരമായൊരു തറവാട്, ഒരു ഇല്ലം എന്ന് തന്നെ തോന്നിക്കുന്ന അന്തരീക്ഷം, വലിയ മുറ്റവും കളപ്പുരയും, മുറ്റം നിറയെ ചെടികളും തെങ്ങിൻതോപ്പും നല്ല വാഴത്തോട്ടവും, അതിൻ്റെ നടുക്ക് ഒരു നല്ല മനോഹരമായ വീട്. പാടത്തിനരികെയുള്ള ചെറിയ തോട്ടിൽ നിന്ന് മൂരികളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, ആരാ? എവിടെന്നാ? കുറച്ച് ദൂരെ നിന്നാണ്. ആരെ കാണാൻ വന്നതാ? ഇവിടുത്തെ കുട്ടി സ്നേഹയെ. ആ, പോലീസിൽ നിന്നാണോ? അല്ലല്ല, കുട്ടിയുടെ സുഹൃത്തിൻ്റെ ചേട്ടനാണ്. ആ, അകത്തേക്ക് ചെല്ലുക. ഇപ്പോൾ പോലീസുകാരെ ഇടയ്ക്ക് വരാറ്. ടൗണിൽ പോയിട്ട് എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് വന്നു. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കവും ഒതുക്കുകയൊക്കെ വേണ്ടേ? അതെങ്ങനെയാ? തള്ളയുടെ അല്ലേ മോള്? അവസാനം പ്രേതത്തെ ഒഴിപ്പിക്കാൻ മേപ്പാട്ടെ നമ്പൂതിരിയെ കൊണ്ടുവരേണ്ടി വന്നു. അയാൾ മൂരികളെ കുളിപ്പിച്ചുകൊണ്ട് ആരോടുന്നില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അകത്ത് കയറിയപ്പോൾ പ്രായമായൊരു മുത്തശ്ശി ഉമ്മറത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന കണ്ടു. മൈക്കിൾ ചെല്ലുന്ന കാര്യം അലീന വിളിച്ചു പറഞ്ഞതുകൊണ്ട് സ്നേഹ ഉമ്മറത്തേക്ക് വന്നു. മൈക്കിൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അലീനയുടെ വീട്ടിൽ നടന്നതൊക്കെ അറിഞ്ഞു. പേടിയുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട സ്നേഹ. ഇന്ന് രാത്രി ഞങ്ങളെല്ലാവരും അലീനയുടെ കൂടെയുണ്ട്. അവൾക്കൊന്നും സംഭവിക്കില്ല. ഇവിടെ അച്ഛൻ എന്തൊക്കെയോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അതിനുശേഷം പേടിയില്ല. കൂടെ ദേവതകൾ കാത്തുകൊള്ളുമെന്നൊരു ധൈര്യമുണ്ട്. മൈക്കിൾ സ്നേഹയോടൊപ്പം ആ വീടിൻ്റെ ഉള്ളിലും പുറത്തേക്ക് കുറേ നേരം സംസാരിച്ചുകൊണ്ട് നടന്നു. വീട് മുഴുവനും തകിടുകളാണല്ലോ. തൻ്റെ കയ്യിലുമുണ്ടല്ലോ ഒരുപാട് ചരടുമേലസും. അമ്മാമ്മ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. നല്ലതാ, ഒരു ശക്തി കൂടെയുണ്ടെന്നുള്ള വിശ്വാസം മനസ്സിന് ഏറെ സന്തോഷം നൽകും. ഹോസ്റ്റലിനെ കുറിച്ചും കൂട്ടുകാരികളെ കുറിച്ചുമൊക്കെ ചോദിച്ച മൈക്കിൾ സ്നേഹയോട് ചോദിച്ചു, ആ ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറി തിരഞ്ഞെടുത്തത് സ്നേഹയായിരുന്നു അല്ലേ? വാർഡൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ച് വാശി പിടിച്ചിട്ടാണ് സ്നേഹ 14-ാം നമ്പർ മുറി സ്വന്തമാക്കിയതെന്നറിഞ്ഞു. അതെന്തിനായിരുന്നു? മൈക്കിളിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ സ്നേഹ നന്നായി വിയർത്തു. സ്നേഹയുടെ പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ആ സമയം അയാൾ അവളുടെ കയ്യിലെ പൂജിച്ച് കിട്ടിയ ചരട് നോക്കുന്ന പോലെ കൈകളിൽ പിടിച്ചു. ഇല്ല, ഞാൻ വാശിയൊന്നും പിടിച്ചില്ല. 14-ാം നമ്പർ മുറി നല്ല കാറ്റും വെളിച്ചവുമുള്ള മുറിയായിരുന്നു. അതിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചോദിച്ചത്. സ്നേഹ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ മൈക്കിളിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ഐ കോണ്ടാക്റ്റും ബോഡി ലാംഗ്വേജിലും അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കള്ളം. ആ മുറി വേണമെന്ന് പറഞ്ഞ് വാർഡനോട് സ്നേഹ കയർത്ത് സംസാരിച്ചു. മാത്രവുമല്ല, കൂടെ റൂംമേറ്റ്സായി വേണ്ടത് ദിവ്യ, മിയ, അലീന ആണെന്നും പറഞ്ഞിരുന്നു. ഒടുവിൽ വാർഡൻ സമ്മതിക്കാതെ വന്നപ്പോൾ സ്നേഹ തൻ്റെ അമ്മാവനായ MLA വിളിച്ചു പറഞ്ഞു. റൈറ്റ്. അമ്മാൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം ആ റൂമും കിട്ടി. കൂടെ അവർ 3 പേരെയും. കൂട്ടുകാരായ നമുക്ക് 4 പേർക്കും ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തത്. പക്ഷേ 14-ാം നമ്പർ റൂം തന്നെ എടുക്കണമെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. ആര്? സ്നേഹയുടെ വീട്ടിൽ നിന്നും അതിവേഗത്തിൽ വാഹനമെടുത്ത അയാൾ അലീനയുടെ വീട്ടിലേക്ക് തിരിച്ചു. രാത്രിയോടെ മൈക്കിൾ അലീനയുടെ വീട്ടിലെത്തി. ഒരു നാട് മുഴുവനും ഉണർന്നിരുന്നു. ചുറ്റും പോലീസുകാർ. ഇന്ന് രാത്രി എന്തും സംഭവിക്കും.
എല്ലാ ആളൊഴിഞ്ഞ വളവിലും റോഡിലും പോലീസുകാർ കാവൽ നിന്നു. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ചില വീടുകൾ ഉറങ്ങിയിരുന്നു. ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുന്ന വീട്ടുകാരും പേടിച്ചു വിറച്ചിരിക്കുന്ന അലീനയും. 1 മണിയായപ്പോഴേക്കും കൺട്രോൾ റൂമിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. വടക്കാഞ്ചേരിക്കടുത്തൊരു വീടിന് തീ പിടിച്ചിരിക്കുന്നു. കുറച്ചു പോലീസുകാരെ അവിടെ നിർത്തിച്ച് ബാക്കി പോലീസുകാരുടെ സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ SB ഓർഡർ ഇട്ടു. കുറച്ചു പോലീസിനെ അവിടെ നിർത്തിച്ച് ബാക്കിയുള്ളവർ തിരിച്ചു. അതൊരു അപായ സൂചനയായിട്ടാണ് മൈക്കിളിന് തോന്നിയത്. പോലീസുകാർ മടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ പ്രദേശമാകെ കറണ്ട് കട്ടായി. പിന്നെ കേട്ടത് ദൂരത്ത് നിന്ന് നിലവിളിയാണ്. അതാ 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 അയാൾ! നിലവിളി കേട്ട് എല്ലാവരും ഉണർന്നു. മൈക്കിൾ അലീനയുടെ വാതിലടച്ച് പുറത്തിറങ്ങി. പോലീസുകാർ അലീനയുടെ വീടിന് ചുറ്റും കൂടി നിന്നു. നാട്ടുകാരിൽ ചിലർ റോഡിലൂടെ വടിയും കത്തിയുമായി ഓടിപ്പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു, സാറേ, ആ അജ്ഞാത രൂപം അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ട് സാർ, ഇരുട്ടിൽ കണ്ടു ആ രൂപം. നാട്ടുകാർ പരിഭ്രാന്തിയിൽ ഓടി നടന്നു. സംഭവം അറിഞ്ഞ് DCP ഹേമ മാഡം അടുത്തുള്ള മറ്റൊരു സ്റ്റേഷനിലെ പോലീസുകാരെ ആ പ്രദേശത്തേക്ക് അയച്ചു. ആർക്കും പിടികൊടുക്കാതെ ആ അജ്ഞാത രൂപം എവിടേക്ക് ഓടിമറഞ്ഞു. സമയം പുലർച്ചെ 4 മണിയായപ്പോഴേക്ക് ഹേമ മാഡത്തിനൊരു കോൾ വന്നു. പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ നിന്നായിരുന്നു. വാട്ട്? മാഡം ബോഡി ഐഡന്റിഫൈ ചെയ്തു. സ്നേഹ എന്ന പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഷീറ്റ്! കൊലയാളി അജ്ഞാത രൂപമാണെന്ന് കരുതി അലീനയുടെ വീടിന് ചുറ്റും പോലീസ് കാവൽ നിന്നപ്പോൾ യാതൊരു അപകട സൂചനയുമില്ലാത്ത പെരിന്തൽമണ്ണയിലെ ആ തറവാട്ടിലാണ് നിഷ്ഠൂരമായ കൃത്യം അരങ്ങേറിയത്. തെറ്റിദ്ധരിക്കപ്പെട്ടത് പോലീസോ അതോ തെറ്റിദ്ധരിപ്പിച്ചതോ? അങ്ങനെയെങ്കിൽ ആ ഇരുട്ടിൽ ഓടിമറയുന്ന അജ്ഞാതൻ ആര്? മൈക്കിളും പോലീസ് സംഘവും സ്നേഹയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ തറവാടിന്റെ പറമ്പിലെ മരച്ചില്ലകളിൽ നിന്ന് ചില പക്ഷികൾ കൂട്ടത്തോടെ കരഞ്ഞുകൊണ്ട് ദൂരേക്ക് പറന്നു പോകുന്നത് കണ്ടു. ഓടി കണ്ടതും ഹേമ മാഡം പുറത്തേക്ക് ഓടി. പിന്നാലെ മൈക്കിൾ അകത്തേക്ക് ചെന്ന് നോക്കി. മുൻപ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആ കൊലപാതകം. ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി വീട്ടിലെ ഫ്രിഡ്ജിൽ കവറിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ആ കാഴ്ച കണ്ടതോടെ മൈക്കിളും പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ സ്നേഹയുടെ ഏട്ടന്റെ ഭാര്യ ദേവുവും കാര്യസ്ഥനും പിന്നെ പ്രായമായ വല്യമ്മാമിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ദാരുണ ദൃശ്യത്തിന്റെ ഏക സാക്ഷിയായിരുന്നു ദേവു. അവളിപ്പോൾ ആശുപത്രിയിലാണ്. ആ ഷോക്കിൽ അവൾക്ക് ബോധക്ഷയമുണ്ടായി. ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ. വീട്ടിലെ കാര്യസ്ഥൻ പറഞ്ഞത്, ഇളയച്ചന്റെ മകൻ രാമുവിന്റെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് വേണ്ടി എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. മോളും അവളുടെ ചേട്ടന്റെ ഭാര്യ ദേവക്കുഞ്ഞും വല്യമ്മാമിയും ഞാനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സന്ധ്യ കഴിഞ്ഞിട്ടും ആരും വരാതെയായപ്പോൾ ഞാൻ വിളിച്ചു നോക്കി. രാമുവിന്റെ ഭാര്യ തല ചുറ്റി വീണതുകൊണ്ട് എല്ലാവരും ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. ഇത്തിരി വൈകുമെന്ന് പറഞ്ഞു. എന്നിട്ട് 10 മണിയായിട്ടും അവർ വന്നില്ല. ഞാൻ പശുക്കൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കുവാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി. വെള്ളം കൊടുത്തൊരു സിഗരറ്റ് വലിച്ച് നിന്നപ്പോഴാണ് പുറകുവശത്തെ വാഴത്തോപ്പിൽ കൂടെ ആരും ഇരുട്ടിൽ നടക്കുന്നത് കണ്ടത്. ഞാൻ കുറച്ചു മാറി നിന്നിട്ട് നോക്കി. കറുത്ത സാരി എടുത്തിട്ടുള്ള ഒരു രൂപം. മരിച്ച നങ്ങേലിയുടെ പ്രേതം തറവാടിന്റെ പറമ്പിൽ കൂടെ വെള്ളിയാഴ്ച നടക്കാറുള്ള കാര്യം വാര്യത്തെ ഗോപി പറഞ്ഞതായിട്ട് ഞാൻ ഓർത്തു. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് കളപ്പുരയിലേക്ക് പോയി. അപ്പോൾ ആരോ എൻ്റെ തലക്കടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അയാൾ പൊട്ടിക്കരഞ്ഞു. ഷോക്കിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്ന ദേവുവിന് പിന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അന്ന് നടന്നത് എഴുതി കാണിക്കാൻ പറ്റുമോ എന്ന് മൈക്കിളും ഹേമ മാഡവും ചോദിച്ചു. സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ സഹായത്തോടെ മൈക്കിൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അവൾ പറഞ്ഞത് 10 മണി കഴിഞ്ഞ് അവൾ ലൈറ്റ് അണച്ചു കിടന്നു. മുകളിലത്തെ മുറിയിലായിരുന്നു അവർ കിടന്നത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മേൽക്കൂരയിൽ നിന്നും ഓടിളകുന്നത് കണ്ട് പൊടുന്നനെ അവർ കിടന്നിരുന്ന ബെഡിൽ ഒരു വലിയ പാമ്പ് വീണു. അത് സ്നേഹയുടെയും ദേവുവിൻ്റെയും ദേഹത്ത് വീണതും അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്നാൽ നിലവിളി പുറത്തു വന്നില്ല. പുറകുവശത്തൂടെ ഒരു കൂർത്ത നഖം പോലുള്ള 2 കൈകൾ വന്ന് അവരുടെ വാ പൊത്തിപ്പിടിച്ചു. ദേവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു 6 അടി പൊക്കത്തിൽ മൃഗത്തിന്റെ മുഖമുള്ള ഒരു രൂപത്തെയാണ്. അതിന്റെ കാലുകൾ നിലത്ത് തട്ടാത്ത രീതിയിലായിരുന്നു. ചോര കുടിച്ച് കറ പിടിച്ച ചുവന്ന പല്ലുകൾ കൊണ്ട് അതവരെ നോക്കി ചിരിച്ചു. കറുത്തു കുഴിഞ്ഞിരിക്കുന്ന കണ്ണുകൾ, തൊലിയില്ലാത്ത മാംസത്തിൽ പുഴുവരിക്കുന്ന പോലെയുള്ള മുഖം, ഒരു ഭീകര രൂപം. അത് ദേവുവിന്റെ കാലിലും കയ്യിലും കാടുകളിൽ മാത്രം കാണുന്ന ഏതോ മരത്തിന്റെ വേരുകൊണ്ട് കെട്ടിയിട്ടു. കയ്യിലുള്ള നഖം കൊണ്ട് ദേവുവിന്റെ തൊണ്ടയിലേക്കിട്ടു. പിന്നെ അവൾക്കൊന്നും നിലവിളിക്കാൻ പോലും പറ്റിയില്ല. നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ രൂപം സ്നേഹയുടെ കഴുത്തിൽ പിടിച്ചു. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി കളഞ്ഞ ശേഷം ആ കൂർത്ത നഖം കൊണ്ട് അവളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. താഴെ വീണുപിടഞ്ഞ് അവളുടെ മുടിയിലേക്ക് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന സ്നേഹയുടെ കഴുത്തിൽ ആ ഭീകര രൂപം കടിച്ചു. പിന്നെ ആ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഡോക്ടർ, ഇനി ഇവർ ഇപ്പോഴൊന്നും ഉണരില്ലേ? മൈക്കിൾ, നമുക്ക് കുറേ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇങ്ങനൊരു കേസ് ആദ്യമായിട്ടാണ്. ഡോക്ടർ, ഇത്തരം കേസുകളും നമുക്കും ആദ്യമായിട്ടാണ്. നിങ്ങൾ ഭയപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഭയപ്പെടരുത്, വരൂ. ഡോക്ടർ, എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? മൈക്കിൾ, ഞാൻ പണ്ട് ഫ്രാൻസിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരു കേസ് അവിടെയും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേര് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതും ഇതുപോലൊരു പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു. അതിന് ഏക സാക്ഷിയായത് ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു.
അവളുടെ അവസ്ഥ ഈ ദേവുവിൻ്റെ അവസ്ഥ പോലെയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി ഡോക്ടർ? ആ കൊല മുഴുവനും നടത്തിയത് ആ കുടുംബത്തിലെ ഏക മകനായ 14 വയസ്സുള്ള ഡേവിഡ് എന്ന പ്രായപൂർത്തിയാവാത്ത പയ്യൻ. എങ്ങനെ? സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗമായിരുന്നു ആ പയ്യന്. ഒരു വശത്ത് ആക്രോശവും പരാക്രമവുമായി കൂടെയുള്ളവരെ വിരളി പിടിപ്പിക്കുന്നവൻ, മറ്റൊരു ഭാഗത്ത് ആരോടും ഒന്നും സംസാരിക്കാതെ ശാന്തനായി ഒതുങ്ങിക്കൂടുന്നവൻ. രണ്ടും ഒരേ രോഗത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. സ്കീസോഫ്രീനിയ എന്ന ഉന്മാദ രോഗത്തിന് രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ, ഒന്നോ രണ്ടോ മുഖങ്ങളല്ല, 1000 മുഖങ്ങളും സ്വഭാവമുള്ള ഉന്മാദാവസ്ഥയാണ് സ്കീസോഫ്രീനിയ. മൈക്കിളിനോടത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ. ഭ്രാന്തനാണ് എന്ന് വീട്ടുകാർ പറഞ്ഞു പറഞ്ഞ് അവനെ വീടിനുള്ളിലെ ഒറ്റമുറിയിൽ പൂട്ടിയിട്ടു. മാനസികമായും ശാരീരികമായും അവനെ എല്ലാവരും ഉപദ്രവിച്ചു. ഒടുവിൽ സഹിക്കാൻ പറ്റാതെയായപ്പോൾ അവൻ എല്ലാവരെയും കൊന്നു. ഒരു 14 വയസ്സുള്ള പയ്യനാണ് ആ കൊല മുഴുവനും ചെയ്തതെന്ന് വിശ്വസിക്കാൻ പോലീസിനോ ഇന്റർപോളിനോ പോലും കഴിഞ്ഞില്ല. കാരണം ഒരു അമാനുഷികത കാണിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ സ്കീസോഫ്രീനിയ അസുഖത്തിൻ്റെ സിംറ്റംസ് അവൻ്റെ ശരീരത്തിൽ പ്രകടമായത് അത്തരമൊരു അമാനുഷികതയായിരുന്നു. ഈ കേസിൽ ഞാൻ അത്തരമൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. മൈക്കിൾ, നിങ്ങളുടെ സംശയങ്ങൾ ശരിയാണ്. ഡോക്ടറുടെ സംശയങ്ങൾ കേട്ട ശേഷം DCP ഹേമ മേഡവും മൈക്കിളും പോയത് ഫോറൻസിക് സർജനെ കാണാനായിരുന്നു. മുൻപ് ചെയ്ത കൊലപാതകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ കൊല നടത്തിയത്. മുൻപത്തെ കൊലപാതകങ്ങളിൽ കഴുത്തിനേറ്റ ഒരു ആഴത്തിലുള്ള മുറിവ് അതുമൂലമുണ്ടായ മരണമായിരുന്നുവെങ്കിൽ ഇത് അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ കൂർത്ത നഖം കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചതിന് ശേഷം കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും പിന്നീട് ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ വെട്ടി നുറുക്കുകയുമായിരുന്നു. പിന്നീട് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചു. മുൻപത്തെ കൊലപാതകങ്ങളിൽ നമുക്ക് തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും ഇതിൽ നമുക്ക് തെളിവുകളുണ്ട് മാഡം. ദേവുവിൻ്റെയും സ്നേഹയുടേതുമല്ലാതെ ഒരു മുടി ആ മുറിക്കുള്ളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സ്ത്രീയുടേതാണ്. കൂടാതെ 2 പേരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലുകൾ നിലത്ത് കുത്തിയിരുന്നില്ല എന്ന് ദേവ് പറഞ്ഞെങ്കിലും ഒരു ചെറിയ പാടുകൾ മുറിക്കുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പാടുകൾ പരിശോധിച്ചപ്പോൾ മുറ്റത്തെ ചെളിയും പശുവിൻ്റെ ചാണകത്തിൻ്റെയും അംശങ്ങളും അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം പറയാനുള്ളത് ആ കൂർത്ത നഖം കൊണ്ടുണ്ടാക്കിയ മുറിവിൽ ഒരു പോയിസൺ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്, ഒരു വിഷാംശം. ഈ വിഷാംശം സാധാരണയായി കാട്ടുവാസികൾക്കിടയിൽ കാണാറുള്ളതാണ്. അവരുടെ അമ്പയത്തിൽ അവർ ഈ വിഷം പുരട്ടാറുണ്ട്. വേറെ ഫിംഗർ പ്രിൻ്റ് ഇല്ല, പക്ഷെ മൈക്കിൾ, നഖങ്ങളുടെ പാടുകൾ കാണാം എല്ലായിടത്തും. തിങ്ക് മാനിപ്പുലേഷൻ. ഇതൊക്കെ കൃത്രിമമായി ചെയ്തു വച്ചതാണോ എന്നൊരു തോന്നൽ. നോ മാഡം. മൈക്കിൾ, ഇനിയൊരു പക്ഷേ ഈ കൊലപാതകം ചെയ്തത് മറ്റാരെങ്കിലും ആയിരിക്കുമോ? നോ മാഡം, എല്ലാം ഒരാൾ തന്നെ. പക്ഷേ മുൻപത്തെ കൊലപാതകങ്ങളെ അപേക്ഷിച്ച് ഇതിൽ തെളിവുകൾ ഏറെയാണ്. വിച്ച് മീൻസ് ബാക്കി 2 പേരേക്കാൾ കൂടുതൽ ദേഷ്യവും പ്രതികാരവും കൊലയാളിക്ക് ഈ സ്നേഹയുടെ അടുത്തായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അതിശ്രദ്ധയോടെ തെളിവുകൾ തരാതെ ബാക്കി 2 കൊലപാതകങ്ങളും ചെയ്ത അവർക്ക് ഇവിടെ തെറ്റുകൾ പറ്റിയത്. മൈക്കിൾ എന്താണ് പറഞ്ഞു വരുന്നത്? മാഡം, സ്നേഹയെ കൊലപ്പെടുത്തുമ്പോൾ കൊലയാളിയുടെ മനോനില തെറ്റിയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവിടുത്തെ അത്തരം തെളിവുകൾ നമുക്കായി അവശേഷിച്ചത്. ബാക്കി നമുക്ക് ഓഫീസിൽ ചെന്ന് സംസാരിക്കാം. മൈക്കിൾ, അവിടെ ഹോസ്റ്റലിൽ നിന്നും കുറച്ച് പെൺകുട്ടികളും വന്നിട്ടുണ്ട്. വണ്ടിയെടുത്ത് അവർ സ്റ്റേഷനിലെത്തി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മാഡം, കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി ഹോസ്റ്റലിൽ അസാധാരണമായ ചില ശബ്ദങ്ങളും ബഹളങ്ങളും കേട്ടിരുന്നു. ഹോസ്റ്റലിൻ്റെ പുറകുവശത്തെ കുറ്റിക്കാട്ടിലൂടെ ആരോ നടക്കുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് തോന്നിയതാവും. അല്ല മാഡം, അത് ഗെയിം കളിച്ചതിൻ്റെ പിന്നെ ഈ മരണവാർത്തയും കൂടെ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ സമാധാനം പോയതാണ്. മാത്രവുമല്ല, രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ വരാന്തയിൽ കൂടെ ആരോ നടക്കുന്ന പോലെയും ഓടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പേടിച്ചിട്ട് ഞങ്ങളാരും പുറത്തിറങ്ങാറില്ല. മാഡം, അലീനയും കൂട്ടുകാരികളും തിരഞ്ഞെടുത്ത ആ 14-ാം നമ്പർ മുറിയിൽ മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ മുറിയിൽ വെച്ചിട്ടാണ് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഗെയിം അവർ കളിച്ചത്. ഏത് പെൺകുട്ടിയാണ് മരിച്ചത്? ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? വാർഡൻ. മൈക്കിൾ, ഈ കുട്ടികൾ പറയുന്ന പോലെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഗെയിം, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഈ ഓജോ ബോർഡ് പോലുള്ള ഗെയിമൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വലിയ കുട്ടികളല്ലേ? PG സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ പേടിച്ചാലോ? ഈ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്ന ഗെയിം ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഓജോ ബോർഡ് കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? ഹോസ്റ്റലിലേക്ക് ഓജോ ബോർഡ് കളിച്ച് പ്രേതത്തെ വിളിച്ചു വരുത്തിയെന്നും പിന്നെ അതിനെ തിരിച്ചുവിടാൻ പറ്റിയില്ല, അത് അവരുടെ ഉള്ളിൽ കയറി അവർ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെയുള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? റിയലി ഇതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് ക്ലിയർലി അത് തെളിയിക്കപ്പെട്ടതാണ്. സയൻറ്റിഫിക്കലി പ്രൂഫ് ചെയ്ത കാര്യമാണ്. അതേക്കുറിച്ച് ഇനി സംസാരമില്ല. ഇപ്പോഴും ചിലർ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തോ റിയൽ സൈക്കിക് എന്തോ സംഭവമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. സാർ, പക്ഷേ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. പിന്നെ സാർ പറയുന്ന ഇഡിയോ മോട്ടോ റെസ്പോൺസ് അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഫോണില്ലേ, ഗൂഗിൾ നോക്ക്. ഇഡിയോ മോട്ടോർ റെസ്പോൺസ് പ്രകാരം ഉപബോധ മനസ്സാണ് നമ്മളറിയാതെ ഓജോ ചെയ്യുന്ന സമയത്ത് വിരലുകൾ ചലിപ്പിക്കുന്നത്. അതായത് കളിക്കുന്നവർ തന്നെ.
പക്ഷേ ഇപ്പോഴും UFO പോലുള്ള, അതായത് ഈ അജ്ഞാതമായ പറക്കുന്ന സാധനം, അങ്ങനെയുള്ള എനർജി ഈ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണത്. പല ക്ലിയർ ഫോട്ടോസ് ഉപയോഗിച്ച് പലതും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ബോഡിയിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുന്നത് ഇതേപോലെ ഫോട്ടോയിൽ പതിഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടു കാണും. നമ്മൾ അതേക്കുറിച്ചുള്ള സംസാരം തുടർന്നിട്ട് കാര്യമില്ല. ഞാനിതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ ഭയം വേണ്ട എന്ന് വച്ചിട്ടാണ്. നിങ്ങളുടെ ജീവനൊരു ആപത്തും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. പെൺകുട്ടികൾ പോയപ്പോൾ മൈക്കിൾ മേഡത്തിനോട് പറഞ്ഞത്, മേഡം, അന്ന് സ്നേഹയെ കാണാൻ ഞാൻ പോയിരുന്നല്ലോ. അന്ന് സ്നേഹ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? 14 നമ്പർ മുറിയെടുക്കാൻ സ്നേഹയെ നിർബന്ധിച്ചതാണ്. ആര്? അത് ഞാൻ പറയാം മേഡം. അതിനു മുമ്പ് നമുക്ക് അലീനയെ ഒന്ന് കാണണം. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ മൈക്കിളും DCPയും അലീനയുടെ വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കാതെ ടെൻഷനടിച്ച് ഉരുകി തീർന്ന അലീനയുടെ രൂപം അത്യന്തം ദയനീയമായിരുന്നു. ഏതു സമയവും പേടിച്ചിരിക്കുന്ന അവസ്ഥ. കൂട്ടുകാരികളായ 3 പേരുടെയും ഭയപ്പെടുത്തുന്ന മരണവാർത്ത അവളെ വേട്ടയാടിയിരുന്നു. ഇനി അലീന മാത്രമാണ് ബാക്കി. സുരേഷ്, പിന്നീട് എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിരുന്നോ? ഇല്ല മേഡം, പിന്നീട് അങ്ങനെ ഒരു രൂപത്തെയോ അജ്ഞാതനെയോ ഈ നാട്ടുകാരും കണ്ടില്ല. സ്ഥിതി ശാന്തം. പക്ഷേ ഇനി വരാനിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ച കൂട്ടുകാരികളിൽ ബാക്കിയായ ഒരാൾ മാത്രം അലീന. എന്തും സംഭവിക്കാം. അലീനയോട് സംസാരിച്ച ശേഷം മൈക്കിൾ വണ്ടിയും എടുത്തു പോയി. വേറെ അസാധാരണമായ സംഭവങ്ങളൊന്നും അരങ്ങേറാത്തതുകൊണ്ട് പോലീസ് അവിടെയുള്ള പരിശോധന നിർത്തി തിരിച്ചുപോയി. പിന്നീട് 2-3 പോലീസുകാർ മാത്രം അലീനയുടെ വീടിനടുത്ത് പൂട്ടിയിട്ട കടയിൽ കാവൽ നിന്നു. അലീനയുടെ ചേച്ചി സെലിൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ എല്ലാവരെയും ഭയം പിടികൂടി. പ്രാർത്ഥനയുമായി അലീനയും ചാച്ചനും അമ്മച്ചിയും കുട്ടികളെയൊക്കെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. അറിഞ്ഞോ പള്ളിയിലെ കപ്പയാര് വീട്ടിലേക്ക് ഓടി വരുന്നത് കണ്ടിട്ട് ചാച്ചനൊക്കെ പുറത്തേക്ക് ഇറങ്ങി. എന്താ കപ്പയാര്, രാവിലെ തന്നെ പള്ളിയിൽ എന്തെങ്കിലും? പത്രം വായിച്ചില്ലേ? ആദ്യം മരിച്ച പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള പൊട്ടക്കിണറ്റിൽ ഒരു ശവം കണ്ടുവന്ന്. ജീർണിച്ച് പുഴുക്കൾ അരിച്ചിരുന്നു. അങ്ങനെയാണ് കേട്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കപ്പ്യാര് പറഞ്ഞത് കേട്ട് എല്ലാവരും ഭയപ്പെട്ടു. മോളെവിടെ അലീന? എന്താ ചാച്ചാ? ഒന്നുമില്ല മോളെ, മോള് പോയി കിടന്നോളൂ. സെലിൻ കൂടെ ചെല്ല്. മോളോടൊന്നും പറയണ്ട. ഇത് ആരാണാവോ? കൂട്ടുകാരികളിൽ ആദ്യം മരിച്ച ദിവ്യയുടെ വീടിനടുത്തുള്ള ശവപ്പറമ്പിലെ പൊട്ടക്കിണറ്റിലാണ് ഒരു ശവം കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും പോലീസുകാരും സ്ഥലത്തെത്തി. സംഭവത്തിനൊരു ദൃക്സാക്ഷിയും ഉണ്ടെന്ന് പറഞ്ഞു. ആരാടോ ആ കാഴ്ച കണ്ടത്? അയാളെ ഇങ്ങോട്ട് വിളിക്കേ. ഞാനാണ് സാർ. എന്താണ് നിന്റെ പേര്? ചന്ദ്രൻ എന്നാണ് സാറേ. എന്താ നിന്റെ പണി? നീ എന്താ കണ്ടത്? കൃഷി ചെയ്ത് വിളവെടുത്ത സാധനങ്ങൾ ടൗണിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് വരുന്ന വഴിയായിരുന്നു സാറേ. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ചെറിയ കാറ്റും ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. കവല വരെ ഒരു ലോറി കിട്ടി. പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഒരു ബീഡി കത്തിച്ച് നടന്നു വരുമ്പോഴാണ് ഇരുട്ടിൽ റോഡിൻ്റെ ഒരു വശത്തുകൂടെ കറുത്ത കോട്ടിട്ട് ഒരാൾ നടന്നു പോകുന്നത് കണ്ടത്. ഞാൻ ആരാ എന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. ഞാനും വേഗത്തിൽ മുന്നോട്ട് നടന്നു. ആ വളവ് കഴിഞ്ഞപ്പോൾ പിന്നെ അയാളെ കാണുന്നില്ല. ഞാൻ ചുറ്റും നോക്കി. അപ്പോഴാണ് നേരത്തെ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടത്. മിന്നലിൻ്റെ വെളിച്ചത്തിൽ ശരിക്കും കാണാമായിരുന്നു. കറുത്ത തലയിലൂടെ മൂടിയ കോട്ടിട്ട ഒരാൾ. ഞാൻ കുറച്ചൊന്ന് മാറി ഇടവഴിയിലെ ചെമ്പരത്തിച്ചെടിയുടെ ചുവട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോട്ടിട്ട രൂപം എൻ്റെ മുന്നിൽ വന്നു നിന്ന് ചിരിക്കുന്നു. ഞാൻ അയ്യോ എന്ന് നിലവിളിച്ചു. സാർ, അതൊരു പെണ്ണായിരുന്നു സാർ. മരിച്ച ദിവ്യക്കുഞ്ഞിൻ്റെ പ്രേതം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീളമുള്ള മുടിയുണ്ടായിരുന്നു. നല്ല വെളുത്തു തിളങ്ങുന്ന മുഖമായിരുന്നു. ഞാൻ നിലത്ത് വീണ് അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അതിൻ്റെ പുറകെ തന്നെ വരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. വീട്ടിലെത്തിയ ഞാൻ കതകിൽ തട്ടി വിളിച്ചു. ഭാര്യ വാതിൽ തുറന്നു തന്നു. അകത്ത് കയറി കുറച്ച് വെള്ളം കുടിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഞാൻ കണ്ട കാഴ്ച ഭാര്യയോട് പറഞ്ഞു. അവൾ വിശ്വസിച്ചില്ല. അവൾ അകത്തുപോയി കിടന്നു. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ജനാലയിൽ കൂടെ നോക്കിയാൽ ദൂരെ ആ റോഡും മരിച്ച പെൺകുട്ടിയുടെ വീടും ആ ശവപ്പറമ്പും കാണാം. ഞാൻ മുകളിൽ കയറി ജനാലയിൽ കൂടെ ദൂരേക്ക് നോക്കി. ചെറിയ മിന്നലിൻ്റെ വെളിച്ചമൊഴിച്ചാൽ എങ്ങും ഇരുട്ട് തന്നെ. അപ്പോഴാണ് ദിവ്യക്കുഞ്ഞിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു വെള്ളപ്പുക ഉയരുന്നത് ഞാൻ കണ്ടത്. അതൊരു പുകപടലം പോലെ നടന്നു പോകുന്ന പോലെ കണ്ടു. പിന്നീട് ഞാൻ കണ്ടത് റോഡിൽ കൂടെ ആ കോട്ടിട്ട രൂപം നടക്കുന്നതായിട്ടാണ്. അതാ ശവപ്പറമ്പിലേക്കാണ് പോയത്. ശവപ്പറമ്പിലെ പൊട്ടക്കിണറ്റിനരികെ പോയി നിന്ന ആ പ്രേതം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇതാണ് സാറേ ഞാൻ കണ്ടത്. പിന്നെയാണ് രാവിലെ പുഴിവരിച്ച ശവം ആ പൊട്ടക്കിണറ്റിൽ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞത്. മറ്റൊന്നും എനിക്കറിയില്ല. സുരേഷ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തോ? നോ മാഡം. ഈ പ്രദേശത്ത് ഇതുവരെ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ആരുടെയാണെന്ന് തിരിച്ചറിയാനും പറ്റുന്നില്ല. ആ ദൃക്സാക്ഷി എന്ത് പറയുന്നു? അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. ദിവ്യയുടെ പ്രേതം ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നൊരു വാർത്ത നാട്ടിലാകെ പരന്നു. ചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞു കണ്ടത് ദിവ്യക്കൊച്ചിനെ തന്നെയാണെന്ന്. ആഗ്രഹം തീരാതെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുമെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അവർ പറഞ്ഞത് മരിച്ചിട്ട് കുറേ ദിവസമായിരിക്കുന്നു. ദേഹം പുഴുവരിച്ചിരിക്കുന്നു. പ്രായം ഏതാണ്ട് 24 വയസ്സ് കാണും.
മൃതദേഹം ഒരു പെൺകുട്ടിയുടെ ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ പറയാം എന്ന് പറഞ്ഞു. മൈക്കിൾ എവിടെ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, സ്വിച്ച്ഡ് ഓഫ് ആണല്ലോ. അയാൾ എവിടെയാ പോയത്? ഹേമ മാഡം ചോദിച്ചു. പക്ഷെ മൈക്കിൾ എവിടെ പോയതെന്ന് ആർക്കും അറിയില്ല. സുരേഷ്, ഇത് ഏതാണ് ഈ പെൺകുട്ടി? അറിയില്ല മാഡം. ഇത് അലീനയിൽ അവസാനിക്കില്ലേ? അതോ ഇവർ 4 പേരുമല്ലാതെ വേറെ പെൺകുട്ടികളുണ്ടോ? എല്ലാം ചെയ്തത് പ്രേതമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ സംഭവം കൂടെ കഴിഞ്ഞപ്പോൾ പ്രേതമാണ് ചെയ്യുന്നതെന്ന് അഭ്യൂഹങ്ങൾ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു വരുത്തുന്നു. സുരേഷ്, ഹോസ്റ്റലിൽ അന്വേഷിക്കണം. ഏതെങ്കിലും പെണ്ണ് മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നറിയണം. ഇന്ന് ഫ്രൈഡേ ആണ്. അലീനയുടെ വീട്ടിൽ ഫോഴ്സ് പോകണം. അലീനയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നു. വാതിലും ജനലുമൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും കിടന്നു. അജ്ഞാത രൂപത്തിൻ്റെ ശല്യം ആ ദിവസമല്ലാതെ പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരൻ നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങി. അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നീട് ഒരു തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ശല്യവും ആ നാട്ടിലില്ലായിരുന്നു. കിടക്കാൻ നേരം ഒന്ന് മേല് കഴുകുന്ന ശീലം സെലിനുണ്ടായിരുന്നു. സെലിൻ മേല് കഴുകാനായി പോയി. ആ സമയം അലീന മാത്രമായിരുന്നു മുറിയിലുണ്ടായിരുന്നത്. മേല് കഴുകി സെലിൻ അകത്തേക്ക് വന്നു. ആ, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഉറങ്ങിക്കോ. എന്താണ്, തണുക്കുന്നുണ്ടോ? തലയിൽ കൂടെ പുതച്ചുറങ്ങുന്നു. സെലിൻ മുൻവശത്തെയും പിൻവശത്തെയും ഒക്കെ ലൈറ്റ് അണച്ചു വന്ന് കിടന്നു. ഡി അലീന, വെള്ളം വേണമെങ്കിൽ പറയണം കേട്ടോ. എന്തൊരു ഉറക്കമാടി നീ. സെലി അതും പറഞ്ഞ് പ്രാർത്ഥിച്ചു കിടന്നു. രാത്രി 2 മണിയായപ്പോൾ സെലിൻ ഒന്ന് ഞെട്ടി ഉണർന്നു. അലീന നല്ല ഉറക്കമാണ്. സെലിൻ വീണ്ടും കണ്ണടച്ചു കിടന്നു. പട്ടി ഓരിയിടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു കിടന്നു. നാശം, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. സെലിൻ വീണ്ടും കണ്ണടച്ചപ്പോൾ ജനാലയുടെ മുന്നിൽ നിന്നും ഒരു ശബ്ദം. ആരാ? സെലിൻ്റെ ചോദ്യത്തിനു ശേഷം ഒരു ശബ്ദവുമില്ല. അവൾ വീണ്ടും കണ്ണടച്ചു കിടന്നു. വീണ്ടും ആ ശബ്ദത്തോടൊപ്പം ഭയപ്പെടുത്തുന്ന ഒരു ചിരിയും സെലിൻ കേട്ടു. സെലിൻ എഴുന്നേറ്റിരുന്നപ്പോൾ ഒരു വലിയ രൂപം ജനാലയ്ക്ക് പുറകിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. സെലിൻ അലീന കിടക്കുന്ന ബെഡിൽ കൈവച്ചു. അലീന എന്ന് വിളിച്ചുകൊണ്ട് പുതപ്പെടുത്തു മാറ്റി. അപ്പച്ച! മോളെ, എന്താ മോളെ? അപ്പച്ച, അലീനയെ കാണുന്നില്ല. എല്ലാവരും ഉണർന്നു വന്ന് നോക്കി. അലീന കിടന്നിടത്ത് ഒരു വെള്ള പുതച്ച പേടിപ്പെടുത്തുന്ന ഒരു പ്രതിമ. രാവിലെ തന്നെ പോലീസും സംഘവും വന്ന് അന്വേഷണം ആരംഭിച്ചു. അവർ വീടും പരിസരവും അരിച്ചു പെറുക്കി. ഒരു വിവരവും കിട്ടാനില്ല. അടുത്തുള്ള വീടുകളിലെ കിണറ്റിലും മാറ്റിലും തോട്ടിലൊക്കെ തപ്പി, കിട്ടിയില്ല. വൈകുന്നേരത്തോടെ അലീനയുടെ വീടിനടുത്തുള്ള കാട്ടിൽ തേനെടുക്കാൻ പോയ ആളുകൾ ഓടി വന്ന് പറഞ്ഞു, സാറേ അവിടെ അവിടെ. പോലീസുകാരും നാട്ടുകാരും കാടിൻ്റെ ഉള്ളിലേക്ക് ഓടി. കാട്ടിനുള്ളിൽ ഒരു ശവം കത്തിച്ച നിലയിൽ കണ്ടു. അവർ ചെന്നപ്പോഴേക്കും പുക ഉണ്ടായിരുന്നു. പാതി വെന്ത രീതിയിലായിരുന്നു ശവം കണ്ടത്. അയ്യോ മോളെ എന്ന് വിളിച്ചു ഓടി വന്ന അലീനയുടെ അപ്പച്ചനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അയാൾ അടുത്ത് ചെന്ന് മോളെ എന്ന് വിളിച്ച് അതെടുക്കാൻ ശ്രമിക്കവേ ഉടൽ വേറിയായി, കൈകൾ തെറിച്ചുപോയി. അയ്യോ അയ്യോ! അലീനയുടെ അപ്പച്ചൻ മനോനില തെറ്റിയ പോലെ ആ കാഴ്ച കണ്ട് മണ്ണിൽ കിടന്നുരുണ്ടു. അയാളെ താങ്ങി പിടിച്ച് ആരൊക്കെയോ കൊണ്ടുപോയി. സുരേഷ്, ആ സ്ത്രീക്ക് എന്തോ പറയാനുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്ക്. യെസ് മേഡം. സാറേ, എൻ്റെ പേര് ചീരമ്മ. ഞാനും 4 മക്കളും ആ കുടിയിലാണ് താമസിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ടു ആ രൂപത്തെ. എങ്ങനെ പറയൂ? ചീരമ്മയുടെ ചെറിയ വീട് ആ ശവം കത്തിക്കരിഞ്ഞെടുത്തു നിന്നും ഒരു 200 മീറ്റർ അകലെയായിരുന്നു. മുന്നിൽ നിറയെ മരങ്ങളുള്ളതുകൊണ്ട് വീട് പകല് പോലും കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു. രാത്രി ഒരു ശബ്ദം കേട്ട് ചീരമ്മ നോക്കി. വല്ല കാട്ടാനയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് ചീരമ്മ നോക്കിയത്. ചീരമ്മ പറഞ്ഞത്, ഇരുട്ടിൽ കാട്ടുപോത്തിൻ്റെ വലിപ്പമുള്ള ഒരു വലിയ രൂപം നടന്നു വരുന്നത് കണ്ടു. തലയിൽ ഒറ്റ കൊമ്പ് മാത്രം കണ്ടു. ഇരുകാലിയാണ്. ആ രൂപത്തിൻ്റെ ചുമലിൽ ഒരാളെ കണ്ടു. അതിനെ താഴെയിട്ട് ആ രൂപം പതക്കെ നടന്നു. പിന്നെ കണ്ടത് വലിയ തീയാണ്. ആ തീയുടെ വെളിച്ചത്തിൽ ചീരമ്മ കണ്ടു ഒറ്റക്കൊമ്പുള്ള മൃഗത്തിൻ്റെ മുഖമുള്ള ആ ഭീകര രൂപത്തെ. അതൊന്ന് തിരിഞ്ഞു നോക്കി ഇരുട്ടിലേക്ക് മെല്ലെ മെല്ലെ നടന്നുപോയി. ചീരമ്മ, കത്തിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നു? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. സുരേഷ്, അപ്പോൾ കൊന്നതിന് ശേഷമാണ് കത്തിച്ചത്. ഇവരെ പറഞ്ഞുവിട്. സാർ, ഞാൻ പറഞ്ഞു തീർന്നില്ല. സുരേഷ്, നിൽക്ക്, അവർക്കെന്തോ പറയാനുണ്ട്. എന്താ ചീരമ്മ? തീ അണയുന്നവരെ ഞാൻ നോക്കി നിന്നിരുന്നു. കുറേ സമയം കഴിഞ്ഞ് തീ അണഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടു. നാം വീണ്ടും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ തീ കത്തിയെടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. അത് മേലെ നോക്കി ഉറക്കെ ചിരിച്ചു. ഞാൻ വീണ്ടും നോക്കി. നിറയെ മുടിയുണ്ടായിരുന്നു. അത് കുറച്ചു ദൂരം നടന്നു പോകുന്നത് കണ്ടു. പിന്നെ വെറും തീയുടെ പുക മാത്രം. എന്താടോ ഇത്? മൈക്കിളിനെ വിളിക്ക്. മൈക്കിൾ, നിങ്ങളിത് എവിടെയാണ്? ഇവിടെ കാര്യങ്ങൾ ഡേഞ്ചറാണ്. മേഡം, ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ മരണവാർത്തയേക്കാൾ വലിയ ഞെട്ടലിലാണ് ഞാൻ. എന്താ മൈക്കിൾ? ആ പെൺകുട്ടികൾ പറഞ്ഞില്ലേ മുൻപ് ആ ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു എന്ന്? യെസ്, പറഞ്ഞിരുന്നു. ആ മരിച്ച പെൺകുട്ടി ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതറിഞ്ഞിട്ടുള്ള ഞെട്ടലിലാണ് ഞാൻ. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ആ ഹോസ്റ്റൽ ഇന്ന് തന്നെ അടച്ചിടാൻ പറയണം. ഒരാളോട് പോലും ആ 14-ാം നമ്പർ മുറിയിൽ കയറരുതെന്നും പറയണം. എന്താ മൈക്കിൾ, ആ പ്രേതത്തിൻ്റെ ഗെയിം സത്യമാണോ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം മേഡം. ശരി. ഹേമ മേഡം ഫോൺ കട്ട് ചെയ്തു. മേഡം. എന്താ സുരേഷ്? സുരേഷ് ധൃതിയിൽ ഹേമ മേഡത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മേഡം, ഇത് അലീനയുടെ ബോഡിയല്ല. വാട്ട്?
എന്താ ഈ പറയുന്നത്? അടുത്ത ദിവസം ശനിയാഴ്ച മൈക്കിൾ DCP ഹേമ മാഡത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത്. മോഹൻ, ആ മെൻ്റലിസ്റ്റ് രാവിലെ തന്നെ ഹേമ മാഡത്തിൻ്റെ വീട്ടിലേക്കാണല്ലോ പോയത്. മാഡം ഉച്ച കഴിഞ്ഞേ വരുള്ളൂ. എന്താടോ അവർ തമ്മിൽ ഇത്ര ഡിസ്കഷൻ? അറിയില്ല സാർ, ഒരുപക്ഷെ കേസിൻ്റെ കാര്യങ്ങളാവും. മൈക്കിളും ഹേമ മാഡവും തമ്മിലുള്ള മീറ്റിംഗ് ഉച്ച കഴിയും വരെ നടന്നു. മൈക്കിൾ, അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത്? യെസ് മാഡം, ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ കൂടി എല്ലാവരും അറിയണം. 3 വർഷങ്ങൾക്ക് മുമ്പ് ആ ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ പേര് ജാനകി, സ്വദേശം കന്യാകുമാരി. അച്ഛൻ തിരുനെൽവേലിക്കാരൻ ഒരു മാരിമുത്തു, അമ്മ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ലളിത. ഇവർക്ക് 2 പെൺകുട്ടികൾ, ജാനകി, ജാൻവി. തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിൽ ജാനകി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അതേ കോളേജിലെ മറ്റൊരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു അലീന, ദിവ്യ, സ്നേഹ, മിയ. അവർ 4 പേരും അന്ന് അവിടെ നിന്നാണ് പരസ്പരം പരിചയപ്പെടുന്നതും കൂട്ടുകാരികളാവുന്നതും. കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കൂടെയായിരുന്നു ജാനകിയുടെ പഠിത്തം. മാരിമുത്തുവും ലളിതയും ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ്. തിരുനെൽവേലിയിൽ ഒരുപാട് ദൂരെയുള്ള കാടിൻ പ്രദേശത്ത് ഒരു പളനിസ്വാമിയുടെ കീഴിലെ ജോലിയായിരുന്നു മാരിമുത്തുവിന്. ആ ജോലി എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ അയാളുടെ കാലിന് സാരമായി പരിക്കേറ്റു. പിന്നീട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെയായപ്പോൾ അവർ കന്യാകുമാരിയിലേക്ക് താമസം മാറി. പഠിക്കാൻ മിടുക്കിയായിരുന്ന ജാനകിയെ SSLC കഴിഞ്ഞതോടെ നല്ലൊരു കോളേജിൽ കൊണ്ടു ചെന്നാക്കി. മാരിമുത്തു ടൗണിൽ ഒരു കുഞ്ഞു പെട്ടിക്കട വെച്ചു. അമ്മ ലളിത അല്ലറ ചില്ലറ വീട്ടുവേലയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആ കുടുംബം കഴിഞ്ഞു പോയിരുന്നത്. ഒരു ദിവസം ഡിഗ്രി പഠിക്കുന്ന ഏതൊക്കെയോ ആമ്പിള്ളേർ ജാനകിയോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. അന്ന് പേടിച്ചു വിറച്ചുപോയ അവൾ കോളേജിൻ്റെ ക്ലാസ് റൂമിൽ നിന്നിരുന്ന് കരഞ്ഞു. ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ എല്ലാവരും വന്ന് കുട്ടിയെ സമാധാനിപ്പിച്ചു. അന്നത് പോലീസ് കേസായി. അന്ന് ആ കേസ് അന്വേഷിച്ച വിക്രം പറഞ്ഞത് സീനിയർ പിള്ളേർ എന്തൊക്കെയോ തമാശ പറഞ്ഞെന്നല്ലാതെ കയ്യിലൊന്നും പിടിച്ചിട്ടില്ല എന്നായിരുന്നു. അതിന് പെൺകുട്ടി വല്ലാതെ വയലൻ്റായി. മാത്രവുമല്ല, ഒരു തരം മാനസിക വിഭ്രാന്തി പോലെ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയും അസാധാരണമായൊരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് അവളെ ചികിത്സിച്ച ഡോക്ടർ ഗോപൻ പറഞ്ഞത് ഒരു തരം മാനസിക വിഭ്രാന്തി കുട്ടിക്കുണ്ടെന്നാണ്. അതായത് മതിഭ്രമം. ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്ത രുചി അനുഭവപ്പെടുക, ഗന്ധം അനുഭവപ്പെടുക, ആരോ തൊടുന്നത് പോലെ തോന്നുക തുടങ്ങിയ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. ആരോ മറഞ്ഞിരുന്ന് സംസാരിക്കുന്നതായി തോന്നുക, കഴുത്തിന് പിടിക്കുന്നതായി തോന്നുക തുടങ്ങി പല വിധമുണ്ട് ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ. ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ജാനകിക്ക് അങ്ങനെ ഒരു മാനസിക പ്രശ്നമുണ്ടായിരുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞതോടെ അവളോട് പലർക്കും സിമ്പതി ഉണ്ടായി. ആ കൂട്ടത്തിൽ അലീനയും, ദിവ്യയും, സ്നേഹയും, മിയയും ഉണ്ടായിരുന്നു. ആ 4 പേരുടെയും സ്നേഹവും സൗഹൃദവും കരുതലും അവൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകി. പിന്നെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. +2 കഴിഞ്ഞുള്ള വെക്കേഷൻ ടൈമിൽ അലീന അടക്കമുള്ള 4 പേരും ജാനകിയുടെ വീട്ടിൽ പോയി. അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ട് പരിചയപ്പെട്ടു. ആ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. അവളുടെ അനിയത്തി ഹോസ്റ്റലിലായതുകൊണ്ട് അവളെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അടുത്ത വർഷം ഡിഗ്രിക്ക് അവളെ മാരിമുത്തും മറ്റൊരു കോളേജിൽ ചേർത്തു. അവളുടെ കസിൻ ബ്രദറിൻ്റെ കൂടെ എറണാകുളത്തുള്ള കോളേജിൽ. അലീനയും കൂട്ടുകാരികളും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ജാനകിക്ക് ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഫോണിൽ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. ഒരു ദിവസം കോളേജിൽ വന്ന ജാനകി എന്തോ വിഷമിച്ചിരിക്കുന്നതായി കസിൻ ബ്രദർ കണ്ടു. അവൻ അവളോട് ചോദിച്ചു, എന്താ നീ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല അണ്ണാ, അപ്പന് സുഖമില്ല. അത് പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് പോയി. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം വെള്ളിയാഴ്ച അവൾ കന്യാകുമാരിക്ക് പോകാനൊരുങ്ങി. കസിൻ ബ്രദറിന് എക്സാം ആയതുകൊണ്ട് അവൻ അവളുടെ കൂടെ പോകാൻ പറ്റിയിരുന്നില്ല. അവൾ നേരത്തെ തന്നെ കോളേജിൽ നിന്ന് പുറപ്പെട്ടു. ആ യാത്ര ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ചതും ജീവിതം തന്നെ തകർത്തെറിഞ്ഞതുമായ യാത്രയായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അവൾ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കയറി വന്ന മക്കളെ കണ്ട് അച്ഛനും അമ്മയും ഒരുപാട് ചോദിച്ചു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അനിയത്തി ചോദിച്ചപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത്. തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് അലീനയും കൂട്ടുകാരികളും വിളിച്ചിരുന്നു. തിരുവനന്തപുരത്ത് അവർ കാത്തുനിന്നു. അവൾ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവളെയും കൂട്ടി കോളേജ് ഹോസ്റ്റൽ റൂമിലേക്ക് പോയി. നാളെ പോവാമെന്ന് അവർ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ജാനകി അത് കേട്ടില്ല. അച്ഛന് സുഖമില്ല, ഇന്ന് തന്നെ പോകണമെന്ന് അവൾ പറഞ്ഞു. വൈകുമെന്നായപ്പോൾ അവൾ ഇറങ്ങാൻ തീരുമാനിച്ചു. മുൻപ് +2 പഠിക്കുന്ന കാലത്ത് അവളെ റാഗിങ് ചെയ്ത ഒരു പയ്യൻ ആൽബിൻ ആ സമയം സ്നേഹയുടെ ബോയ് ഫ്രണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള മെൻസ് ഹോസ്റ്റലിലുള്ള അവനെ സ്നേഹ വിളിച്ചു. അവൻ്റെ കാറിൽ അവളെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ വിടാൻ. ജാനകി അവനെ കാണാനോ അവൻ്റെ കൂടെ പോകാനോ നിന്നില്ലെങ്കിലും സ്നേഹയും മിയയും ഒക്കെ പറഞ്ഞു നിർബന്ധിച്ചു. ഒരു കുഴപ്പമില്ലടി, അവന് അന്നൊരു തെറ്റ് പറ്റിയതാണ്, കഴിഞ്ഞ വർഷം നടന്നതല്ലേ, അതൊക്കെ വിട്. ഈ ജാനകി, ഞങ്ങൾ തന്നെ നിന്നെ കൊണ്ടുവിടുമായിരുന്നു. പക്ഷെ വാർഡൻ പറഞ്ഞു ഇനി പുറത്തു പോകാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ കൂടെ വരുമായിരുന്നു. ജാനകിയെ കൊണ്ടുവിടാൻ സ്നേഹയുടെ സുഹൃത്തായ ആൽബിൻ ആ ഹോസ്റ്റൽ ഗേറ്റിന് മുന്നിൽ കാറുമായി വന്നു. പകുതി സമ്മതത്തോടെ അവൾ കാറിൽ കയറി. എടോ, തന്നോടന്നൊരു തമാശ കാണിച്ചതാണ്, അതിന് സോറി, കാല് പിടിച്ച് സോറി കേട്ടോ. മുൻവശത്തെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അവൻ മിററിൽ നോക്കി പറഞ്ഞു.
എടോ, തനിക്ക് നേരത്തെ സ്റ്റേഷനിൽ എത്തണ്ടേ? ഇവിടെ ഭയങ്കര ബ്ലോക്കാണല്ലോ, നമുക്ക് ഷോർട്ട് കട്ടുണ്ട്, അതുവഴി പോവാം. അതൊരു ചതിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല. അവൻ അവളെയും കൊണ്ട് പോയത് ആൾപ്പാർപ്പില്ലാത്ത ഒരു കെട്ടിടത്തിനടുത്തായിരുന്നു. അവിടെ അവൻ്റെ സുഹൃത്തുക്കൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് ഉറക്കെ കരഞ്ഞാൽ പോലും കേൾക്കാത്ത ആ സ്ഥലത്ത് നിന്ന് അവളെ കാറിൽ നിന്ന് വലിച്ചഴിച്ച് കെട്ടിടത്തിന് മുകളിലേക്ക് കൊണ്ടുപോയി. മുമ്പ് ചെയ്ത റാഗിങ്ങിൻ്റെ പ്രതികാരം, പോലീസ് കേസ് ആക്കിയവളോടുള്ള പ്രതികാരം, നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ച് ആൽബി അടക്കമുള്ള 6 പേര് ചേർന്ന് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. എല്ലാം കഴിഞ്ഞ ആൽബി തന്നെയാണ് അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കിയത്. ഒപ്പം ഒരു വാണിങ്ങും: നീ ഇത് പുറത്തു പറഞ്ഞാൽ ഈ വീഡിയോ ഫോട്ടോസ് നാളെ നെറ്റിലും നിന്റെ കോളേജിലും നിറഞ്ഞാടും. വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ നിനക്കൊരു അനിയത്തിയില്ലേ, അവളും പിന്നെ മനസമാധാനത്തോടെ സ്കൂളിൽ പോവില്ല. ഈ സംഭവം അവൾ അനിയത്തിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് പനിയും ശരീരവേദനയൊക്കെയായി അവൾ 2 ആഴ്ച വീട്ടിൽ തന്നെ ഇരുന്നു. അവൾ അവിടെ സുരക്ഷിതമായി എത്തിയോ എന്ന് പോലും വിളിച്ചു ചോദിക്കാത്ത കൂട്ടുകാരികളെ അവൾ ആ രാത്രി സംശയിച്ചു. നടന്ന സംഭവം കൂട്ടുകാരികളെ വിളിച്ചു പറയുവാനായി അവൾ അന്ന് രാത്രി മുഴുവനും അവരെ 4 പേരെയും മാറി മാറി വിളിച്ചു. ആരും ഫോൺ എടുത്തുമില്ല, തിരിച്ചു വിളിച്ചുമില്ല. പിന്നീട് അവൾക്ക് മനസ്സിലായി, കൂട്ടുകാരികളും കൂടി ചേർന്നാണ് തന്നെ ചതിച്ചതെന്ന്. അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ കോളേജിൽ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം അവൾ കോളേജിൽ തിരിച്ചുപോയി. ഒരു ദിവസം വെള്ളിയാഴ്ച അവളുടെ ഫോണിൽ ഒരു കോള് വന്നു. അത് ആൽബിയായിരുന്നു. നാളെ നീ ഒന്ന് പുറത്തിറങ്ങണം, വൈകുന്നേരം കൊണ്ടുചെന്നാക്കാം. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവിടെ ഒരു കാറ് വരും. അന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രായം ഒരു അപ്പച്ചനിലായിരുന്നു. പോളങ്കിൾ, പുള്ളിക്ക് നിന്നെ ഒന്നുകൂടെ കാണണമെന്ന്. അങ്ങേർക്ക് അവിടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്, അറിയാലോ. ഇറങ്ങിയില്ലെങ്കിൽ മകളുടെ ഉടുതുണിയില്ലാത്ത വീഡിയോ ഫോട്ടോസ് ആദ്യം കാണുന്നത് നിന്റെ തന്തയായിരിക്കും. അതവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് രാത്രി ജാനകി ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. ആ ഹോസ്റ്റലിലെ 14-ാം നമ്പർ മുറിയിലാണ് ഇന്ന് അലീനയും കൂട്ടുകാരികളും താമസിച്ചിരുന്നത്. അവർ ഗെയിം കളിച്ച ആത്മാവിനെ വിളിച്ചു വരുത്തിയെന്ന് പറയുന്ന ആ റൂമിൽ. ആ ഗെയിം കളിച്ചത് ജാൻവിയുടെ ഫോണിൽ. ആ ജാൻവിയാണ് ജാനകിയുടെ അനിയത്തി. നിർഭാഗ്യവശാൽ അവർക്ക് 4 പേർക്കും അറിയില്ലായിരുന്നു ജാനകിയുടെ അനിയത്തിയാണ് ജാൻവി എന്ന്. മൈക്കിൾ അപ്പോൾ അലീനയ്ക്കും കൂട്ടുകാരികൾക്കും അറിയില്ലായിരുന്നു. ജാനകി ആ കോളേജിലാണ് പഠിച്ചതെന്നും ആ മുറിയിലാണ് താമസിച്ചതെന്നും അവിടെ വെച്ചാണ് ആത്മഹത്യ ചെയ്തതെന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവർ താമസിക്കില്ലല്ലോ. കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ബാധിക്കുമെന്ന് കരുതി. മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടിയായിരുന്നു ജാനകിയെന്നും അതാണ് ഒരു കാരണവുമില്ലാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കോളേജിൽ അധികൃതർ വരുത്തി തീർത്തു. മാനസിക പ്രശ്നങ്ങളുള്ളതായി കൂടെയുള്ള കൂട്ടുകാരികളും പറഞ്ഞിരുന്നു. അതോടെ ആ കേസ് ക്ലോസ്. ജാനകി മരിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാരിമുത്തുവും കുടുംബവും തിരുനെൽവേലിയിലേക്ക് താമസം മാറി. അവിടെ ഒരു സ്വാമി ചെട്ടിയാർ എന്ന് പറയുന്ന പ്രേതബാധയെ കൊഴിപ്പിക്കുന്ന സ്വാമിയുടെ അടുത്ത് മാരിമുത്തു പോയി. ഒരു കുഗ്രാമം, ഒരുപാട് അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന കുറേ മനുഷ്യർ. ആഗ്രഹം തീരാതെ മരിച്ച ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന അപൂർവമായൊരു പൂജ ആ സ്വാമി ചെയ്തിരുന്നു. അങ്ങനെ പൂജ ചെയ്യുന്നതോടെ മരിച്ചവരുടെ ആത്മാക്കൾ കല്ലറകളിൽ നിന്നും കുഴിമാടത്തു നിന്നും ഇറങ്ങി വരുമത്രേ. അവരുടെ ആഗ്രഹം, പ്രതികാരമെല്ലാം ആ ആത്മാക്കൾ തന്നെ നിറവേറ്റും. തിരിച്ചു വിളിച്ച ആത്മാക്കളെ പിന്നീട് പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നാണ് ആ സ്വാമി പറയുന്നത്. അങ്ങനെയാണ് ഗതി കിട്ടാത്ത ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നത്. തൻ്റെ മകളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുവാൻ മാരിമുത്തു ആ പൂജ ചെയ്തു. പുള്ള, തിരുമ്പു വരണം സ്വാമി. അവളെ കൊന്നവങ്ങളെ എല്ലാവരെയും അവ തുടിക്ക സാവടിക്കണം സ്വാമി. ആ പൂജ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ദിവസമാണ് അവളെ ക്രൂരമായി പീഡിപ്പിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായ പോൾ എന്ന 52 വയസ്സുള്ളയാൾ ദാരുണമായി കൊല്ലപ്പെടുന്നത്. എസ്റ്റേറ്റിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി, മലയിറങ്ങുന്ന വഴിയിൽ ഇരുട്ടത്ത് റോഡരികിൽ ഒരു തലയിൽ കൊമ്പ് വെച്ച വികൃതമായ മുഖമുള്ള ഒരു അജ്ഞാത രൂപത്തെ കണ്ട് പേടിച്ച് വണ്ടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പിന്നീടുള്ള 4 മരണങ്ങളും അങ്ങനെ തന്നെ ആക്സിഡന്റ്. ആ കൂട്ടത്തിലെ 5-ാമനായ 19 വയസ്സുള്ള കൗമാരക്കാരനായ ജോബി ആൽബിയുടെ കസിൻ ബ്രദറായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന അവൻ്റെ ബൈക്കിന് മുന്നിൽ ഒരു പ്രായമായ ഒരാൾ കൈനീട്ടി. അവൻ ബൈക്ക് നിർത്തി. സെക്കൻഡ് ഷോ കഴിഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഇരുട്ടിൽ വഴിയരികിൽ ഒരാൾ നിൽക്കുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ കണ്ടപ്പോഴേ അവനൊന്ന് ഭയന്നിരുന്നു. കാഴ്ചയിൽ ഈ പള്ളിയിലെ മുസ്ലിയാരെ പോലെ തോന്നിച്ചിരുന്നു. വെള്ള ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു വേഷം. തലയിൽ ഒരു വെള്ള കെട്ടുമുണ്ടായിരുന്നു. എവിടെ നിന്ന ഈ രാത്രിയിൽ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ. ട്രെയിൻ കുറച്ച് വൈകി. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? കുറച്ചു മൈൽ കൂടെ പോയാൽ അവിടെ ഇടതുവശത്ത് ഒരു കുഞ്ഞു റോഡുണ്ട്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടേക്കാ? ആ ശരി. അവൻ വണ്ടി നിർത്താതെ വിട്ടു. ഏതാണ്ട് ആ മുസ്ലിയാർ പറഞ്ഞ പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയ ജോബി ഞെട്ടി. പുറകിൽ ആരുമില്ല. അവൻ ആകപ്പാടെ പേടിച്ച് പരിഭ്രമിച്ചു. എവിടെയെങ്കിലും വീണിട്ടുണ്ടാവുമോ? ഇല്ല. എന്നാലും വന്ന വഴി അവർ സംസാരിച്ചു കൊണ്ടിരുന്ന ഇടം വരെ പോയി നോക്കി. അവിടെയൊന്നും ആരുമില്ല. എങ്ങും കുറ്റാക്കോരിട്ട് മാത്രം. സമയം 1 മണിയായിരിക്കുന്നു. അവൻ്റെ അടുത്ത് നിന്ന് കാലങ്കോഴി കൂവി. ആ ഉച്ചത്തിലുള്ള മരണവിളി. അവൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. രാവിലെ അവൻ മുസ്ലിയാർ പറഞ്ഞ പള്ളിയുടെ സ്ഥലത്ത് പോയി നോക്കി. വർഷങ്ങളായി പൊളിച്ചിട്ട പള്ളിയായിരുന്നു അത്. പുതിയ പള്ളി കുറച്ചു ദൂരെ പണി കഴിപ്പിച്ചിരുന്നു.
ആ പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയുടെ പുറകിൽ പള്ളി ശ്മശാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മുൻപ് ശ്മശാനത്തിൽ പ്രേതത്തെ കണ്ടെന്നേക്കും നാട്ടുകാർ പറഞ്ഞു നടക്കുന്നു. വെള്ളാട്ട മുസ്ലിയാർ എന്നൊരു പേര് നാട്ടുകാരിൽ നിന്നവർ കേട്ടു. തലയിൽ വെള്ളക്കെട്ടുള്ള പ്രേതത്തെ അർദ്ധരാത്രി കാലങ്ങളിൽ വഴിയരികിലും മതിലിന്മേലൊക്കെ കണ്ടിരുന്നു എന്ന് പോലും പലരും പേടിച്ചിട്ട് രാത്രികാലങ്ങളിൽ അതുവഴി പോവാറില്ല എന്നും അവനറിഞ്ഞു. തലയിൽ വെള്ളക്കെട്ടും കയ്യിലൊരു കറുത്ത കുടയുമായി വീടിൻ്റെ മതിലിന്മേലും റോഡരികിലും ഇരുട്ടത്ത് നിന്ന് ചിരിക്കുന്ന മുഖം കണ്ട് എത്രയോ അപകടങ്ങൾ ആ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തലയിൽ വെള്ളക്കെട്ടുള്ളതുകൊണ്ടാണ് വെള്ളാട്ട മുസ്ലിയാർ എന്നൊരു പേര് നാട്ടുകാരിട്ടത്. വാഹനങ്ങളിൽ രാത്രികാലങ്ങളിൽ വരുന്ന മിക്കവരും റോഡരികിൽ ഇരുട്ടത്ത് ആ രൂപത്തെ കണ്ടെന്ന് പറയപ്പെടുന്നു. ആ രൂപത്തിന് വസ്ത്രമൊഴിച്ചാൽ അത് വെറും അസ്ഥിക്കൂടമാണെന്നും നേരിട്ട് കണ്ട നാട്ടുകാരിൽ ചിലർ പറഞ്ഞു നടക്കുന്നു. പരിഭ്രാന്തിയിലായ അവൻ അന്ന് രാത്രി ഉറക്കം വന്നേയില്ല. അവൻ്റെ വീട്ടുപറമ്പിലെ ഏതോ മരക്കൊമ്പിലിരുന്ന് കാലങ്കോഴി കൂകി വിളിച്ചു. അതവന് സഹിക്കാൻ പറ്റിയില്ല. രാത്രി ആൽബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നേയില്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുവാണിപ്പോൾ. ആ രാത്രി ബൈക്കെടുത്ത് അവൻ ആൽബിയുടെ വീട്ടിലേക്ക് പോയി. കാലങ്കോഴി അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതവന് കുറച്ചു ദൂരം ചെന്നപ്പോഴേ മനസ്സിലായി. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ തൊട്ടു മുന്നിൽ ഒരു വെളുത്ത സ്ത്രീരൂപത്തെ അവൻ കണ്ടു. തലയിൽ കൊമ്പുള്ള അതിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു. അതോടെ പേടിച്ച് ബൈക്കും അവനും റോഡിലേക്ക് തെറിച്ചു വീണു. ആ ബൈക്ക് ആക്സിഡന്റിൽ അവനും തീർന്നു. ആൽബി അടക്കമുള്ള അവളെ പീഡിപ്പിച്ച ആൽബിയുടെ കൂട്ടുകാരയ്ക്ക് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഒരു വാർത്തയായിരുന്നു. തെളിവുകളില്ലാത്ത അപകടമരണങ്ങൾ. എല്ലാ മരണവും സംഭവിച്ചത് രാത്രിയിൽ. എല്ലാവരും മരിച്ചത് ഓരോ വെള്ളിയാഴ്ചകളിൽ. ഏറ്റവും അവസാനം മരിച്ചത് അവൻ്റെ കസിൻ ബ്രദറും. എല്ലാം അപകടമരണമാണെന്ന് കണ്ട് അതത്ര ആരും കാര്യമാക്കി എടുത്തില്ല. മാത്രമല്ല ഓരോ മരണങ്ങളും സംഭവിക്കുന്നത് ഒരുപാട് ഗ്യാപ്പ് വെച്ചിട്ടായിരുന്നു. ആൽബിയുടെ മരണത്തിനൊരു സാക്ഷിയുണ്ടായിരുന്നു, അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ. ഒരു ദിവസം അവൻ്റെ വീട്ടിൽ നിന്നും ചേട്ടത്തെമ്മയും കൂട്ടി നിലമ്പൂരിലുള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരത്തോടെ പുറപ്പെട്ടതായിരുന്നു ആൽബി. രാത്രി 11 മണിയോടെ അവർ നിലമ്പൂർ കാടിനടുത്തെത്തി. കഷ്ടിച്ച് 10 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് കാടിനടുത്ത് വെച്ച് അപ്രതീക്ഷിതമായ കാറ്റും മഴയും ഉണ്ടായത്. മുന്നോട്ടേക്ക് കാർ എടുക്കാൻ പറ്റാത്ത വിധം മഞ്ഞു മൂടിക്കെട്ടിയിരുന്നു. മഴ ഒന്ന് കുറഞ്ഞതോടെ കാർ വീണ്ടും മുന്നോട്ടേക്ക് കുതിച്ചു. ഒരുപാട് ലേറ്റായല്ലോ ആൽബി, നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. നിന്റെ ഒടുക്കത്തെ വോളിബോൾ കളി കൊണ്ടാണ്. ആ വെറുതെ ഇരിക്കുക ഏട്ടത്തി, ഇനിയൊരു 30 മിനിറ്റ് കൂടെ ഉള്ളൂ, അപ്പോഴേക്കും എത്തി. പെട്ടെന്നാണ് ഒരു വളവ് കഴിഞ്ഞിട്ടുള്ള റോഡരികിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആൽബി ഒരു രൂപം കണ്ടത്. അവൻ അപ്പോൾ തന്നെ ബ്രേക്കിട്ട് കാർ കുറച്ച് മുന്നിലേക്ക് നിർത്തി. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. റോഡരികിൽ ഒന്നും ആരുമില്ല. എന്താടാ, എന്തു പറ്റി? പരിഭ്രമിച്ചു നിന്ന ആൽബി ഏട്ടത്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല, അവിടെ ആരോ ഒരാൾ. വെസ്റ്റ്, ഈ കാടിൻ്റെ ഉള്ളിൽ ഈ കാറ്റിലും മഴയിലും റോഡിലൊരാളോ? അവൻ്റെ ചേട്ടത്തി അത് കേട്ട് ഉറക്കി ചിരിച്ചു. വണ്ടി എടുക്ക് ചേക്ക, വല്ല പന്നിയോ മറ്റോ ആയിരിക്കും. ഏട്ടൻ്റെ കൂടെ മിക്കപ്പോഴും നൈറ്റ് വരുമ്പോൾ ഇതേപോലെ റോഡരികിൽ കാട്ടുപന്നികളെയൊക്കെ കാണാറുണ്ട്. കാർ വീണ്ടും മുന്നോട്ട് കുതിച്ചു. അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചെറുതായെന്ന് മയങ്ങി. വണ്ടി ഒരു കയറ്റം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ചെറിയ ഇടവഴിയിൽ ഒരു പെണ്ണിനെ അവൻ കണ്ടു. അവൻ വണ്ടി ഒന്ന് നിർത്തി നോക്കി. ആ കാടിനുള്ളിലെ ഊടുവഴിയിൽ കൂടെ ഈ സമയത്ത് ഒരാളെ, അതും ഒരു പെണ്ണ്. അവൻ ചേട്ടത്തിയെ വിളിക്കാൻ നോക്കിയപ്പോൾ ആ വഴിയിൽ പിന്നെ അവളെ കണ്ടില്ല. തോന്നിയതാവുമോ? അവൻ വീണ്ടും വണ്ടിയെടുത്തു. അപ്രതീക്ഷിത മഴയിൽ മഴക്കാടുകൾ കാറ്റിൽ നിറഞ്ഞാടുന്നുണ്ടായിരുന്നു. ഏതോ അപകടം വരുന്നതിൻ്റെ സൂചന പോലെ മരച്ചില്ലകൾക്കിടയിൽ പക്ഷികളുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാമായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് മുന്നിൽ കൂടെ ഒരു വെള്ളരൂപം ക്രോസ് ചെയ്യുന്നതായി അവൻ കണ്ടു. അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ആരെയും കാണുന്നില്ല. അമ്മേ! അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉണർന്നു. എന്ത് ബ്രേക്ക് ചവിട്ടലാണടാ അത്? നീ ഉറങ്ങിപ്പോയോ? എൻ്റെ മൂക്ക്. അതല്ല ഏട്ടത്തി, ആരോ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യുന്ന പോലെ തോന്നി, പക്ഷെ ആരെയും കാണുന്നില്ല. നീ ഉറക്കത്തിലായിരിക്കും. ഞാൻ ഓടിക്കണോ വണ്ടി? ഈ കൊടുങ്കാട്ടിൽ ആരുണ്ടാവാനാണ്? നീ വണ്ടി എടുത്തേ. അവൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. വണ്ടി ഓഫായി പോകുന്നു. അവർ രണ്ടുപേരും കുറേ ശ്രമിച്ചു, പറ്റുന്നില്ല. നാശം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ജിജോയെ വിളിക്കാമെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ്വർക്കുമില്ല. ഇച്ചായനെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. നാശം. ചേച്ചി സമാധാനപ്പെടെ, ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് സൈഡ് മിററിൽ നോക്കി അവൻ ഞെട്ടി. ആ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ പുറകിൽ ഒരു സ്ത്രീ വന്ന് ചിരിക്കുന്നു. ചോര നിറമുള്ള വികൃത മുഖമുള്ള ഒരു സ്ത്രീ. അവൻ ചേട്ടത്തി എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കി. ചേട്ടത്തി അവിടെ? പുറകിൽ ആരോ ഒരാൾ. അവൻ്റെ ചേട്ടത്തി നോക്കി. ആരെയും കണ്ടില്ല. നിനക്ക് വട്ടാണോടാ പൊട്ടാ? അതും പറഞ്ഞ് മുന്നിലേക്ക് നോക്കി അവർ രണ്ടുപേരും പേടിച്ച് നിലവിളിച്ചു. കാറിന് മുന്നിൽ തലയിൽ കൊമ്പുള്ള ചോരയൊൽപ്പിച്ച് നിൽക്കുന്ന ഒരു മുഖം. മുന്നിലേക്ക് മുടിയിട്ട് മുഖം തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ത്രീ. ഒരു ഭീകര ശബ്ദം പുറപ്പെടുവിച്ച് അവൾ നടന്നു വന്ന് കാറിനുള്ളിലെ ഗ്ലാസിനടുത്ത് വന്ന് ഉറക്കെ ചിരിച്ചു. ആ ഭീകര കാഴ്ച കണ്ട് അവൻ്റെ ചേട്ടത്തി ബോധം കെട്ട് വീണു. ആ സ്ത്രീരൂപം ആൽബിയുടെ അടുത്തേക്ക് വന്ന് ഗ്ലാസ് തല്ലി പൊട്ടിച്ച് അവൻ്റെ കഴുത്തിൽ പിടിച്ചു. അവനെ നോക്കി പല്ലിളിച്ച് ചിരിച്ച ശേഷം ഒരു വലിയ ചുറ്റിക പോലുള്ള എന്തോ കൊണ്ട് അവൻ്റെ തലക്കടിച്ചു. അടുത്ത ദിവസം പകല് കാർ ഒരു മരത്തിൽ ഇടിച്ചതായിട്ടാണ് കണ്ടത്. അവൻ്റെ ചേച്ചിയുടെ നെറ്റിക്ക് ചെറിയ പരിക്ക്. അവൻ മരിച്ചു. ഭീകരമായ കാഴ്ചകൾ അവൻ്റെ ചേട്ടത്തി എല്ലാവരോടും പറഞ്ഞു. അർദ്ധരാത്രി വെള്ളിയാഴ്ച അസമയത്ത് പോയത് തന്നെ ലക്ഷണക്കേടാണെന്ന് അവൻ്റെ പ്രായമായ മുത്തശ്ശി പറഞ്ഞു. അവളെ പീഡിപ്പിച്ചവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല.
അവളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയുന്നവരിൽ ഇനി ഒരേ ഒരാൾ ബാക്കി അലീന. ബട്ട് മൈക്കിൾ, അലീന മിസ്സിംഗ് ആണ് ഇന്നലെ രാത്രി മുതൽ. പേടിക്കണ്ട മാഡം, അവളെ ഇന്നലെ രാത്രി മാറ്റിയത് ഞാനാണ്. പക്ഷെ ഇന്നലെ അസാധാരണമായ സംഭവങ്ങൾ അവിടെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ കത്തിച്ച ബോഡി, ചീരമ കണ്ട രൂപം, എല്ലാം അസ്വാഭാവികമായ സംഭവങ്ങൾ. എന്നിട്ട് അലീന എവിടെ മൈക്കിൾ? അലീന എൻ്റെ കൂടെയുണ്ട് മാഡം. ജാനകിയെ വിളിച്ചു വരുത്തുന്നതിലും ആൽബിയുടെ കൂടെ പറഞ്ഞു വിടുന്നതിലും ഒന്നും അലീനയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 3 പേരുടെ അറിവോടുകൂടിയാണോ ഇത് ചെയ്തതെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ജാൻവിയെ നിങ്ങൾ കണ്ടോ? ജാൻവിയെ അന്വേഷിച്ച് ഞാൻ കന്യാകുമാരിയിൽ പോയി. ആ വീട് പൂട്ടിയിരുന്നു. ഞാൻ പിന്നെ പോയത് തിരുനെൽവേലിക്കാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവർ വീട് കാലിയാക്കി ദൂരെ എവിടെയൊക്കെ പോയി എന്നായിരുന്നു. പിന്നെ ഈ മരണങ്ങളും ഇത്രയും വിവരങ്ങൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരാണിതൊക്കെ പറഞ്ഞത്? അതാണ് എന്നിൽ ഞെട്ടലുണ്ടാക്കിയത് മാഡം. തിരിച്ചു വരാൻ നേരം ആ വീട്ടിൽ ഒരു ആളനക്കമുള്ളതുപോലെ തോന്നി എനിക്ക്. ഞാൻ വീടിൻ്റെ പുറകുവശത്ത് പോയി വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഞാൻ അകത്ത് കയറി. ഒരു മണിയിൽ കെട്ടിത്തൂക്കിയ ഒരു ചെറിയ പെട്ടി കണ്ടു. ഞാനത് തുറന്നു നോക്കി. ഒരു ഡയറി ആയിരുന്നു അത്. ആ ഡയറിയുടെ പേര് ഡേർട്ടി ഗെയിം. അത് തമിഴിലായിരുന്നു എഴുതിയിരുന്നത്. തമിഴ് അറിയാവുന്ന എൻ്റെ കൂട്ടുകാരിയെ കൊണ്ട് ഞാനത് വായിപ്പിച്ചു. അതിൽ കുറിച്ചു വച്ചിരുന്നു എല്ലാവരുടെയും മരണങ്ങൾ, അവസാനം മരിച്ച സ്നേഹയുടെ വരെ. മറ്റൊരു പേജിൽ അലീന എന്ന പേര് ബാക്കി. അതിൻ്റെ അടുത്ത പേജിലെ പേര് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അതും ഒരു സ്ത്രീയുടെ പേരായിരുന്നു. അവരുടെ പേര് മാഡം. മാഡം, എസ് സുരേഷ്, എന്താണ് പറയൂ? മൈക്കിൾ, 1 മിനിറ്റ്. മാഡം, സ്നേഹയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മുടി പരിശോധിച്ച ആളെയും തിരിച്ചറിഞ്ഞു. ആരാണ്? മാഡം, അത് മുന്നേ കൊല്ലപ്പെട്ട മിയയുടെ മുടിയാണ്. താൻ എന്താണോ സുരേഷ് ഈ പറയുന്നത്? ശരിയാണ് മാഡം, മിയയുടെ മുടിയാണത്. കഴിഞ്ഞ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന അയാൾ കണ്ടത് ദിവ്യയെ. ആ കിണറ്റിലെ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. മൈക്കിൾ, വാട്ട് ഈസ് ദിസ്? തമ്മിൽ കൊല്ലുന്ന പ്രേതമോ? സുരേഷ്, മിയയുടെ ശവക്കല്ലറ പൊളിക്കണം. ഐ തിങ്ക് അതിൻ്റെ ഉള്ളിൽ മിയയുടെ ബോഡി കാണില്ല. ഇനി ബോഡി കണ്ടെങ്കിൽ തന്നെ അതിലൊന്നെങ്കിൽ തലയുണ്ടാവില്ല, അല്ലെങ്കിൽ ഉടലുണ്ടാകില്ല. ഒരു കാരണവുമില്ലാതെ ശവക്കല്ലറ പൊളിക്കുക എന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർ സമ്മതിക്കുമോ? റീപോസ്റ്റ്മോർട്ടം നടത്തണം, മിയയുടെയും ദിവ്യയുടെയും. മൈക്കിൾ, അവസാനം പറഞ്ഞത് ആ ഹോസ്റ്റലിൽ ഒരു നെഗറ്റീവ് എനർജി കുട്ടികൾ ഫീൽ ചെയ്യാൻ ഒരു കാരണമുണ്ട് എന്നാണ്. ആ ഹോസ്റ്റലിൽ അസ്വാഭാവികമായി കുട്ടികൾ പേടിച്ചതും അതുകൊണ്ടാണ്. മൈക്കിൾ, ഇതൊക്കെ ചെയ്തത് ഒരു സാധാരണ മനുഷ്യനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഇതിനു പിന്നിലുണ്ട്. ആ ജാൻവി ആ മാരിമുത്തുവിനെയും കുടുംബത്തെയും പിടിച്ച് അകത്തിട്ട് നല്ലോണം പെരുമാറിയാൽ എല്ലാറ്റിനും ഉത്തരം കിട്ടും. മാഡം, ഇത്ര വയലൻ്റ് ആവാതെ. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു പ്രതികാരമുണ്ട്. പ്രതികാരമില്ലാത്ത ആരെയും കൊന്നിട്ടില്ല. ആ പേജിലെ അവസാനത്തെ പേര് ഹേമ എന്നാണ്. നിങ്ങളുടെ പേര്? വാട്ട്? എൻ്റെ പേരോ? സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ മാഡം കേട്ടിട്ടില്ലേ? അപര വ്യക്തിത്വം. യെസ്. അതിവിടെ പറയാൻ കാരണം? എല്ലാം പറയാൻ നാളെ. മൈക്കിൾ, നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. അലീന ജീവിച്ചിരിപ്പുണ്ടോ? മിയ, ദിവ്യ, ഇവരുടെ ശവക്കല്ലറകൾ പൊളിക്കട്ടെ, എന്നിട്ട് പറയാമെല്ലാം. സുരേഷ്, മിയയുടെയും ദിവ്യയുടെയും ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യൂ. ഇല്ലെങ്കിൽ നാളെ ആ കല്ലറകളിൽ ശവങ്ങളുണ്ടാവില്ല. അടുത്ത ദിവസം മിയയുടെ ശവക്കല്ലറ പൊളിക്കാൻ മൈക്കിളും SI സുരേഷും മിയയുടെ അപ്പച്ചനോട് ചോദിക്കാൻ പോയി. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവർ പൊളിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങളുടെ സമ്മതത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വേണ്ട. ദുരൂഹ മരണങ്ങൾ നടന്നാൽ ആവശ്യമെങ്കിൽ പോലീസ് തന്നെ കല്ലറകൾ പൊളിക്കാം, റീപോസ്റ്റ്മോർട്ടം ചെയ്യാം, കേട്ടോ? സുരേഷ് അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. മൈക്കിൾ സാറേ, സാറ് വന്നേ, SP ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. മൈക്കിളും സുരേഷും SP ഓഫീസിലേക്ക് പോയി. സാർ, ഇവിടെ നിൽക്ക്, ഞാൻ SPയെ കണ്ടിട്ട് വരാം. മൈക്കിൾ SP ഓഫീസിന് മുന്നിലെ ഒരു പെട്ടിക്കടയിലേക്ക് നടന്നു. ചേട്ടാ, ഒരു ചായ വാങ്ങി കുടിച്ചുകൊണ്ട് അയാൾ ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴാണ് പെട്ടിക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന മാസികകൾ അയാൾ ശ്രദ്ധിച്ചത്. അതിൽ കണ്ട ഒരു മാസികയുടെ ചിത്രം ഒരു കൊമ്പുള്ള മനുഷ്യരൂപമായിരുന്നു. ഏതോ കലാരൂപം എന്ന് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതും അയാൾ ശ്രദ്ധിച്ചു. ചേട്ടാ, ആ മാസിക ഇങ്ങെടുത്തേ. മൈക്കിൾ ആ മാസിക എടുത്ത് മറിച്ചു നോക്കി. തമിഴ്നാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ കൊണ്ടാടുന്ന ഒരു കലാരൂപത്തെക്കുറിച്ചായിരുന്നു ആ മാസികയിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ഒരു പ്രത്യേക രീതിയിൽ വേഷവിധാനം നടത്തി തലയിൽ കൊമ്പൊക്കെ വെച്ച് ഒരു മൃഗത്തെ പോലെ കുതിച്ചോടുന്ന കലാരൂപം. അതിനെ കൈകൊട്ടി ആർപ്പുവിളികളോടെ എതിരേൽക്കുന്ന ജനക്കൂട്ടം. തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കലാരൂപം. വരുന്ന ആഴ്ച തിരുനെൽവേലിക്കടുത്ത് സിവന്തപ്പെട്ടി തിരുപുരത്ത് വെച്ച് നടക്കുന്നതായി മൈക്കിൾ ആ മാസികയിൽ വായിച്ചു. സാറേ, ആ കല്ലറ പൊളിക്കുന്നത് നടക്കില്ല. എന്തു പറ്റി സുരേഷ്? അത് വേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. മാത്രവുമല്ല, കേസിനി നേരിട്ട് ഹേമ മാഡമാണ് അന്വേഷിക്കാൻ പോകുന്നത്. എനിക്ക് തിങ്കളാഴ്ച മുതൽ ടൗൺ SI ആയി ചാർജ്. സുരേഷ്, പെട്ടെന്നൊരു ഒതുക്കം നടന്ന പോലെ ഉണ്ടല്ലോ. അതെ സാർ, മനഃപൂർവ്വം കേസ് ഒതുക്കുവാൻ ആരോ ശ്രമിക്കുന്ന പോലെ. ആ കല്ലറ പൊളിക്കുന്നതിൽ എന്തോ ഉണ്ട്. സുരേഷ് എൻ്റെ കൂടെ നിൽക്കുമോ? നമുക്ക് ഇന്ന് രാത്രി പൊളിക്കാം. അതാരെങ്കിലും കണ്ടാൽ എൻ്റെ പണി പോവും. ഒന്നും ഉണ്ടാവില്ല, ആരും അറിയില്ല. സുരേഷ്, എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. താങ്കൾ ഈ മാസിക കണ്ടോ? ഈ കലാരൂപം കണ്ടിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എവിടെയോ കണ്ടതുപോലെയുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. സൂക്ഷിച്ചു നോക്ക്. ആ കൊമ്പുള്ള മുഖത്തെ കണ്ടെന്ന് പറയുന്നവരിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ് നമ്മൾ ഒരു രേഖാചിത്രം വരച്ചില്ലേ? യെസ് മൈക്കിൾ, അതുപോലെ സാമ്യമുണ്ട്.
സുരേഷ്, ഇന്ന് ശവക്കല്ലറ നമ്മൾ പൊളിക്കണം. നാളെ ഈ കലാരൂപം നടക്കുന്ന തിരുനെൽവേലിയിലേക്ക് നമുക്ക് പോകണം. ശവക്കല്ലറ പൊളിക്കാനായി എല്ലാ തയ്യാറെടുപ്പുമായി അന്ന് രാത്രി മൈക്കിളും സുരേഷും സന്നദ്ധരായി നിന്നു. പള്ളിയിൽ നിന്നും കുറച്ചകലെയായിരുന്നു സെമിത്തേരി. രാത്രി 12 മണി കഴിഞ്ഞ് മൈക്കിളും സുരേഷും പള്ളി സെമിത്തേരിയിൽ കടന്നു. എന്താ സുരേഷ്, പേടിയുണ്ടോ? ചെറുതായിട്ട്. ശവക്കല്ലറകൾ ഒന്നൊന്നായി അവർ നോക്കി. മനുഷ്യന് ഏറ്റവും സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന മണ്ണാണ് സെമിത്തേരി. എല്ലാവരും അടുത്തടുത്തായി ഉറങ്ങുന്ന മണ്ണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, പകയില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. ആ കുറ്റിക്കാടിനടുത്തായി ചപ്പുചവറുകൾ വീണ് കിടക്കുന്ന കല്ലറ കണ്ടു. ആ ചപ്പുചവറുകൾ മാറ്റിയപ്പോൾ അതിൽ മിയയുടെ പേര് കണ്ടു. കൂരിരുട്ടിൽ പള്ളിയിലെ പുറകുവശത്തെ അരണ്ട വെളിച്ചം മാത്രമേ സെമിത്തേരിയിൽ നേരിയ പ്രകാശം നൽകുന്നുള്ളൂ. കയ്യിലുള്ള വലിയ കമ്പിപ്പാര കൊണ്ട് രണ്ടുപേരും ആ കല്ലറ പൊളിക്കുവാൻ തുടങ്ങി. ഒരു നിശബ്ദത തളം കെട്ടി നിന്ന പറമ്പായിരുന്നു ആ സെമിത്തേരി. ആ സെമിത്തേരിയുടെ എതിർവശത്ത് വലിയൊരു മരമുണ്ടായിരുന്നു. ആ മരത്തിന് ഒരു കഥയുണ്ട് പറയാൻ. ആത്മാർത്ഥമായി സ്നേഹിച്ച തൻ്റെ കാമുകിയുടെ വിയോഗത്തിൽ കാമുകൻ ഒരു രാത്രി വന്ന് തൂങ്ങി മരിച്ചത് ആ മരക്കൊമ്പിലായിരുന്നു അത്രേ. അവൻ തൂങ്ങി മരിച്ചതിൻ്റെ തൊട്ടു താഴെയായിരുന്നു അവളെ അടക്കം ചെയ്തിരുന്നത്. മരിക്കുവാൻ വേണ്ടി അവൻ ഒറ്റയ്ക്കാണ് രാത്രി കയറുമായി സെമിത്തേരിയിലേക്ക് വന്നത്. പക്ഷെ ഒറ്റയ്ക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ആർക്കും ആ മരക്കൊമ്പിൽ കയറുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ അവൻ എങ്ങനെ കയറിയെന്നോ എങ്ങനെ കയറിൽ തൂങ്ങിയെന്നോ ആർക്കും അറിയില്ല. നാട്ടുകാർ പറയുന്നത് അവനെ കൊണ്ടുപോകാൻ അവൾ തന്നെ സഹായിച്ചതാവാമെന്നാണ്. സുരേഷ് ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. ഒരു ഇല അനങ്ങുന്നത് പോലുമില്ല. ഒരു സന്തോഷവുമില്ലാത്ത മരം. ശവങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആ മരത്തിന് എന്ത് സന്തോഷം. സമയം ഏതാണ്ട് 1 മണിയോടെ അടുത്തപ്പോൾ കല്ലറ അവർ നീക്കി. മൈക്കിളിൻ്റെ ഊഹം തെറ്റിയില്ല. ആ കല്ലറയ്ക്കുള്ളിൽ മിയയുടെ ബോഡി ഉണ്ടായിരുന്നില്ല. സാറിന് എങ്ങനെ അറിയാമായിരുന്നു ബോഡി കാണില്ല എന്ന്? സ്നേഹയെ കൊന്ന സ്ഥലത്ത് നിന്നും മിയയുടെ മുടി കിട്ടിയപ്പോൾ ഞാൻ ഊഹിച്ചു കൊലയാളി ഒരു സൈക്കോ ആണെന്ന്. കാരണം കൊന്നു കുഴിച്ചു മൂടിയതിനെ വീണ്ടും കല്ലറ പൊളിച്ച് പുറത്തെടുത്ത് മതിവരോളം വീണ്ടും ആക്രമിച്ചു കൊല്ലുന്ന മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു സൈക്കോ. ഒരാളല്ല, 2 പേർ. സ്നേഹ കൊല്ലപ്പെട്ട സ്ഥലത്ത് 2 പേരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹയെ കൊല്ലുമ്പോൾ അയാളുടെ കയ്യിൽ മണ്ണിൽ നിന്നും എടുത്ത മിയയുടെ ബോഡിയും ഉണ്ടായിരുന്നിരിക്കണം. അതാവാം മിയയുടെ മുടി അവിടെ നിന്ന് കിട്ടുവാൻ കാരണം. സാറേ, അപ്പോൾ ഇത് പ്രേതമല്ല, മനുഷ്യനാണ് ഈ കൊലയൊക്കെ ചെയ്തതെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാമല്ലേ? സുരേഷ്, പ്രേതമായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ. ഇത് പ്രേതത്തേക്കാൾ അപകടകാരിയായ ഒരു സൈക്കോ കില്ലറാണ്. പ്രേതമെന്ന് നമുക്ക് വിളിക്കാം. ഒരുപക്ഷെ കൊന്നിട്ട് മതിയായിട്ടില്ല എന്ന തോന്നൽ അയാളിൽ ഉണ്ടായി കാണും. അത് വീണ്ടും പുറത്തെടുത്ത് കാണും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, മറ്റാർക്കെങ്കിലും. സുരേഷ്, ഒരു കില്ലറുടെ മനോഭാവം തിരിച്ചറിയുക പ്രയാസമാണ്. ഇതെടുക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളും കാണാം. അത് നമുക്ക് കണ്ടുപിടിക്കണം. സുരേഷ്, ഇപ്പോൾ തന്നെ മീഡിയയെ വിളിക്ക്. അവരാണ് ഈ ന്യൂസ് പുറത്തുവിടേണ്ടത്. മൈക്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സുരേഷിന് മനസ്സിലായിരുന്നില്ല. സുരേഷ് പോലീസിനെയോ മറ്റോ അറിയിച്ചാൽ നമുക്കെതിരെയാവും അവർ ആക്ഷൻ എടുക്കുക. ഇനി ആരെയും അറിയിക്കാതെ നമ്മൾ ഇത് മൂടിയിട്ട് പോയാൽ നാളെയോ മറ്റന്നാളോ മറ്റാരുടെയെങ്കിലും ബോഡി ഇതിൽ കൊണ്ടുചെന്നിടും. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് മൈക്കിൾ? പറയാം, മീഡിയയെ വിളിക്ക്. അങ്ങനെ മീഡിയ വന്നു. ന്യൂസ് കവർ ചെയ്തു. അടുത്ത ദിവസം പകൽ എല്ലാവരും ഉണർന്നത് ആ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. മിയയുടെ ചാച്ചനും അമ്മച്ചിയും ആ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ SP ക്കും ഹേമ മാഡത്തിനും DGPയുടെ ശാസനം. ആ കല്ലറ പൊളിക്കണം, ബോഡി അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തയുണ്ടായിരുന്നല്ലോ. അത് തുറന്നു നോക്കാൻ ആ സുരേഷ് തയ്യാറായതും അയാളെ കേസിൽ നിന്ന് മാറ്റിയതും ഒടുവിൽ അയാളും ആ സൈക്കോളജിസ്റ്റും ചേർന്ന് കല്ലറ പൊളിച്ചു നോക്കി. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ആര് കള്ളനായി? പോലീസ് കള്ളനായി. പെട്ടെന്ന് വേണ്ട നടപടികൾ പൂർത്തിയാക്കി ഈ കേസിലെ പ്രധാന പ്രതിയും അതുപോലെ എല്ലാ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. DGPയുടെ ശാസനം കേട്ട് പുറത്തിറങ്ങിയ ഹേമ മാഡം മൈക്കിളിനെ വിളിച്ചു. മൈക്കിൾ, യു ആർ വെരി ഫാസ്റ്റ്. മാഡം, അതെ, ഫാസ്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ബോർഡർ കടന്ന് തമിഴ്നാടെത്തി. മൈക്കിൾ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? മാഡം, ഈ വെള്ളിയാഴ്ച മേഡത്തിൻ്റെ ദിവസമാണ്. മേഡത്തെ എന്തിനാണ് കൊല്ലുന്നതെന്ന് മേഡത്തിന് അറിയണ്ടേ? മാഡം, സമാധാനമായിട്ട് കേൾക്കണം. ജാനകി തിരുവനന്തപുരം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആൽബിയും കൂട്ടരും എന്തോ റാഗിങ് ചെയ്തു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കരയുകയും ഒടുവിൽ അത് പോലീസ് കേസ് ആകുകയും ആ പെൺകുട്ടിക്ക് മാനസിക രോഗമായ ഇലൂസിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് ആ കേസ് ഒതുക്കി തീർത്തു. ആ കേസ് അന്വേഷിച്ചത് ഒരു വിക്രം. അന്ന് അദ്ദേഹത്തിൻ്റെ സീനിയർ സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു അസുഖവുമില്ലാത്ത പെൺകുട്ടിയെ അസുഖക്കാരിയായി ആക്കിയത്. ആ സൂപ്രണ്ടിൻ്റെ പേരാണ് ഹേമ. ഓർക്കുന്നുണ്ടോ മാഡം? എന്തിനു വേണ്ടിയിട്ടാണ് ആ കേസ് ഒതുക്കി തീർത്തതെന്ന് ഞാൻ അന്വേഷിച്ചു. ആൽബി നിങ്ങളുടെ ആദ്യ ഭർത്താവിലെ മകനായിരുന്നു. ആൽബിക്ക് 5 വയസ്സുള്ളപ്പോൾ നിങ്ങൾ മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പുറപ്പെട്ടു. കാരണം ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ, കുടുംബവഴക്ക്. പക്ഷേ മകനോട് നിങ്ങൾക്ക് എന്നും സ്നേഹമായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടി തനി പോക്കിരിയും തെമ്മാടിയുമായി വളർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കള്ളനും കഞ്ചാവും പെണ്ണും. അപ്പൻ്റെ കാശും അമ്മ അക്കൗണ്ടിലിട്ട് കൊടുക്കുന്ന കാശുമായി അവൻ വളർന്ന് ഒരു ക്രിമിനലായി. അന്ന് എന്തായിരുന്നു റാഗിങ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. ആൽബി അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് മാത്രമല്ല, അവളെ ചുംബിക്കുകയും കൂടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ കൈകൊണ്ട് അവളുടെ മാറിടത്തിൽ സ്പർശിക്കുകയും ചെയ്തു. അന്നത് കേസായിരുന്നുവെങ്കിൽ പീഡന ശ്രമത്തിന് അവൻ അകത്ത് പോയേനെ.
ഒടുവിൽ പെൺകുട്ടിയുടെ ബാഗിൽ കുറേ മരുന്നുകളും മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും കണ്ടു. അത് കണ്ടിട്ട് പെൺകുട്ടിക്ക് മാനസിക രോഗമാണെന്നും അതിനുള്ള മരുന്നുകളാണ് പെൺകുട്ടി കഴിക്കുന്നതെന്നും പറഞ്ഞുണ്ടാക്കി. കൂടാതെ ഒരു വ്യാജ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും. എന്നാൽ ജാനകിക്ക് അറിയാമായിരുന്നു നിങ്ങളാണ് കേസ് ഒതുക്കി തീർത്തതെന്ന്. അന്ന് ക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം അവൻ അവളോട് പറഞ്ഞത്, നീ ഇത് പോലീസ് കേസാക്കാൻ നോക്കിയാൽ നിന്നെ പീഡിപ്പിച്ചത് വല്ല ബംഗാളികളുമാണെന്ന് വരുത്തി തീർക്കും. എൻ്റെ മമ്മി DCP ആണ്, അറിയോ? അന്ന് ട്രെയിനിൽ കയറിയ ജാനകി നിങ്ങളെയാണ് വിളിച്ചത്. ആദ്യം നിങ്ങളോട് കരഞ്ഞു പറഞ്ഞു ആ പെൺകുട്ടി. നിങ്ങൾ അവളോട് പറഞ്ഞത് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം, കുട്ടി ഈ കാര്യം വേറെ ആരോടും പറയരുത്. എന്നാൽ വീട്ടിലെത്തിയാൽ പെൺകുട്ടി കൂട്ടുകാരികളെ വിളിച്ചു പറയുമെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ അവരെ തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ കൂടെ നിന്നെ പറഞ്ഞയക്കാൻ പോലും തയ്യാറാവില്ലായിരുന്നു. ആ അച്ഛൻ്റെ മകനല്ലേ വളർത്തുദോഷം. അവനും തൻ്റെ കൂട്ടുകാരികളും കൂടെ അറിഞ്ഞിട്ടാവും തന്നെ അപകടത്തിൽ കൊണ്ടെത്തിച്ചത്. അത് ഒരു തരം വിഷം കുത്തിക്കേറ്റലായിരുന്നു. അവൾ വീട്ടിലെത്തി കൂട്ടുകാരികളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവരെ കിട്ടരുതെന്ന് കണ്ട് അന്ന് രാത്രി ഹോസ്റ്റൽ മുറിയിൽ ഒരു കള്ളൻ കയറി. അതും മേഡത്തിൻ്റെ സഹായി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ കള്ളൻ ജമാൽ ആ പെൺകുട്ടികളുടെ ഫോൺ മോഷ്ടിച്ച് നിങ്ങൾക്ക് കൊണ്ടുതന്നു. വീട്ടിലെത്തി അവർ 4 പേരെയും വിളിച്ചിട്ട് കിട്ടാതായതോടെ അവൾ കരുതി തൻ്റെ കൂട്ടുകാരികളും കൂടി ചേർന്നാണ് അവളുടെ ജീവിതം നശിപ്പിച്ചതെന്ന്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതോടെ ആ കേസ് സിമ്പിളായി നിങ്ങൾ ഒതുക്കി തീർത്തു. അവൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞു. പക്ഷേ മകളുടെ ആത്മഹത്യ കൊലപാതകമാണ്, അന്വേഷിക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് പാവം മാരിമുത്തുവും അയാളുടെ ഭാര്യയും എത്രയോ തവണ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ മേഡം? മൈക്കിൾ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മകനെ രക്ഷിക്കാൻ നോക്കിയെന്നത് ശരിയാണ്. പക്ഷേ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം നിങ്ങളുടെ ഊഹങ്ങളാണ്. മേഡം, ഞങ്ങളൊരു യാത്രയിലാണ്. ആ യാത്ര കഴിഞ്ഞ് വന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. പിന്നൊരു കാര്യം മേഡം, ഈ കേസിനെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയ ആർക്കും ഇതെന്താണെന്നോ ആരാണിതൊക്കെ ചെയ്തതെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. എല്ലാറ്റിനും ഉത്തരം ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കിട്ടും. പിന്നെ മറ്റൊന്നുകൂടി, നിങ്ങൾ പോലും പരിഹസിച്ച് തള്ളുന്ന ഒരു അദൃശ്യ മനുഷ്യൻ നിങ്ങളുടെ ജീവൻ എടുക്കാതെ നോക്കിക്കോളൂ. അങ്ങനെ ഒരാളുണ്ട്. മൈക്കിൾ ഫോൺ വെച്ച് വണ്ടിയെടുത്ത് മൈക്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഒരാളും കൂടെ മൈക്കിളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അലീന, പിന്നെ SI സുരേഷും. അവളുടെ അഹങ്കാരം ഇനി തീരണം മൈക്കിൾ. ഇത്രയും നാളും കേസ് വഴിതിരിച്ചു വിട്ടു. ഇനി ഉള്ളിൽ പോയി അഴിയണ്ണട്ടെ. സുരേഷ് ധൃതി വയ്ക്കല്ലേ, ഇതുകൊണ്ട് എവിടെയും ഒന്നും ആയില്ല. അലീനയടക്കം എല്ലാവരും കണ്ട ആ കൊമ്പുള്ള മനുഷ്യനെ കണ്ടുപിടിക്കണം. വണ്ടി തിരുനെൽവേലി ശിവന്തപ്പെട്ടി തിരുവനന്തപുരത്തെത്തുമ്പോൾ രാത്രി ഒരുപാട് വൈകിയിരുന്നു. അവരൊരു മുറിയെടുത്ത് അവിടെ താമസിച്ചു. മൈക്കിൾ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്നെ കാണാനായിട്ട് നല്ല വിഷമമുണ്ടാവും. അലീന, അവരോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ കൂടെയുള്ളതും പറഞ്ഞിട്ടുണ്ട്. കേസ് തെളിയിക്കാൻ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ അവരും നമ്മളോട് സഹകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മൈക്കിൾ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരാണ് ഇതൊക്കെ ചെയ്തത്? സുരേഷ്, ജാൻവിയെ നമുക്ക് കാണണം. അവളാണ് ആൽബി അടക്കമുള്ള 4 പേരെയും കൊന്നത്. അവൾക്ക് സഹായിയായി നിന്നിട്ടുണ്ടാവുക അവർ പറയാറുള്ള കസിൻ ബ്രദർ വിഘ്നേശായിരിക്കും. 6 അടി പൊക്കം എങ്കിലും അയാൾക്കുണ്ട് എന്ന് അലീന പറയുന്നു. മാത്രവുമല്ല, ഒരു സ്ത്രൈണതയുള്ള മുഖമായിരുന്നു അയാൾക്ക് എന്നും അലീന പറഞ്ഞിട്ടുണ്ട്. ഒരു വേഷം കെട്ടി വന്നാൽ പീഡിപ്പിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അവർ 2 പേരും കൂടിയായിരിക്കും ആൽബി അടക്കം എല്ലാവരെയും കൊന്നത്. അപ്പോൾ ദിവ്യ, മിയ, സ്നേഹ, അത് ജാൻവിയല്ലേ കൊന്നത്? അതിപ്പോൾ പറയാൻ കഴിയില്ല. സുരേഷ്, അതറിയണമെങ്കിൽ ജാൻവിയെ കാണണം. അതാണ് ദുരൂഹത. രാത്രി സുരേഷും അലീനയും ഉറങ്ങിയ സമയത്ത് മൈക്കിൾ ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. അയാൾ ആരോടൊക്കെയോ ചോദിച്ചു. മാസികയിൽ കണ്ട കലാരൂപം നടക്കുന്നിടത്തേക്ക് അയാൾ പോയി. വണ്ടി ദൂരെ നിർത്തി അയാൾ ആ ജനക്കൂട്ടത്തിലേക്ക് നടന്നു. വേഷം കെട്ടിയാടുന്നത് ജാൻവിയാണോ അതോ അവളുടെ കസിനാണോ എന്നറിയാൻ അയാൾ മാറി നിന്ന് ആ പരിപാടി വീക്ഷിച്ചു. അപ്പോഴാണ് അയാളുടെ പുറത്ത് ആരോ തട്ടി വിളിച്ചത്. സാർ, എന്താ ഇവിടെ നമ്മുടെ നാട്ടിൽ? ആ ജാൻവി, ഞാൻ നിന്നെ ഒന്ന് കാണാൻ. എന്നെയോ? എന്തിന്? എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ജാൻവി, കൂടുതൽ അഭിനയിച്ച് ബുദ്ധിമുട്ടണ്ട. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. മൈക്കിൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞു നിന്നു. ജാൻവി, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തരണം. ഇല്ലെങ്കിൽ നീ എവിടെ പോയി ഒളിച്ചാലും പോലീസ് നിന്നെ പൊക്കും. എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് നീയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നീയും അവിടെ വേഷം കെട്ടിയാടുന്ന നിന്റെ കസിനും. ആ കലാരൂപം അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മരിക്കുന്നതിന് മുമ്പ് ആൽവിയും പിന്നെ ബാക്കിയുള്ളവരും കൂടാതെ ദിവ്യ, സ്നേഹ, മിയ എന്നിവരും കണ്ടത് സമാനമായ രൂപത്തെയാണ്. സാർ എന്താ ഈ പറയുന്നത്? ഒരാളെ കൊല്ലുകയോ? ഞാനോ? എന്തിന്? ചേച്ചിയുടെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരും മരിച്ചത് നിങ്ങളെപ്പോലെ ഞാനും പത്രത്തിൽ നിന്നാണ് അറിഞ്ഞത്. പിന്നെ അലീനയും കൂട്ടുകാരികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചതിൽ പങ്കുണ്ടല്ലോ. അവർക്കൊരു പക്ഷേ അറിയില്ലായിരിക്കും. എന്നാലും പക്ഷേ അവരെ കൊല്ലണമെന്ന ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ എന്തിനാണ് സ്നേഹയെ നിർബന്ധിച്ച് 14-ാം നമ്പർ മുറിയടിപ്പിച്ചത്? ആരാണ് മെഴുകുതിരി കത്തിച്ചത്? ആരാണ് പൈപ്പ് തുറന്നത്? അവരെ 14-ാം നമ്പർ മുറിയടിപ്പിച്ചത് ഞാൻ തന്നെയാണ്. അതിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ അവരും നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. നീ നുണ പറയുന്നു ജാൻവി. നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയോ? താൻ കള്ളമാണ് പറയുന്നത്.
ജാൻവിയുടെ കണ്ണിൻ്റെ ചലനവും ബോഡി ലാംഗ്വേജും വെച്ചിട്ട് മൈക്കിളിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ജാൻവി പറയുന്നതിൽ പലതും കള്ളമാണെന്ന്. സാർ, ഈ ഇരുട്ടിൽ ഇങ്ങനെ ഞാൻ മാറി നിന്ന് ഒരു അപരിചിതനോട് സംസാരിക്കുന്നത് ശരിയല്ല. സാർ രാവിലെ വിളിക്ക്. സാർ പറയുന്നിടത്ത് വന്ന് ഞാൻ എല്ലാം പറയാം. മൈക്കിൾ വണ്ടിയെടുത്ത് പോകാനൊരുങ്ങി. അയാൾ റൂമിലെത്തുമ്പോഴേക്കും സമയം രാത്രി 2:30 കഴിഞ്ഞിരുന്നു. അയാൾ വാതിൽ തുറന്ന് അകത്ത് നോക്കി. ഒരു മുറിയിൽ സുരേഷ് നല്ല ഉറക്കത്തിലാണ്. മറ്റേ മുറിയിൽ അലീനയും ഉറങ്ങുന്നു. അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി മുറിയിൽ കിടന്നു. തമിഴ്നാട്ടിലെ പൊള്ളുന്ന ചൂട് അസഹനീയമായി അയാൾക്ക് തോന്നി. അയാൾ ജനാലകൾ തുറന്നിട്ടു. ജാൻവിയാണ്, ഹേമ മേഡം, കസിൻ ബ്രദർ, ഇവർ 3 പേരെയും ചോദ്യം ചെയ്താൽ കിട്ടും എല്ലാത്തിനും ഉത്തരം. പക്ഷേ ആ കസിൻ ബ്രദർ ഒരു സൈക്കോ ആണെങ്കിലോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അയാളെ അലട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ജനാലയ്ക്കരികിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരാൾ. മൈക്കിൾ സാറേ, മൈക്കിൾ സാറേ. പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപത്തെ കണ്ട അക്ഷരാർത്ഥത്തിൽ മൈക്കിളൊന്ന് ഞെട്ടി. ഏയ് ഏയ്. മൈക്കിൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി. അതിശയിപ്പിക്കുന്ന തരത്തിൽ മരങ്ങൾക്കിടയിൽ കൂടെ അതിവേഗത്തിൽ ആ രൂപം ഓടി. മൈക്കിൾ വണ്ടിയും എടുത്ത് പുറകെ പോയി. 6 അടി പൊക്കത്തിൽ ഒരു മനുഷ്യൻ. എല്ലാവരും പറഞ്ഞ പോലെ തലയിൽ കുമ്പുണ്ട്. മനുഷ്യവേഷം കെട്ടിയതാവാം, പക്ഷെ ആ ശബ്ദം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മിക്സ് ആയിട്ടുള്ള ശബ്ദമായിരുന്നു. സ്ത്രീയുടെ ശബ്ദം തന്നെ, പക്ഷെ പുരുഷന്റെ പോലെ ഗാംഭീര്യമുള്ള ശബ്ദം. മൈക്കിളിന്റെ കൺമുന്നിൽ നിന്നും അത് വളരെ ദൂരത്തേക്ക് ഓടിപ്പോയിരിക്കുന്നു. ഒരു കലമാനിന് ഇത്രയും വേഗത കാണുമോ? അയാളുടെ വണ്ടി ചെന്ന് നിന്നത് ഒരു ഗ്രാമത്തിലായിരുന്നു. മുന്നിൽ കുറേ പേര് പരിപാടി കഴിഞ്ഞ് വരുന്നത് കണ്ടു. അതിൽ മാരിമുത്തുവും ഭാര്യയും ജാൻവിയും കൂടെ വേഷം കെട്ടി നിൽക്കുന്ന വിഘ്നേശിനെയും കണ്ടു. മൈക്കിൾ വണ്ടി നിർത്തി വിഘ്നേശിന്റെ മുഖത്തടിച്ചു. ഇതോടെ നിർത്തിക്കോളാം നിന്റെ വേഷം കെട്ട്. മൈക്കിൾ വിഘ്നേശിന്റെ ഷർട്ടിൽ പിടിച്ചു നിന്നപ്പോൾ തൊട്ടരികിലെ ബിൽഡിങ്ങിന് മുകളിൽ കൂടെ ഓടുന്ന ഒരു വലിയ രൂപത്തെ മൈക്കിൾ കണ്ടു. അയാൾ വിഘ്നേശിന്റെ പിടിവിട്ട് ആ രൂപത്തിന്റെ പുറകെ ഓടി. ബിൽഡിംഗ് ഇറങ്ങി റോഡിൽ കൂടെ ഓടാനൊരുങ്ങിയ ആ രൂപത്തിന് നേരെ മൈക്കിൾ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തെറിഞ്ഞു. മൈക്കിൾ ചെന്ന് പിടിച്ചതും അമാനുഷിക ശക്തി കൊണ്ട് ആ രൂപം മൈക്കിളിന്റെ കഴുത്തിൽ പിടിച്ചു. മോളെ എന്നൊരു വിളിയാണ് അപ്പോൾ അയാൾ കേട്ടത്. അത് മാരിമുത്തുവിന്റെ വിളിയായിരുന്നു. ആ വിളി കേട്ട് പിടിവിട്ടതോടെ മൈക്കിൾ ഒരു വടിയെടുത്ത് അതിനെ പൊതിരെ തല്ലി. അയ്യോ സാറേ, ഉപദ്രവിക്കരുത്, അസുഖമുള്ള കുട്ടിയാണ് സാറേ. മോളെ? ആരുടെ മോള്? ഈ 6 അടി പൊക്കത്തിൽ ആണിന്റെ ശബ്ദമുള്ള ഇവനാണോ മോള്? മാരിമുത്തു അവളുടെ ദേഹത്തുള്ള വേഷങ്ങളൊക്കെ അഴിച്ചു. ആ സമയം അവളൊരു സാധാരണ മനുഷ്യനെ പോലെ നിന്നു. പെട്ടെന്ന് മൈക്കിളിനെ നോക്കി അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്നിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിലേക്ക് ചാടിക്കയറി. പിന്നെ അവിടെ നിന്ന് നടന്നു വന്ന് ഒരു പേടിയോടെ അമ്മയുടെ പുറകിൽ സാരിത്തുമ്പിൽ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മൈക്കിൾ പറഞ്ഞു, ഒന്നിലധികം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യൻ. യെസ്, ദിസ് ഈസ് എ കില്ലർ. അതെ, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വ്യക്തിത്വങ്ങൾ മാറി മാറി വരുന്ന അസുഖം. ഒരേ സമയം ശാന്തനും പെട്ടെന്ന് മറ്റൊരു ഭീകര മനുഷ്യനുമാവുന്ന അവസ്ഥ. നിങ്ങൾക്ക് 2 മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്? ജാനകിയും ഇവളും ഇരട്ട കുട്ടികളാണ്. ഈ കൊച്ചിന് ചെറുപ്പത്തിൽ ബാധ കയറിയതാണ്, താത്തയുടെ ബാധ. അതിനുശേഷം ഇങ്ങനെയാണ്, പുറത്തൊന്നും ഇറക്കാറില്ല, ആരോടും ഇവളെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. കുറേ പൂജയും വഴിപാടുമൊക്കെ കഴിച്ചു, മരുന്നില്ല. താത്ത ഈ കലാരൂപത്തിന്റെ ആശാനായിരുന്നു. താത്തയുടെ മെഴുവഴക്കവും കായിക അഭ്യാസവും മോൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല രൂപവും അതുപോലെ. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു, അവൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. മാത്രവുമല്ല കയ്യും കാലും ആണുങ്ങളെപ്പോലെ, സംസാരവും അതുപോലെ. ഇരട്ടക്കുട്ടികളാണെന്ന് പറയില്ല. ഇനി അയാൾ പറയുന്നത് കള്ളമാണോ എന്നും അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇവളറിയാതെ ഒരു കൊലയും നടന്നിട്ടില്ല. പക്ഷെ എന്തിന്? അവൾ തിരിഞ്ഞു നിന്ന് മൈക്കിളിനെ നോക്കി ചിരിച്ചു. സാറേ, മൈക്കിളേ. മൈക്കിൾ അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. വീടിന് അടുത്ത് തന്നെ ജാനകി അടക്കം ചെയ്തത് കണ്ടു. നല്ല മനോഹരമായ ചെടികൾ, പൂക്കൾ അവിടെ കണ്ടു. മുറ്റത്ത് നിന്ന് തന്നെ മാരിമുത്തു അവളുടെ തലയിൽ വെള്ളമൊഴിച്ചു. ഇവളുടെ പേരെന്താണ്? ജാനകി. വലിയ ഉച്ചത്തിൽ അവൾ ചുവന്ന കണ്ണുകൊണ്ട് മൈക്കിളിനെ നോക്കി പറഞ്ഞു. ജയശ്രീ, അതാ പേര്. ജാനകി മരിച്ചതിൽ പിന്നെ ഇവൾ ജാനകി ജാനകി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മൈക്കിൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴാണ് മൈക്കിൾ ഒരു കാര്യം ഓർത്തത്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിൾ തിരികെ വേഗത്തിൽ നടന്ന് ആ വീട്ടുവരാന്തയിലെത്തി. മാരിമുത്തു, മാരിമുത്തു, വാതിൽ തുറക്ക്. മാരിമുത്തു, അത് പെണ്ണല്ല, ആണല്ലേ? സത്യം പറയ്, ആരാണവൻ? വാതിൽ തുറക്കാതെ ആയതോടെ മൈക്കിൾ വാതിൽ തള്ളി തുറന്നു. അകത്ത് ആരുമില്ല. ഇരുട്ടുമുറി. മൈക്കിൾ ലൈറ്റിട്ട് നോക്കി. അകത്ത് പൊടി പിടിച്ചു കിടക്കുന്നു. ഫർണിച്ചറുകൾ, പഴകിയ തുണികൾ, അടുക്കളയിൽ കുറെ പൊട്ടിയ ഓടിൻ കഷ്ണങ്ങൾ വീണ് കിടക്കുന്നു. ആൾതാമസമില്ലാത്ത മുറി പോലെ. ആ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീഴാറായ പോലെ. വീടിന്റെ പുറകുവശം കുറ്റിക്കാട്. ഏയ് ഹേയ്, യാറ്? പുറത്തുനിന്നും ശബ്ദം കേട്ട് മൈക്കിൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ആരാണ്? എന്താ ഈ അസമയത്ത് ഇവിടെ? ഇവിടെ മാരിമുത്തുവിനെ കാണാൻ. മാരിമുത്തുവോ? സാർ, ഇവിടെ ആരുമില്ല. ഈ വീട് പൂട്ടിയിട്ടിട്ട് 1.5 വർഷമായി. അല്ല, ഇവിടെ ഞാനൊരു കുടുംബത്തോടൊപ്പം ഇവിടെ നടന്നു വന്നതാണ്. ഇവിടെ അവർ കുളിച്ചിട്ടുണ്ട്. സാർ, ഇത് പൈപ്പ് പൊട്ടിയ വെള്ളം പോകുന്നതാണ്. കോർപ്പറേഷൻ പ്രശ്നം. ഇവിടെ ആര് വന്ന് കുളിക്കാൻ ഈ സമയത്ത്? മൈക്കിളിനൊന്നും മനസ്സിലായില്ല. വന്നു നിന്ന നാട്ടുകാർ മൈക്കിളിന് തലയ്ക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞ് നടന്നുപോയി. സാർ, സാർ, സമയം ഇപ്പോൾ 3 മണി. ഈ സമയം ഇവിടെ വരാൻ പാടില്ല. മുൻപ് ഈ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും 2 പെൺകുട്ടികളും തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വീടാണിത്. അതിനുശേഷം ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ വീട്ടിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല.
സാർ, രാത്രിയിൽ ഈ വീട്ടിൽ നിന്ന് നിലവിളിയൊക്കെ കേൾക്കാറുണ്ട്. സാർ വേഗം വീട്ടിൽ പോകാൻ നോക്ക്, ഈ സ്ഥലം അത്ര നല്ലതല്ല. മൈക്കിൾ തിരിഞ്ഞു നടന്നു. ആ വീടും ചുറ്റുപാടും നോക്കി മുന്നോട്ട് നടന്നു. അയാൾ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരു കറുത്തിരുണ്ട രൂപമുള്ള ഒരാൾ. മൈക്കിൾ. ഇടുക്കി, കേരളം. ടൈം 10 AM. മാർച്ച് 22 വ്യാഴാഴ്ച ഇടുക്കിയിലെ മിയയുടെ വീടിനടുത്തുള്ള ഇടവകപ്പള്ളിയിൽ ഒരു അപരിചിതൻ വന്നു. ഫാദർ ബെഞ്ചമിൻ ഇല്ലേ? ആരാണ്? വടക്കേ നിന്നാണ്, അച്ഛനെ ഒന്ന് കാണാൻ. ശരി, വരൂ. ഫാദറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ, എന്താണെന്നൊന്നും അറിയില്ല. വരാൻ പറയൂ. ഒരു കറുത്ത നിറത്തിലുള്ള ബൂട്ടും ഒരു ബ്രൗൺ കളർ കോട്ടും ഇട്ട അയാൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. കാഴ്ചയിൽ പരുക്കൻ മുഖഭാവം, കഴുത്തിൽ സ്വർണ്ണ നിറത്തിൽ ഒരു കുരിശുമാല, കയ്യിൽ കുരിശു തൂങ്ങിക്കിടക്കുന്ന കൈചെയിൻ, നീട്ടി വളർത്തിയ മുടി പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. അയാൾ അകത്തേക്ക് കയറി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാണ്? എവിടുന്നാ? അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി അയാൾ പറയാനൊരുങ്ങവേ പള്ളിമുറ്റത്ത് 3-4 പോലീസ് വണ്ടികൾ വന്നു. ഒരു സെക്കൻഡ്. ഇന്നലെ ഇവിടെ സെമിത്തേരിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ ബോഡി മിസ്സായി. അത് അന്വേഷിക്കാനാവും. താങ്കൾ ഇരിക്കൂ. അച്ഛൻ പുറത്തിറങ്ങി. SP-യും DYSP-യും SI-യും എല്ലാവരും ഉണ്ടായിരുന്നു. നമസ്കാരം ഫാദർ. ഐ ആം DCP നിരഞ്ജൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. ഫാദർ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മുൻപൊരു മേഡം വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതായിരുന്നു. അറിയാം ഫാദർ. ഈ മർഡർ കേസുകൾ ഇന്നു മുതൽ ഞാനാണ് അന്വേഷിക്കുന്നത്. ഹേമ അല്ല. അവരൊരു തീർത്ഥയാത്ര പോയി. ചോദിച്ചോളൂ സാർ. മരിച്ച പെൺകുട്ടി മിയയെ അടക്കം ചെയ്യുന്ന സമയത്ത് പള്ളിവരാന്തയിൽ ഒരു അപരിചിതനെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. അന്നത് കവർ ചെയ്യാൻ വന്ന മീഡിയയിലും പള്ളിവരാന്തയിൽ ഒരാളുടെ മുഖം വ്യക്തമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഈ ഇടവകപ്പള്ളിയിൽ ഉണ്ടായിരുന്നോ ഫാദർ? എൻ്റെ അറിവിലില്ല. ഞാനും ആരെയും കണ്ടില്ല. അടക്കം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞപ്പോൾ അച്ഛൻ അപരിചിതനോട് സംസാരിക്കുന്നത് ഇവിടുത്തെ CCTV ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു. ഓ യെസ്, ശരിയാണ്. ഒരാളന്ന് വന്നിരുന്നു, ഒരു ബോബി, അതാണ് അയാളുടെ പേര്. അയാളൊരു കത്ത് കയ്യിൽ തന്നു. ഞാൻ അകത്ത് പോയി കണ്ണടയെടുത്ത് വരുമ്പോഴേക്കും അയാൾ പോയി. എന്നിട്ട് ആ കത്ത് എന്തിയാച്ചോ? നിരവധി പ്രമാദമായ കേസുകൾ തെളിയിച്ച ഒരു ബ്രില്യൻ്റ് ഓഫീസറാണ് നിരഞ്ജൻ IPS. അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റം വെറുതെ ആയിരിക്കില്ല എന്ന് സഹപ്രവർത്തകർക്കും മനസ്സിലായി. മോഹൻ, ഈ ഏരിയ, ഇവിടുത്തെ കവലകൾ, പിന്നെ മിയയുടെ വീടിനടുത്തുള്ള ഏരിയയിൽ എവിടെയെങ്കിലും CCTV ക്യാമറ ഉണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് മെയിൻ റോഡിൽ കാണുന്ന വിധം CCTV ഉള്ള വീടുകളുണ്ടാവും. മർഡർ നടന്ന ദിവസത്തെയും അതിൻ്റെ മുൻപത്തെ ദിവസത്തെയും കംപ്ലീറ്റ് ഫുട്ടേജ് എനിക്ക് കിട്ടണം. ഓക്കെ സാർ. അതേപോലെ അലീന, ദിവ്യ, സ്നേഹ, അവർ 3 പേരുടെയും വീടിനടുത്തുള്ള സ്ഥലത്തെ CCTV ഫുട്ടേജും. സാർ. അച്ഛനകത്ത് പോയി കത്തെടുത്തുകൊണ്ട് വന്നു. നിരഞ്ജൻ അത് തുറന്നു വായിച്ചു. ഇത് അവസാനമല്ല, എന്നാൽ ആദ്യവുമല്ല. പക്ഷെ ഒന്നറിയാം, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ആ കർമ്മമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാപമല്ല, എൻ്റെ കടമയാണ്. എൻ്റെ കടമ നിറവേറ്റാൻ എന്നെ അനുവദിച്ചാലും. ഫാദറിന് എന്നെ മനസ്സിലായി കാണില്ല ഫാദർ. എൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് ഞാൻ വരും. എനിക്ക് കുമ്പസരിക്കണം. ഫാദർ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പള്ളിയുടെ വടക്ക് വശത്തുള്ള മുറി ഒഴിച്ചു വയ്ക്കണം. ആ കത്ത് വായിച്ചാൽ ഫാദർ ആ കത്ത് കൊണ്ട് തന്നവനോട് ഒന്നും ചോദിക്കരുത്. ഫാദർ, ഒരു സഹായം മാത്രം. രാത്രി വൈകി വരുന്ന എനിക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കാൻ ആ മുറി ഒന്ന് ഒഴിച്ചു വയ്ക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഫാദർ, ആ മുറി തുറന്നു വെച്ചിരുന്നു. അന്ന് ആരാണ് ആ മുറിയിൽ വന്നത്? അന്ന് ആ മുറിയിൽ ആരും വന്നില്ല. പക്ഷെ പുലർച്ചെ 3 മണിക്ക് ആ മുറി തുറന്നൊരാൾ ഇരുട്ടിലൂടെ സെമിത്തേരിയിലേക്ക് പോകുന്നതായിട്ട് കപ്പ്യാർ കണ്ടു എന്ന് പറഞ്ഞു. കപ്പ്യാർ എവിടെ? അയാളെ വിളിക്ക്. അല്പസമയത്തിന് ശേഷം കപ്പ്യാർ വന്നു. കപ്പ്യാർ വീട്ടിൽ പോവാറില്ലേ? പോവാറുണ്ട്. രാവിലെ എത്ര മണിക്ക് പള്ളിയിലേക്ക് വരും? 5 മണി to 5:30 ആവുമ്പോൾ വരും. അന്ന് രാത്രി എന്തിനു 3 മണിക്ക് വന്നു? തോപ്രാങ്കുടിയിലെ ജോയിച്ചൻ മരണപ്പെട്ടത് അന്നായിരുന്നു. അത് അച്ഛനോട് പറയുവാനും പിന്നെ പള്ളിമണി അടിക്കുവാനും. ശരി, അപ്പോൾ താങ്കൾ ആരെയാണ് കണ്ടത്? പള്ളിമുറ്റത്തെത്തിയപ്പോൾ വടക്കുവശത്ത് എന്തോ ശബ്ദം കേട്ട് ഞാൻ ടോർച്ചടിച്ചു നോക്കി. അപ്പോൾ ഒരാൾ കയ്യിൽ വലിയ മഴുവുമായി നടന്നു പോകുന്നത് കണ്ടു. അയാൾ സെമിത്തേരിയിലേക്ക് നടന്നപ്പോൾ ഞാൻ ആരാ എന്ന് ചോദിച്ചു പുറകെ പോയി. ഞാൻ സെമിത്തേരിക്ക് അടുത്തെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. കപ്പ്യാര് പിന്നെ അയാളെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല സാർ. അപ്പോൾ ഈ പള്ളി സെമിത്തേരിയിലാണ് ആ പെൺകുട്ടി അടക്കം ചെയ്തത്. ഒടുവിൽ ആരും അറിയാതെ പള്ളി സെമിത്തേരിയിൽ നിന്ന് ആ ബോഡി ആരും എടുത്തുകൊണ്ടുപോയി. അവിശ്വസനീയം. കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ദിവസം എനിക്കൊരു ഭാവനാ ദർശനം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി പള്ളിയിലേക്ക് തിരിച്ചു വരാൻ വൈകിയിരുന്നു. തിരിച്ചു വരുന്ന വഴി ഡ്രൈവർക്ക് വഴി തെറ്റി. പിന്നെ ചുറ്റി വളച്ചാണ് വന്നത്. അച്ചോ, ആ ഡ്രൈവർ എവിടെ? കപ്പ്യാരെ, ജോണിയെ വിളിക്ക്. ജോണി പരിങ്ങി വന്ന് നിരഞ്ജൻ്റെ മുന്നിൽ നിന്നപ്പോഴേക്കും നിരഞ്ജൻ അയാളുടെ ഷർട്ടിൽ പിടിച്ചു. പറയടാ, ഓടിയെടുക്കാൻ വന്നവർ തനിക്ക് എത്ര പണം തന്നു? അയാൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അയാളെ തല്ലുന്നത് ഫാദറും തടഞ്ഞു. ഒടുവിൽ അയാൾ സത്യം പറഞ്ഞു. ഒരു തമിഴൻ എന്നെ വന്ന് കണ്ടു. കൂടെ തമിഴ് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് മോളുടെ സ്കൂളിൽ ഫീസ് അടയ്ക്കേണ്ട ദിവസമായിരുന്നു. കൂടാതെ വയ്യാതെ കിടക്കുന്ന അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാനും പണം അത്യാവശ്യമായി. ആ വന്നയാൾ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളായിരുന്നു. അയാൾ എനിക്ക് 10,000 രൂപ കയ്യിൽ വെച്ച് തന്നു. വേറെ ഒന്നും ചോദിക്കരുത്, രാത്രി കുറച്ച് വൈകി എത്തിയാൽ മതി എന്ന് മാത്രം പറഞ്ഞു. വന്നയാൾക്കാരെ കണ്ടാൽ താൻ തിരിച്ചറിയുമോ? തിരിച്ചറിയും സാർ.
മോഹൻ ആ ജാൻവിയുടെയും വിഘ്നേഷിൻ്റെയും ഫോട്ടോ എടുക്ക്. നിരഞ്ജൻ അയാൾക്ക് മുന്നിൽ ജാൻവിയുടെയും വിഘ്നേഷിൻ്റെയും ഫോട്ടോ കാണിച്ചു. സാർ, ആ പെൺകുട്ടി ഇവൾ തന്നെ. പക്ഷേ എനിക്ക് പണം തന്നയാൾ ഇയാളല്ല, കുറച്ചുകൂടി പൊക്കമുള്ള വെളുത്ത ഒരാളാണ്. മോഹൻ, രേഖാചിത്രം എടുപ്പിക്കണം, ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഫാദർ, വളരെ ഉപകാരം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. നിരഞ്ജനും കൂട്ടനും വണ്ടിയിൽ കയറിപ്പോയി. പോലീസ് പോയപ്പോൾ ഫാദർ അകത്തേക്ക് പോയി. നേരത്തെ വന്ന അയാൾ അവിടെ കിടന്നുറങ്ങിപ്പോയിരുന്നു. ഫാദർ അയാളെ തട്ടി വിളിച്ചു. ഒന്ന് മയങ്ങിപ്പോയി ഫാദർ. എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഓ സോറി ഫാദർ, എൻ്റെ പേര് മീഖായിൽ. ഇവിടുത്തെ അനാഥാലയത്തിൽ കുട്ടികൾക്ക് കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട്, അത് പറഞ്ഞു കേട്ട് വന്നതാണ്. ആ, പത്രത്തിൽ കൊടുത്തിരുന്നു. എന്നാ വരൂ, ഞാൻ കപ്പ്യാരെ വിളിക്കാം. കപ്പ്യാരെ, അച്ചോ വിളിച്ചായിരുന്നോ? ഇത് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നയാളാണ്. ഇയാൾക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്ക്. ശരി അച്ചോ, എന്നാ പോരെ. തിരുനെൽവേലി, തമിഴ്നാട്. സമയം 11 AM. വണ്ടിയിൽ അബോധാവസ്ഥയിലായി കിടക്കുന്ന മൈക്കിളിനെ അലീനയും സുരേഷും ചേർന്ന് റൂമിലെത്തിച്ചു. അടുത്ത ദിവസം പകൽ ഉറക്കമെഴുന്നേറ്റപ്പോൾ അലീന ചോദിച്ചു, എന്താ പറ്റിയത്? രാത്രി എവിടേക്കാണ് പോയത്? കാണാതായപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു. ഒടുവിൽ ആ ചെറിയ കവലയിൽ വണ്ടി നിർത്തിയത് കണ്ടു. അതിൽ ബോധമില്ലാതെ കിടക്കുന്നു. ഏയ്, ഞാൻ ആ രൂപത്തെ കണ്ടു. അതിൻ്റെ പുറകെ പോയതായിരുന്നു. അത് ജാനകിയുടെ സഹോദരിയാണ്. നമ്മളും ആരും അറിയാത്ത ഒരു സഹോദരിയുണ്ട് അവൾക്ക്. പേര് ജയശ്രീ. സാർ എന്താണ് ഈ പറയുന്നത്? സാർ, ഇവിടെ ഞാനും അലീനയും രാവിലെ പോയി നോക്കി. ഒരു കലാപരിപാടിയും ഇവിടെയില്ല. അങ്ങനെ ഒരു കലാരൂപവുമില്ല. ജാൻവിയുമില്ല, മാരിമുത്തുവുമില്ല. അല്ല സുരേഷ്, ഞാൻ ഇന്നലെ പോയി കണ്ടതാണ്. സാർ ചുമ്മാ ഇരിക്കേ. ആ പിന്നെ, നമ്മൾ തിരുനെൽവേലി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ജാൻവി ഇവിടെയില്ല. അവരുടെ വീട് പൂട്ടിയിരിക്കുകയാണ്. 1 മാസമായി അവർ ഇവിടെ നിന്ന് പോയിട്ട്. നോ നെവർ സുരേഷ്, അവർ ഇവിടെയുണ്ട്. ആ വീട് എനിക്കറിയാം. നിങ്ങൾ വാ, നമുക്ക് ആ കലാരൂപം നടന്നെടുത്തും ആ വീട്ടിലേക്കും പോവാം. അങ്ങനെ മൈക്കിൾ അവരെയും കൂട്ടി കലാരൂപം നടന്ന സ്ഥലത്തേക്ക് പോയി. എറണാകുളം, കേരളം. ടൈം 12:30 PM. SP ഓഫീസ്. DCP നിരഞ്ജൻ കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കുകയായിരുന്നു. മോഹൻ, ആദ്യം മരിച്ച ദിവ്യയുടെ വീടിനടുത്തുള്ള പൊട്ടക്കിണർ, അവിടെയാണ് പോലീസ് ഡോഗ് ആദ്യം പോയതല്ലേ? ഫയർഫോഴ്സിനെ വിളിക്കണം. ആ കിണറൊന്ന് മുങ്ങിത്തപ്പണം. സാറേ, അത് പിന്നെ എന്താണ് ഒരു പരിങ്ങൽ? അല്ല സാറേ, അവിടെയാണ് ഡോഗ് പോയി നിന്നത്. അന്ന് തന്നെ ആ ഡോഗ് മരിച്ചു പോയിരുന്നു. പിന്നെ ഈ അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയുടെ ബോഡിയും കണ്ടെടുത്തിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എന്താണ് കുഴപ്പം? അല്ല സാർ, അതൊരു ശവപ്പറമ്പാണെന്നാണ് പറയുന്നത്. ആ കിണർ നിറയെ ചപ്പുചവറുകളും കുപ്പിച്ചില്ലുകളും. എടോ, അതാണ് പറഞ്ഞത് കിണറിൻ്റെ ഉള്ളിലെ എല്ലാം പുറത്തെടുക്കണമെന്ന്. ലാസ്റ്റ് ടൈം കിട്ടിയ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു? യെസ് സാർ, അത് തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്. പേര് ശ്രേയ. പെൺകുട്ടി കാമുകനോടൊപ്പം ഒളിച്ചോടിയതായിരുന്നു. എന്നിട്ട് അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ അതിനെ കൊന്നിട്ട് ആ ശവപ്പറമ്പിൻ്റെ അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ കൊണ്ടുചെന്നിട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. അയാൾ കുറ്റം സമ്മതിച്ചു. വിവാഹം കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് പെൺകുട്ടി. പക്ഷെ എന്തോ പിന്നീട് ഇവനോട് പറഞ്ഞു തിരിച്ച് വീട്ടിൽ പോകണം, ഈ വിവാഹത്തിന് അയാൾക്ക് ഇഷ്ടമില്ല എന്ന്. ആ ദേഷ്യത്തിൽ അവൻ അവളുടെ തല പിടിച്ച് ചുവരിലിടിച്ചു. കുറേ തവണ ഇടിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായി. ബോധം പോയപ്പോൾ അവൻ ലൈംഗികമായി പീഡിപ്പിച്ചു. പിന്നീട് മരിച്ചെന്ന് ഉറപ്പായ ശേഷം ഒരു വലിയ പ്ലാസ്റ്റിക് കവറിലാക്കി റൂമിൽ വെച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ രാത്രി ആ ബോഡി എടുത്തു കൊണ്ടുപോയി ആ ശവപ്പറമ്പിലെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. മുഖം മൂടി വെച്ച അയാളെ കണ്ടിട്ടാവും നാട്ടുകാരനായ ചന്ദ്രൻ പേടിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. ശരി സാർ. തിരുനെൽവേലി, തമിഴ്നാട്. സമയം 1:45. കലാരൂപം കണ്ടെന്ന് മൈക്കിൾ പറഞ്ഞ സ്ഥലത്ത് നിരവധി പച്ചക്കറിക്കടകളും തുണിക്കടകളും മാത്രമായിരുന്നു കണ്ടത്. സുരേഷ് അവിടെയുള്ള നാട്ടുകാരോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു കലാരൂപം ഇവിടെ നടന്നിട്ടുമില്ല, മാത്രമല്ല ഈ കടകളൊക്കെ എത്രയോ വർഷമായി ഇവിടെ ഉള്ളതുമാണെന്നാണ്. ഈ മൈക്കിൾ സാറിന് ഇതെന്ത് പറ്റി? മൈക്കിൾ സാർ കണ്ടില്ലേ, അങ്ങനൊരു കലാരൂപം നടന്നിട്ടേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി സാർ പറഞ്ഞ മാരിമുത്തുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. മൈക്കിൾ വണ്ടിയിലേക്ക് കയറി. രാത്രിയിൽ മാരിമുത്തുവിനെയും കുടുംബത്തെയും കണ്ട കവലയിൽ അവർ എത്തി. ആ വീട് കണ്ടെന്ന് പറയുന്നിടത്ത് ഒരു ബസ് സ്റ്റാൻഡാണ് അയാൾ കണ്ടത്. അയാൾ രാത്രി കണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടാറായ വീടോ മുറ്റമോ ഒന്നുമില്ല, അവിടെ ബസ് സ്റ്റാൻഡ്. മൈക്കിൾ ഒന്ന് ഞെട്ടി. സുരേഷ് മൈക്കിളിൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, സാർ കുറേ ആയില്ലേ ഈ കേസിൻ്റെ പുറകെ ഊണും ഉറക്കവും ഇല്ലാതെ നടക്കുന്നു. സാർ നാട്ടിൽ ചെന്നിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്ക്. ഇതൊക്കെ ഏത് നേരവും ചിന്തിച്ച് നടന്നിട്ട് രാത്രി കിടന്നപ്പോൾ സാറിന് തോന്നിയതാവും ഇതൊക്കെ. സാർ വെറുതെ ആ ഭയത്തിൽ വണ്ടി എടുത്ത് പുറത്തുപോയി. എന്തോ കണ്ടു പേടിച്ചതാവും. മൈക്കിൾ, നമുക്കിപ്പോൾ തന്നെ നാട്ടിലേക്ക് മടങ്ങാം, അലീന പറഞ്ഞു. റൂം വെക്കേറ്റ് ചെയ്ത് ഉച്ചയോടെ അവർ നാട്ടിലേക്ക് മടങ്ങി. മൈക്കിൾ ആകെ അപ്സെറ്റായിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാവാതെ അയാൾ മൂഡ് ഓഫായി. ഇടുക്കി, കേരളം. സമയം 4 PM. കുര്യച്ചായ, ആ വരുന്നത് പള്ളിയിലെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന സാറാണ്. പേര് മിഖായൽ. കവലയിലെ ചായക്കടയിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു. അയാൾ കടയിൽ നോക്കി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നടന്നു. കാലിന് വേദന വന്നിട്ട് മിയയുടെ അമ്മച്ചി കുറച്ച് ദിവസമായിട്ട് കിടപ്പിലായിരുന്നു. അന്ന് കാലിന് നീര് കൂടി വേദന അസഹനീയമായപ്പോൾ ചാച്ചൻ അമ്മച്ചിയെയും കൂട്ടി ആശുപത്രിയിൽ പോകാനൊരുങ്ങി.
ഒരു വണ്ടിക്ക് വേണ്ടി വീടിന് മുന്നിൽ കാത്തു നിന്നപ്പോഴാണ് മിഖായൽ സാർ അതുവഴി നടന്നു വന്നത്. സാറേ, ആ മൊബൈലൊന്ന് തരുമോ? എൻ്റെ ഫോണിൽ പൈസയില്ല. എന്തിനാണ്? ആരെയെ വിളിക്കേണ്ടത്? ഭാര്യയ്ക്ക് നല്ല സുഖമില്ല, കാലിന് നീര് കെട്ടിയിട്ട് നല്ല വേദന. ഒരു വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തു പറ്റിയതാ? ഞാനൊന്ന് നോക്കട്ടെ. അയാൾ അകത്ത് കയറി അമ്മച്ചിയെ പരിശോധിച്ചു. കയ്യിലെ ബാഗിൽ നിന്നും ഒരു മരുന്നെടുത്ത് കാലിൽ പുരട്ടി. പിന്നീട് ഒരു മരുന്ന് കഴിക്കുവാനും കൊടുത്തു. ഒരു കുറിപ്പ് ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കവലയിൽ പോകുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ മരുന്ന് വാങ്ങി രാത്രി ആഹാരത്തിന് ശേഷം പിന്നെ രാവിലെയും കൊടുക്കണം. ഇപ്പോൾ വേദന കുറയാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാർ ഡോക്ടറാണോ? അയാൾ ചാച്ചൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പറഞ്ഞു, ഡോക്ടർ തന്നെ, പരിചരിക്കുന്നവൻ. ഇപ്പോൾ ഇവിടെ ഇടവകപ്പള്ളിയിലെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നതാണ്. ഇവിടെ ചാച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. മക്കൾ? ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും മുഖം വാടി. മോളുണ്ടായിരുന്നു, ഞങ്ങളെ ഒറ്റക്കാക്കി അവൾ പോയി. ചുവരിൽ വിരൽ ചൂണ്ടിക്കാണിച്ച് ചാച്ചൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവളെ മരിച്ചിട്ടും അവളെ വേട്ടയാടുകയാണ്. മരിച്ചു കിടന്നുറങ്ങുന്ന എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തെ പോലും അവർ വെറുതെ വിടുന്നില്ല. കല്ലറ ആരൊക്കെയോ പൊളിച്ചു നീക്കി. എൻ്റെ കുഞ്ഞ് അവിടെയില്ല, ആർക്കും അറിയില്ല. അമ്മച്ചിയും ചാച്ചനും അത് പറഞ്ഞ് കരഞ്ഞു. മിഖായൽ സാറ് അവരുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി നോക്കി. കുറേ നേരം ആ മുഖത്തേക്ക് നോക്കിയ ശേഷം അയാൾ പുറത്തേക്ക് നടന്നു. അയാൾ പോയതിനു ശേഷം അമ്മച്ചിയുടെ കാലിൻ്റെ നീര് കുറഞ്ഞു, വേദനയും കുറഞ്ഞു. അവർ നടന്ന് ഉമ്മറത്തേക്ക് വന്നപ്പോഴേക്കും അയാൾ നടന്ന് ദൂരേക്ക് പോയിരുന്നു. സമയം 5:45 PM. SP ഓഫീസ്. സാറേ, ആ മാരിമുത്തുവിനെയും കുടുംബത്തെയും പൊക്കിയിട്ടുണ്ട്. അവർ കന്യാകുമാരിയിൽ തന്നെ ഉണ്ടായിരുന്നു. വീട് പൂട്ടിയിട്ട് ഏതോ ഒരു പൂജ ചെയ്യുന്ന സ്വാമിയുടെ ആശ്രമത്തിൽ നിന്നാണ് പിടികൂടിയത്. മോഹൻ, ആ ജാൻവിയെ മാത്രം ഉള്ളിലേക്ക് വിളിക്ക്. മോഹൻ, പിന്നെ ആ ജാൻവിയെ ചോദ്യം ചെയ്യുമ്പോൾ ഹേമയും കൂടെ ഉണ്ടാവണം. ഹേമയെ വിളിക്ക്. ഹേമ മേഡം വന്നതിന് ശേഷമാണ് DCP നിരഞ്ജൻ ജാൻവിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഹേമയെ കണ്ടപ്പോൾ ജാൻവിയുടെ മുഖത്ത് കോപം നിരഞ്ജൻ ശ്രദ്ധിച്ചു. പ്രകോപനമാവുന്ന രീതിയിലുള്ള അവളുടെ പെരുമാറ്റങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കും ഹേമ മേഡത്തെ നിരഞ്ജൻ വിളിപ്പിച്ചത്. ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചവൻ്റെ അമ്മ, ആ കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയ സ്ത്രീ. തീർച്ചയായും ജാൻവിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാവും. ഹേമയെ തുറിച്ചു നോക്കിയിരുന്ന ജാൻവിയുടെ കയ്യിൽ നിരഞ്ജൻ പിടിച്ചു, അവളുടെ പൾസ് നോക്കാൻ. ജാൻവിയെ തൊട്ടു മുന്നിലിരുന്ന നിരഞ്ജൻ ഒരു നമ്പറിൽ വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് ഓണാക്കി വെച്ചു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദ്യം ആരംഭിച്ചു. മോഹൻ, എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എടുക്ക്. ജാൻവിയുമായുള്ള ലൈവ് ചോദ്യം ചെയ്യൽ നിരഞ്ജൻ മറ്റാരുമായോ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ബട്ട് അവിടെയുള്ള ആർക്കും അതാരാണെന്ന് മനസ്സിലായില്ല. അയാൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആദ്യ ചോദ്യം തുടർന്നു. ജാൻവി, ആൽബി അടക്കമുള്ള എല്ലാവരെയും കൊലപ്പെടുത്തിയത് തൽക്കാലം ഞാൻ ചോദിക്കുന്നില്ല. അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ ചോദ്യം ഇതാണ്, ദിവ്യ, മിയ, സ്നേഹ, ഇവരെ കൊല ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൽ അലീന ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. താനിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങളുമായി സഹകരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ. മിയയുടെ ബോഡി കല്ലറയിൽ നിന്നും എടുത്ത് മാറ്റിയത് എന്തിന്? ആ ബോഡി എന്ത് ചെയ്തു? എനിക്കറിയില്ല. നിരഞ്ജൻ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ എതിർവശത്തുള്ളയാളോട് സംസാരിച്ചു. മൈക്ക്, എന്താണ്? നിരഞ്ജൻ, അവൾ ഇന്ന് എന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല. അടുത്തയാളോട് ചോദിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ. മോഹൻ, ഇവളെ അപ്പുറത്തെ റൂമിലിരുത്തിയേക്ക്. എന്നിട്ട് ആ വിഘ്നേഷിനെ വിളിക്ക്. വിഘ്നേഷ് വന്നിരുന്നപ്പോൾ നിരഞ്ജൻ ചോദ്യം തുടർന്നു. ആൽബി അടക്കമുള്ളവരെ കൊന്നതിൽ നിങ്ങൾക്ക് പങ്കില്ലേ? ഇല്ല സാർ, ഈ കൊലപാതകങ്ങളൊക്കെ ഞാൻ പത്രത്തിൽ നിന്നാണ് അറിയുന്നത് തന്നെ. നിരഞ്ജൻ വീണ്ടും കോള് കണക്ട് ചെയ്തു. മൈക്ക്, ശരിയാണോ? നിരഞ്ജൻ, അവൻ പറഞ്ഞത് സത്യമാണ്. ജാൻവി ഒറ്റയ്ക്കാണോ ഈ കൊലപാതകങ്ങൾ ചെയ്തത്? സാർ, എനിക്കറിയില്ല സാർ. ജാൻവി ഇവിടെ എറണാകുളത്ത് പഠിക്കുകയാണ്. ഞാൻ കന്യാകുമാരിയിലാണ് മിക്കപ്പോഴും ഉണ്ടാവാറ്. ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. മൈക്ക്. നിരഞ്ജൻ, അവൻ നിരപരാധിയാണ്. ഇതിൽ കൂടുതലൊന്നും അവനൊന്നും അറിയില്ല. ഫേസ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് അത് പറയുന്നുണ്ട്. ഓക്കെ മൈക്ക്, താങ്ക് യു. മാരിമുത്തുവിനെയും ഭാര്യയെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ പറഞ്ഞയച്ചേക്ക്. ജാൻവി കസ്റ്റഡിയിൽ നിൽക്കട്ടെ. ഹേമ, നിനക്ക് വീട്ടിൽ പോവാം. നിന്നെ നാളെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? നോക്കാം ഇവളകത്തിരുന്നാൽ ആരാ കൊല്ലുമെന്ന്. നിരഞ്ജൻ പുറത്തേക്ക് പോയപ്പോൾ ഹേമ മേഡം മോഹനോട് ചോദിച്ചു, ആരാണ് മൈക്ക്? അറിയില്ല മേഡം. ആ മോഹൻ, ആ മെൻ്റലിസ്റ്റ് മൈക്കിളും സുരേഷും ഇവിടെ എത്തിയോ? അവരെ കോൺടാക്റ്റ് ചെയ്യണം. നാളെ രാവിലെ എനിക്ക് അവരെ കാണണം, ഒപ്പം അലീനയെയും. നിരഞ്ജൻ വണ്ടിയിൽ കയറി അയാളുടെ വീട്ടിലേക്ക് പോയി. സമയം 7:45 PM. വടക്കാഞ്ചേരിയിലുള്ള അലീനയുടെ വീട്. TV ന്യൂസ്. സുപ്രധാന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കൊലപാതക പരമ്പരയിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസ് സംശയിക്കുന്ന ജാൻവി എന്ന പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുപാട് ദുരൂഹ മരണങ്ങളും അജ്ഞാത രൂപത്തിൻ്റെ വേഷവും കൊണ്ട് ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്ത കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന ജാൻവി DCP നിരഞ്ജൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കന്യാകുമാരിയിലെ ഒരു ആശ്രമത്തിൽ നിന്ന് പിടികൂടി. കന്യാകുമാരിയിലെ വീടും തിരുനെൽവേലിയിലെ വീടും പൂട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒളിവിൽ പോയ കുടുംബത്തെ കന്യാകുമാരിയിൽ നിന്നും കുറച്ചു മാറി ആൾതാമസം കുറഞ്ഞ പ്രദേശത്തുള്ള ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നില്ല. കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ സൂചന.
വാർത്ത കണ്ടയുടനെ അലീനയുടെ അപ്പച്ചനും അമ്മച്ചിയും സന്തോഷമായി. രാത്രി ഏറെ വൈകി മൈക്കിളിൻ്റെ കൂടെ അലീന വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ കുടുംബത്തിൽ സന്തോഷം അലയടിച്ചു. മൈക്കിൾ മോനെ, നിങ്ങളെൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചു. ആ പെണ്ണിനെയും പോലീസ് പിടിച്ചു. അറിഞ്ഞു അപ്പച്ച, ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാൻ നാളെ രാവിലെ വരാം. സുരേഷേ, പോവാം. മാർച്ച് 23 വെള്ളിയാഴ്ച, ഇടുക്കി, കേരളം. ടൈം 8 AM. പതിവിൽ നിന്നും വ്യത്യസ്തമായ കാർമേഘം മൂടിയിരിക്കുന്ന പ്രഭാതം. ഒരു നല്ല മഴക്കോളിനുള്ള സാധ്യതയുണ്ട്. അകലെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നും വരുന്ന തണുത്ത കാറ്റും കാപ്പിത്തോട്ടങ്ങൾക്ക് മീതെ തിമിർത്തു പെയ്യാൻ കൂട്ടം കൂടി കൈപിടിച്ച് ചേർന്ന് നിൽക്കുന്ന കാർമേഘങ്ങളും. മൂടിക്കെട്ടിയ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണെങ്കിലും മനസ്സിന് എന്തോ ഒരു വിഷമമുണ്ടാക്കുന്ന ദിവസമായിരിക്കുമെന്ന്. അലീനയും അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും അന്ന് ഇടുക്കിയിൽ മിയയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇടവക പള്ളിയിൽ ധ്യാനത്തിന് കൂടാൻ മിയയുടെ ചാച്ചൻ അവരെ വിളിച്ചിരുന്നു. രാവിലെ SP ഓഫീസിൽ ജാൻവിയെ വിശദമായി ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇടുക്കിയിൽ തന്നെയായിരുന്നു ഹേമയുടെയും വീട്. ഈവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇടുക്കിയിൽ വന്നു നിൽക്കാൻ അന്ന് ഹേമയും തീരുമാനിച്ചു. അങ്ങനെ ആ വെള്ളിയാഴ്ച എല്ലാവരും ഇടുക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ SP ഓഫീസിലെത്തിയ മൈക്കിൾ നിരഞ്ജനെ കാണുവാൻ വേണ്ടി കാത്തു നിന്നു. SI സുരേഷും കൂടെ ഉണ്ടായിരുന്നു. നിരഞ്ജൻ മൈക്കിളിനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ഹലോ മൈക്കിൾ, ഇരിക്കൂ. ഐ ആം നിരഞ്ജൻ. അറിയാം സാർ, ഒരുപാട് കേട്ടിട്ടുണ്ട്. മൈക്കിളിൻ്റെ ക്രിമിനോളജിയും മെൻ്റലിസവും ഈ കേസിനെ തുടക്കം മുതൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന സമയം കാര്യങ്ങൾ അവിയൽ പോലെ ആയി അല്ലേ? അവർ രണ്ടുപേരും അത് പറഞ്ഞു ചിരിച്ചു. ശരിയാണ് സാർ, അവസാനം എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. അലീനയെ മാറ്റിയാൽ യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ പിഴച്ചു. അന്ന് അയാളെ പിടിക്കാൻ പറ്റിയില്ല. മാത്രവുമല്ല, അന്ന് കാട്ടിലൊരു പെൺകുട്ടിയുടെ ബോഡി കത്തിച്ചതും അതൊരു കൊമ്പുള്ള മനുഷ്യനാണ് ചെയ്തതെന്നോ ചീരമ്മയുടെ മൊഴിയും എല്ലാം തകിടം മറിഞ്ഞു. ഒടുവിൽ താങ്കൾക്ക് തോന്നിയ സംശയത്തിൻ്റെ പുറത്ത് കല്ലറ പൊളിച്ചു നീക്കിയതും അതിൽ മിയയുടെ ബോഡി കാണാതായതും പിന്നെ കലാരൂപത്തിൽ കണ്ട മുഖം ആ അജ്ഞാതൻ്റെ മുഖവുമായി സാമ്യം തോന്നിയതും പിന്നെ അത് അന്വേഷിക്കാൻ തിരുനെൽവേലിയിലേക്ക് പോയതും ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതും എല്ലാമല്ലേ? സാർ അപ്ഡേറ്റഡ് ആണല്ലോ, എല്ലാം മനസ്സിലാക്കിയല്ലേ? അതേ മൈക്കിൾ. മൈക്കിൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, കൊലപാതകയുടെ കണക്ക് പുസ്തകത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ഇന്ന് ഹേമയെ കൊല്ലുമെന്നാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയ വിവരം, അല്ലേ? അതെ സാർ, ഇന്ന് ഹേമ മേഡത്തിനെ കൊല്ലും. എന്നാൽ ജാൻവി അകത്തായില്ലേ സാർ? ഇനി പേടിക്കാനില്ല. ഇനി അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചാൽ മതി. അവൾ അകത്തുണ്ട്, ശരി തന്നെ. ഞാൻ അവളോട് ഇന്നലെ രാവിലെ സംസാരിച്ചു. അവൾ പ്രതികരിച്ചത്, സാർ, എന്നെ അകത്തിക്കൊണ്ട് എൻ്റെ ചേച്ചിയെ ദ്രോഹിച്ചവരാരും മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയുമില്ല. മരിക്കാൻ ബാക്കിയുള്ളവരൊക്കെ മരിക്കും, ഞാൻ മാത്രമേ ഉള്ളിലായിട്ടുള്ളൂ. എൻ്റെ ചേച്ചി പുറത്തുണ്ട്. ചേച്ചിയുടെ ആത്മാവ് ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഇന്നു കൊല്ലും. മൈക്കിൾ അതും പറഞ്ഞ് അവൾ എന്നെ നോക്കി. ഒരു പരിഹാസ ചിരിയോടെ അകത്തേക്ക് പോയി. താങ്കൾക്ക് എന്തു തോന്നുന്നു? നിരഞ്ജൻ സാർ, ഇനി പ്രേതമാണോ ഇതൊക്കെ ചെയ്തത്? കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ വെച്ച് എനിക്കും ഒരു അനുഭവമുണ്ടായി. ആരായാലും നമുക്കിന്ന് രാത്രി കൈയോടെ പൂട്ടാമടോ. ഹേമ മേഡത്തിൻ്റെ വീടിന് ചുറ്റും CCTV, പോലീസ് ഫോഴ്സ്, പിന്നെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമുണ്ട്. രാത്രിയാവട്ടെ. സമയം ഉച്ചയ്ക്ക് 12:30 PM. ഇടവക പള്ളിയിലെ മീഖായൽ സാർ കുട്ടികളെ പഠിപ്പിക്കുന്നു. പാട്ട് കേട്ടിട്ട് അലീന അവിടേക്ക് നടന്നു വന്നു. പാട്ട് പാടി കൊടുക്കുന്ന അയാളെ കുറേ നേരം നോക്കിയ ശേഷം അവൾ മനസ്സിൽ പറഞ്ഞു, ഇങ്ങേരെ എവിടെയോ കണ്ട പോലെയുണ്ട്. എവിടെയാണ്? ആർക്കറിയാം. കപ്പ്യാരി ചേട്ടൻ ആരാണ് അവിടെ പാട്ട് പാടുന്നത്? അത് മീഖായൽ. മീഖായൽ മാലാഖയോ? മീഖായൽ മാലാഖയെ പോലെ തന്നെയാണ്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന പുതിയ സാറാണ്. ഈ നാട്ടിലിപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട മനുഷ്യൻ, പേര് മീഖായൽ. ഫാദറിനെ കണ്ട് തിരിച്ചു വരുമായിരുന്ന അപ്പച്ചനും അമ്മച്ചിക്കുമൊപ്പം അവർ മിയയുടെ വീട്ടിലേക്ക് പോയി. മക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിലായിരുന്നു ആ കുടുംബം. വൈകുന്നേരം 5 മണി. ഹേമയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. DCP നിരഞ്ജനും കൂട്ടരും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി. ഹേമ, എന്തേലും അന്വേഷണമായി കണ്ടാൽ ഷൂട്ട് ഹിം, എൻകൗണ്ടറിൽ തീർത്തേക്കണം. ആ സമയം മിയയുടെ വീട്ടിൽ അലീനയുടെ കുടുംബം കൂടി എല്ലാവരും ഒത്തുചേർന്ന സമയമായിരുന്നു. അലീന മിയയുടെ അമ്മച്ചിയുടെ അരികിലിരുന്നു. അലീനയുടെ കണ്ണിൽ മിയയെ അവർ കണ്ടു. അവർ സ്നേഹത്തോടെ അലീനയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പള്ളിയിൽ രാത്രി പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഇടവകയിലെ എല്ലാവരും രാത്രിയിൽ പള്ളിയിൽ എത്തിച്ചേരും. കപ്പ്യാര ഓട്ടത്തിലാണ്. ഓരോരോ തിരക്കുകൾ. ഒരു നാട് ഇന്ന് രാത്രി ഒരുപാട് സംഭവവികാസങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും. ഹേമയുടെ വീടും മിയയുടെ വീടും തമ്മിൽ കുറച്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ നടുവിൽ പള്ളിയും. DCP നിരഞ്ജൻ ആ സമയം ജാൻവിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം 6:30 PM. വൈകുന്നേരം മൈക്കിൾ മിയയുടെ വീട്ടിലെത്തി. അലീനയും കുടുംബവും മൈക്കിളിനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, മൈക്കിൾ, ഒന്നും പേടിക്കാനില്ലല്ലോ? നാട്ടുകാരിൽ ചിലർ പറയുന്നു എന്തോ പ്രശ്നമുണ്ട്, പോലീസ് പരക്കം പായുന്നുവെന്ന്. ആ പെൺകുട്ടി അകത്താണ്, അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ അവൾ പറയുന്നത് ഇന്ന് കൊല്ലുമെന്നാണ്. അയ്യോ മൈക്കിൾ, പേടിക്കണ്ട, അലീനയ്ക്കൊരു പ്രശ്നവുമില്ല. ദേഷ്യം ഹേമ മേഡത്തിനോടാണ്. അവരെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഇതിനൊരു അവസാനമില്ല മോനെ. മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളുകൾ എത്രയായി? ഒന്നും പേടിക്കണ്ട, പ്രതിയെ പിടിച്ചുവല്ലോ. കൊല്ലുമെന്നൊക്കെ പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പറയുന്നതാണ്.
നിങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ നോക്ക്. മൈക്കിൾ വരുന്നില്ലേ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക്? എനിക്ക് ചെറിയ ജോലിയുണ്ട്, SP ഓഫീസിൽ പോകണം, ഞാൻ എത്തിക്കോളാം. സമയം 8:15 PM. ഇടവക പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എല്ലാവരും പള്ളിയിലേക്ക് പോയി. രാത്രിയായപ്പോൾ തന്നെ വൻ പോലീസ് സന്നാഹം ഹേമ മാഡത്തിൻ്റെ വീട്ടിലും ഇടുക്കിയിലെ പല ഭാഗത്തും വിന്യസിച്ചിരുന്നു. നൈറ്റ് പട്രോളിംഗ് ഇന്ന് രാത്രി ശക്തമാക്കാൻ DCPയുടെ ഓർഡർ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരും ചാനലും ഹേമ മാഡത്തിൻ്റെ വീട്ടിൽ തമ്പടിച്ചിരുന്നു. മോഹൻ, നിരഞ്ജൻ എവിടെ? സാർ വരുന്നുണ്ട്. ജാൻവിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കിളില്ലേ അവിടെ? മേഡം, ഞാനിവിടെയുണ്ട്. മൈക്കിൾ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവുമോ? എന്ത് സന്നാഹം ഉണ്ടായാലും കൊല നടക്കുമെന്നാണ് അവൾ പറഞ്ഞത്. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇത്രയും പോലീസുകാരും മീഡിയയും നാട്ടുകാരും എല്ലാവരും കാവൽ നിൽക്കുമ്പോൾ ഇന്ന് കൊല നടക്കാനോ? ഒരിക്കലുമില്ല. സമയം 10 PM. നിരഞ്ജൻ ഹേമ മാഡത്തിൻ്റെ വീട്ടിലെത്തി. മാധ്യമങ്ങൾ അയാളെ വളഞ്ഞു. സാർ, കൊല നടക്കുമെന്ന് പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയെങ്കിൽ പുറത്തവൾക്ക് സഹായികൾ ഒരുപാട് പേരുണ്ടെന്നല്ലേ അർത്ഥം? 2 തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, പിടികൂടിയ പ്രതി മാനസികാസ്വസ്ഥം പ്രകടിപ്പിക്കുന്നുണ്ട്, സോ പിടിക്കപ്പെട്ടതുകൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതാവാം. അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരുണ്ടാവാം. അങ്ങനെ കേരള പോലീസിനെ ഒരു രാത്രി കബളിപ്പിച്ചുകൊണ്ട് പ്രതിക്ക് എന്താണ് കിട്ടുന്നത് സാർ? ഇത്രയും സന്നാഹങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളെ എല്ലാവരെയും ഉറക്കമൊഴിപ്പിച്ചിട്ട് നമ്മളെ ഫൂളാക്കിയിട്ട് പ്രതിക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ടല്ലോ, അത് തന്നെ സൈക്ക്. സാർ, ജാൻവി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? പ്രതികളെ എല്ലാവരെയും ഈ രാത്രി തന്നെ പിടിക്കുമെന്നത് ശരിയാണോ? എല്ലാറ്റിനുമുള്ള ഉത്തരം നാളെ രാവിലത്തെ പത്രസമ്മേളനത്തിലുണ്ടാവും. കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ബ്രേക്കിംഗ് ന്യൂസ് റൂം കൊച്ചി. നമസ്കാരം. പോലീസ് സൂപ്രണ്ട് ഹേമ മാഡത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നും ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടക്കുന്ന കൊലപാതക പരമ്പരയും പ്രേതവും അജ്ഞാത ജീവിയും എല്ലാറ്റിനുമുള്ള ഉത്തരം ഇന്ന് രാത്രി കൊണ്ട് കിട്ടും എന്നാണ് കേസിൻ്റെ ചുമതല വഹിക്കുന്ന DCP നിരഞ്ജൻ അറിയിച്ചത്. സമയം 10:30 PM. ഇടവക പള്ളി. പ്രാർത്ഥന നടക്കുന്നു. അലീനയുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളും പള്ളിയിലും ഉണ്ടായിരുന്നു. അവൾ അവരുമായി കുശലം പറയാനും മടി കാണിച്ചില്ല. അവരുടെ സംസാരവും ചിരിയും കേട്ടുകൊണ്ട് മീഖായിൽ ദൂരെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മീഖായിൽ ചിരിക്കുന്ന കണ്ടതോടെ അലീന തലയിൽ കൂടെ ഇട്ട ഷാൾ കൊണ്ട് മുഖം മറച്ചു. ആ സമയം ഹേമ മാഡത്തിൻ്റെ റൂമിൽ നിന്നും ഒരു നിലവിളി കേട്ടു. നിരഞ്ജൻ അകത്തേക്ക് ഓടി. പിന്നാലെ മൈക്കിളും സുരേഷും മോഹനും ഓടി. അകത്ത് നിന്ന് നിലവിളിക്കുന്ന ഹേമയോട് നിരഞ്ജൻ കാര്യം തിരക്കി. എന്താണ്? ദാ നോക്ക്. ഹേമ മാഡം പൂട്ടിയിട്ട് റൂം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ആ വാതിലിൻ്റെ ഇടയിലൂടെ ബ്ലഡ് ഒലിച്ചു വരുന്നത് കണ്ടതോടെ തോക്കെടുത്ത് നിരഞ്ജൻ ആ വാതിൽ തുറന്നു. അകത്തൊരു പട്ടിയെ പീസാക്കി കൊന്നിട്ടിരിക്കുന്നത് കണ്ടു. അതിൻ്റെ തലയും കൈയും കാലും വേറെ ആയിരുന്നു. അത് കണ്ടതോടെ ഹേമയുടെ അച്ഛനും അമ്മയും നിലവിളിച്ചു. മോഹൻ, ഇവിടുത്തെ CCTV ചെക്ക് ചെയ്യ് പെട്ടെന്ന്. പോലീസ് എല്ലാവരും വീടിന് ചുറ്റും പരിസരത്തേക്ക് ഓടി. സാർ, ക്യാമറ എററാണ്, കിട്ടുന്നില്ല. നിരഞ്ജൻ പോയി നോക്കിയപ്പോൾ ക്യാമറയുടെ എല്ലാ കണക്ഷനും ആരോ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു CCTV ടെക്നീഷ്യനെ അവർ വിളിച്ചു വരുത്തി. എല്ലാവരും ജാഗ്രതയോടെ നിന്നു. 10:50 PM. ഇടവക പള്ളി. ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്കിറങ്ങിയ അലീന ആരോടോ സംസാരിക്കുന്നത് കേട്ട് സെലിൻ അവളെ തിരക്കി വന്നു. ഇവിടെ എന്നെ എടുക്കുക? ചേച്ചി, 1 മിനിറ്റ്, കൂട്ടുകാരിയാണ് ലണ്ടനിൽ നിന്ന്. ശരി, പ്രാർത്ഥന കഴിയാറായി, വേഗം വന്നേക്കണം. അതും പറഞ്ഞ് സെലിൻ പോയി. ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലീന സെമിത്തേരിക്ക് അടുത്തേക്ക് നടന്നു. ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾ മിയയുടെ കല്ലറ കണ്ടു. പെട്ടെന്ന് എന്തോ മനോവിഷമം തോന്നിയ അലീന സെമിത്തേരിയിലേക്ക് നടന്നു. അവൾ കുറച്ചു നേരം മിയയുടെ ശവക്കല്ലറയ്ക്കടുത്ത് നിന്നു കരഞ്ഞു. ആരും വിളിക്കുന്നത് ശ്രദ്ധിച്ച അവൾ സെമിത്തേരിയുടെ മുൻവശത്തെ റോഡിലേക്ക് നോക്കി. ഒരു സ്ത്രീ നിന്ന് വിളിക്കുന്നത് അവൾ കണ്ടു. അവൾ സെമിത്തേരിയുടെ മുന്നിലൂടെ നടന്ന് റോഡിലേക്ക് ഇറങ്ങി. എന്താ ചേച്ചി, എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്ന് എൻ്റെ വീട് വരെ വരുമോ? അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വീട് തൊട്ടപ്പുറത്താണ്. അമ്മയെ കൈ പിടിച്ച് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാനാണ്. അലീന ഒന്ന് സന്ദേഹിച്ചെങ്കിലും അവൾ സമ്മതിച്ച് അവൾ ആ സ്ത്രീയുടെ പുറകെ പോയി. റോഡ് കഴിഞ്ഞപ്പോൾ റബ്ബർ തോട്ടങ്ങളിലെ ഇടുങ്ങിയ വഴികൾ കൂടെ അവൾ ആ സ്ത്രീക്കൊപ്പം നടന്നു. ആ സമയം പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. അലീനയെ കാണാതായതോടെ എല്ലാവരും പരിഭ്രാന്തിയിലായി. അലീനയുടെ അപ്പച്ചനും അമ്മച്ചിയും കരഞ്ഞുകൊണ്ട് മോളെ എന്ന് അന്വേഷിച്ച് നടന്നു. പള്ളിയിൽ കൂടി നിന്നവരൊക്കെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സ്ത്രീ അലീനയും കൂട്ടി ഒരുപാട് ദൂരം നടന്നു. പെട്ടെന്ന് അലീന നിന്നു. ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആ കാണുന്നതാണ് വീട്. ചെറിയ വെളിച്ചം കണ്ടില്ലേ? അവൾ അകലേക്ക് നോക്കി. കാടുകൾക്ക് നടുവിൽ അകലെ ഒരു സിന്ദൂരപ്പൊട്ട് പോലെ ഒരു വെളിച്ചം. അവൾ തല താഴ്ത്തി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് തലയുയർത്തി അവൾ മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല. എന്തോ അപകടം മണത്തപ്പോൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. ഇരുട്ടിലൂടെ അവൾ ഓടാനൊരുങ്ങവേ മരക്കൊമ്പിൽ നിന്നും കൊമ്പ് വെച്ച വലിയൊരു രൂപം അവൾക്ക് മുന്നിലേക്ക് ചാടി വീണു. അവൾ നിലവിളിച്ച് ഓടാനൊരുങ്ങവേ ആ കൊമ്പുള്ള രൂപം അവളുടെ കഴുത്തിൽ പിടിച്ചു. അവളുടെ തല തിരിച്ചുകൊണ്ട് ആ രൂപം അവളുടെ മുഖത്തേക്ക് നോക്കി. ചോരയൊലിക്കുന്ന മാംസമിളകുന്ന മുഖമുള്ള രൂപം. അത് ചുവന്ന കണ്ണുകൾ ഉയർത്തി നോക്കി ചിരിക്കുമ്പോൾ ഭയം കൊണ്ട് അവൾ നിലത്ത് വീണു. എഴുന്നേറ്റ് ഓടാനൊരുങ്ങി അവളുടെ തലമുടിയിൽ പിടിച്ച് ആ രൂപം കൂർത്ത നഖം കൊണ്ട് അവളുടെ പുറത്തു വരഞ്ഞു. അവൾ വേദന കൊണ്ട് നിലവിളിച്ചു. പെട്ടെന്നാണ് ആ രൂപത്തിന് നേരെ ദൈവത്തിൻ്റെ കൈ പോലെ പ്രഹരമേറ്റത്. ഒരു വലിയ മരത്തടി വന്ന് ആ കൊമ്പ് ഒടിച്ചു കളഞ്ഞു. നിലത്ത് വീണ ആ രൂപം എഴുന്നേറ്റ് അലീനയെ ക്രോധത്തോടെ നോക്കി.
അപ്പോഴാണ് അലീനയുടെ പുറകിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടത്. ഇരുട്ടിൽ നിന്ന് നിലാവിന്റെ വെളിച്ചത്തിലേക്ക് അയാളുടെ മുഖം തെളിഞ്ഞു വന്നു. അവൾ ചുണ്ടുകൾ അനക്കി പറഞ്ഞു, മീഖായേൽ. രക്ഷകനായി വന്ന അധ്യാപകനെ കണ്ടപ്പോൾ അവൾ ഓർത്തത് അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമായിരുന്നു. സ്വന്തം ജനത്തിന് ആപത്തുണ്ടായാൽ മീഖായേൽ അവതരിക്കും രക്ഷകനായി. പാപം ചെയ്തവരെ ശിക്ഷിക്കാൻ അവൻ വരും. അയാൾ ആ രൂപത്തെ നേരിട്ടു. എന്നാൽ കൊമ്പുള്ള ആ രൂപം അലീനയുടെ നേർക്കായിരുന്നു പാഞ്ഞെടുത്തത്, അവളെ കൊല്ലുവാൻ. കയ്യിൽ കിട്ടിയ വലിയ മരത്തടി കൊണ്ട് അയാൾ ആ രൂപത്തിന്റെ 2 കൊമ്പും തച്ചുടച്ചു. നിലത്ത് വീണ ആ രൂപം എഴുന്നേറ്റു. അലീനയുടെ അടുത്തേക്ക് ഓടി. മീഖായേൽ ആ രൂപത്തിന്റെ കാലിന് നേരെ ആ വടി കൊണ്ടെറിഞ്ഞു. ആ രൂപം നിലത്ത് നിന്ന് എഴുന്നേറ്റു. മീഖായേലിന്റെ കഴുത്തിൽ പിടിച്ചു. മീഖായേൽ മതിലിൽ നിന്നും ഒരു കല്ലെടുത്ത് തലക്കടിച്ചു. ആ അടി കിട്ടിയതോടെ മീഖായേലിനെ തള്ളി താഴെയിട്ട ആ രൂപം അലീനയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ആ സമയം ആകാശത്ത് മൂടിക്കെട്ടിയ കാർമേഘം മാറി പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വന്നു. അലീനയുടെ മുന്നിലെത്തവേ അലീനയ്ക്ക് ചുറ്റും പോലീസുകാർ ആ രൂപത്തിന് നേരെ തോക്കും പിടിച്ചു നിന്നു. അലീനയുടെ തൊട്ടുപുറകിൽ നിരഞ്ജൻ. അയാളെയും കൊണ്ട് എല്ലാവരും പള്ളിമുറ്റത്ത് വന്നു. അവിടെ എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹേമ മേഡം, മീഡിയാസ് എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിരഞ്ജൻ ആ രൂപത്തിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, മൈക്കിൾ, നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണട്ടെ എല്ലാവരും. മുഖംമൂടിയും വേഷവിധാനവും സ്പ്രിംഗ് രൂപത്തിലുള്ള കാലുകളൊക്കെ മാറ്റിയപ്പോൾ എല്ലാവരും ഞെട്ടി. ഹേമ മേഡവും അലീനയുടെ കുടുംബവും നാട്ടുകാരും ഞെട്ടി. മെന്റലിസ്റ്റായി ഇത്രയും നാളും കൂടെ നടന്ന മൈക്കിൾ ജോൺ, എല്ലാറ്റിൻ്റെയും സൂത്രധാരൻ. മിയയുടെ അപ്പച്ചൻ ചെന്നിട്ട് അയാളുടെ മുഖത്തടിച്ചു. നീ എൻ്റെ മോളെ, അവളുടെ ശരീരം പോലും ബാക്കി വച്ചില്ലല്ലോ, നീ കത്തിച്ചു കളഞ്ഞില്ലേ? അന്നായിരുന്നു റിപ്പോർട്ട് വന്നത്. കാട്ടിൽ കത്തിച്ചത് മിയയുടെ ബോഡിയായിരുന്നെന്ന്. നിരഞ്ജൻ അലീനയുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അലീന, ശരിക്കും നിങ്ങൾ മൈക്കിൾ ജോണിനെ അറിയുമായിരുന്നോ? ആ ചോദ്യത്തിന് അലീനയും കുടുംബവും പറഞ്ഞത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ വീട് മാറി താമസിച്ചതിന് ശേഷം കണ്ടിട്ടില്ല. നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഒന്നും ആലോചിച്ചില്ല, വിളിച്ചു. അലീന നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചപ്പോൾ റിംഗ് ചെയ്തത് മീഖായേലിന്റെ പോക്കറ്റിൽ നിന്നായിരുന്നു. എല്ലാവരും മീഖായേലിന്റെ മുഖത്തേക്ക് നോക്കി. നിരഞ്ജൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഇത് മീഖായേൽ. ഇയാളാണ് മൈക്കിൾ ജോൺ, മെന്റലിസ്റ്റ്, ക്രിമിനോളജിസ്റ്റ്. അന്ന് ഇദ്ദേഹത്തിന് വരാൻ പറ്റിയിരുന്നില്ല. ഇയാൾ ഹിമാലയം യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് തൻ്റെ പേര് ഒരു സമൂഹ മാധ്യമത്തിൽ അയാൾ കേൾക്കാനിടയായത്. അങ്ങനെ എന്നെ ബന്ധപ്പെട്ടു. ഇതിലെ യഥാർത്ഥ പ്രതിയെ കൈയോടെ പിടികൂടുവാനും നമുക്ക് മറ്റുള്ള സഹായങ്ങൾ ചെയ്തു തരുവാനും ഇദ്ദേഹം നമ്മുടെ കൂടെ നിന്നു. ഓ ഹേമ മേഡം, അപ്പോൾ നിരഞ്ജൻ സാർ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ വീഡിയോ കോൺഫറൻസ് നടത്തിയത് ഇദ്ദേഹവുമായിട്ടായിരുന്നു അല്ലേ? മൈക്ക് എന്ന് വിളിച്ചത് ഇദ്ദേഹത്തെയാവും. അന്ന് രാത്രിയും അടുത്ത ദിവസം പകലും ഈ ക്രിമിനലിനെ പിടികൂടിയ വാർത്തയും കേട്ടുകൊണ്ടാണ് നാടാകെ ക്ഷമയോടെ നിന്നത്. അടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിൽ നിരഞ്ജനും ഹേമ മേഡവും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിരഞ്ജൻ ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് വെങ്കി എന്ന വെങ്കിടേഷ്, തിരുവനന്തപുരം സ്വദേശി, ഹാഫ് മലയാളി ഹാഫ് തമിഴ്. മരിച്ചുപോയ ജാനകിയുടെ ആരും അറിയാത്ത കാമുകനായിരുന്നു ഇയാൾ. കുഞ്ഞുപ്രായത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇയാൾ വകയിലൊരു അമ്മാവൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞത്. അവിടുത്തെ കളരിയിലും കരാട്ടയിലും മികവ് തെളിയിച്ച ഇയാൾക്ക് ചെറുപ്പം മുതൽക്ക് ഒരു മാനസിക അസുഖമുണ്ടായിരുന്നു, സ്കീസോഫ്രീനിയ. കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന ഒരുതരം മനോരോഗം, ഹാലൂസിനേഷൻ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി തുടങ്ങിയ ഒരുപാട് സിംറ്റംസ് ഇയാൾക്കുണ്ട്. ഒരേ സമയം നോർമൽ ആവുകയും പെട്ടെന്ന് വയലൻ്റ് ആവുകയും ചെയ്യുന്ന ഒരാളായ ഈ കുറ്റവാളി മനോനില തെറ്റിയിട്ടാണ് ഓരോ കൊലപാതകങ്ങളും ചെയ്തിരുന്നത്. പിന്നീട് നോർമലായി ഇയാൾ നമ്മുടെ കൂടെ ചിലവഴിക്കുകയും ചെയ്യുന്നു. കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, സൊല്യൂഷൻ പറഞ്ഞു തരുന്നു. ഇന്നലെ ഹേമ മേഡത്തിൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് ഫോൺ ചെയ്തു കൊണ്ടുപോയ ഇയാൾ കൂട്ടിലിട്ടിരുന്ന പട്ടിയെ പീസാക്കി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി പുറകുവശത്തെ ജനാലയിൽ കൂടെ അടച്ചിട്ട മുറിയിലിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ നിലവിളിച്ചപ്പോൾ അകത്തേക്ക് ഓടി വന്നു. CCTV ഫുട്ടേജ് ആ സമയം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്നതും അത്രയും വേഗത്തിൽ ഹേമ മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് എത്തിയതൊക്കെ അത്ഭുതം. CCTV ഫുട്ടേജിൽ അതിവേഗത്തിൽ ഒരു ബൈക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഞങ്ങൾ മനസ്സിലാക്കി ഇയാളായിരിക്കുമെന്ന്. തൻ്റെ കാമുകിയെ പീഡിപ്പിച്ചു കൊന്നവരേക്ക് ജാൻവിയുടെ സഹായത്തോടെ ഇയാൾ കൊലപ്പെടുത്തി. പിന്നെ അലീനയെയും കൂട്ടുകാരികളെയും കൊന്നത് ഇയാളും അവളും കൂടെ തന്നെ. മിയയുടെ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊരു ചിന്ത ഹേമയ്ക്കും പോലീസ് സർജനും തോന്നിയപ്പോൾ ഇയാൾ തന്നെ ബോഡി മാറ്റി. പിന്നീട് ഒന്നും അറിയാത്ത പോലെ സുരേഷിനെയും കൂട്ടി വീണ്ടും കല്ലറ തുറന്നുകൊണ്ട് ഒരു നാടകവും ഇയാൾ ക്രിയേറ്റ് ചെയ്തു. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇയാൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു പലതും. എന്നിട്ട് വേഷം മാറി കൊലപാതകങ്ങൾ ചെയ്യുക, അതിന് കൂട്ടും ജാൻവിയും. ജാൻവിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. അയാൾ നോർമലല്ല. അയാൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ എന്നത് മനോരോഗ വിദഗ്ധരുടെ സഹായത്തോടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, മരിച്ച 3 പെൺകുട്ടികളും നിരപരാധികളായിരുന്നു. ജാനകിക്ക് നേരിടേണ്ടി വന്ന പീഡനത്തിലോ അവളുടെ മരണത്തിലോ അലീന അടക്കമുള്ള കൂട്ടുകാരികൾക്ക് പങ്കില്ലായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ ജാൻവിയും വെങ്കിടേഷും ആ 3 പെൺകുട്ടികളെയും മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ ഉപയോഗിക്കുന്ന വലിയ ഏതോ മൃഗത്തിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ വേഷത്തോടൊപ്പം
ഏതോ മൃഗത്തിൻ്റെ കൂർത്ത നഖങ്ങളും ഇയാൾ കരുതിയിരുന്നു. ആ നഖത്തിൽ വിഷം പുരട്ടുകയും ആ നഖം കൊണ്ട് പെൺകുട്ടികളുടെ ദേഹത്ത് മുറിവേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് പ്രാഥമിക കാര്യങ്ങൾ. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവും മറ്റു കാര്യങ്ങളും നാളത്തെ പത്രസമ്മേളനത്തിൽ DGP പറയും. താങ്ക് യു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ ആയിരുന്നു നിരഞ്ജന്റെ നിലപാട്. സ്ഥിതി ശാന്തമായതോടെ കോളേജും ഹോസ്റ്റലും തുറന്നു. പ്രേതവും ഭൂതവുമില്ലാത്ത ഹോസ്റ്റൽ റൂം തുറന്നു. പഴയ കൂട്ടുകാരികളില്ലാതെ പുതിയ കൂട്ടുകാരികൾക്കൊപ്പം അലീന പഴയ പോലെ ജാനകി തൂങ്ങി മരിച്ച ആ 14-ാം നമ്പർ മുറിയിലേക്ക് വന്നു. പുതിയ കൂട്ടുകാരികൾ അലീനയോട് ചോദിച്ചു, അലീന, ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു ഗെയിമുണ്ട്, കളിച്ചാലോ? എൻ്റെ പൊന്നുമക്കളെ, ഞാനില്ല. ഒന്ന് കളിച്ചതിന് ഞാൻ മുഴുവനും അനുഭവിച്ചു. അത് പറഞ്ഞ അലീന പുറത്തേക്ക് പോയി. എന്നാൽ കൂട്ടുകാരികൾ അത് മൈൻഡ് ചെയ്യാതെ ഗെയിം കളിച്ചു. കണ്ണടച്ചവർ ഗെയിം തുടർന്നു. കളി കഴിഞ്ഞ് കണ്ണു തുറന്നവർ പ്രേതം വന്നില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ 14-ാം നമ്പർ മുറിയിലെ ഫാൻ താനേ കറങ്ങി. അത് പിന്നെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ കറക്കം കണ്ടിട്ട് അവർക്ക് തന്നെ പേടിയായി. പെട്ടെന്നത് പൊട്ടി താഴെ വീണു. പെൺകുട്ടികൾ ഉച്ചത്തിൽ ചെവി പൊത്തി നിലവിളിച്ചു. സ്റ്റോറി അവസാനിച്ചിരിക്കുന്നു. ഈ അവസാനം ചിലപ്പോൾ പുതിയ കഥ വരാനായിരിക്കാം, അറിയില്ല. എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നില്ലേ വില്ലൻ. എങ്ങനെ ഉണ്ടായിരുന്ന കഥ? സൂപ്പറായിരുന്നില്ലേ? അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.